വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 4 മുതലുള്ള വാക്യങ്ങളെ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 4 മുതൽ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 4 മുതലുള്ള വേദഭാഗം. അവൻ ശമര്യയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. അങ്ങനെ അവൻ സുഖാറത്തോരു ശമരിയ പട്ടണത്തിൽ യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് കൊടുത്ത നിലത്തിനരികെ എത്തി. അവിടെ യാക്കോബിന്റെ ഉറവയുണ്ടായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെ ഇരുന്നു. അപ്പോൾ ഏകദേശം 6 മണി നേരമായിരുന്നു. ഒരു ശമരിയ സ്ത്രീ വെള്ളം കോരുവാൻ വന്നു. യേശു അവളോട്, എനിക്ക് കുടിക്കുവാൻ തരുമോ എന്ന് ചോദിച്ചു. അവന്റെ ശിഷ്യന്മാർ ഭക്ഷണ സാധനങ്ങളെ കൊള്ളുവാൻ പട്ടണത്തിൽ പോയിരുന്നു. ശമരിയ സ്ത്രീ അവനോട്, നീ യഹൂദനായിരിക്കെ ശമരിയക്കാരിയായി എന്നോട് കുടിക്കുവാൻ ചോദിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. യഹൂദന്മാർക്കും ശമരിയർക്കും തമ്മിൽ സമ്പർക്കമില്ല. അതിന് യേശു, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിക്കുവാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവെഴുത്ത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഇഹലോക ജീവിതത്തിലെ മനുഷ്യരാശിക്ക് വേണ്ടി അവിടുന്ന് നൽകിയ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളിലൊന്നാണ് ശമരിയ സ്ത്രീയുമായുള്ള ഈ സംഭാഷണം. ലോകത്ത് എല്ലാത്തരം പ്രതിസന്ധികളുടെയും ദുരിതങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു സമൂഹം സ്ത്രീയാണ്. സ്ത്രീകൾ അനുഭവിച്ച ദുരിതങ്ങൾക്ക് ചരിത്രാതീത കാലം മുതൽ തെളിവുകളുണ്ട്. മതങ്ങൾ സ്ത്രീയെ ഏത് പ്രധാന രംഗങ്ങളിൽ നിന്നും മനഃപൂർവ്വം മാറ്റി നിർത്തി. സ്ത്രീകൾ കുറഞ്ഞ നിലവാരമുള്ള ആളുകളായി കരുതി. യഹൂദ സമൂഹത്തിലെ പരീശന്മാരുടെ പ്രാർത്ഥനയിൽ എന്നെ ഒരു ചുങ്കക്കാരനോ സ്ത്രീയോ ആയി സൃഷ്ടിക്കാഞ്ഞതിൽ ഞാൻ എന്നെ സ്തുതിക്കുന്നു എന്ന പ്രയോഗം കാണാം. സ്ത്രീ എന്നത് അനിവാര്യമല്ലാത്തൊരു കഥാപാത്രമായി പലർക്കും ബോധ്യപ്പെട്ടു. സ്ത്രീകൾ നരകത്തിൻ്റെ വിറകാണ് എന്ന് പഠിപ്പിക്കുന്ന മതങ്ങളുണ്ട്. എല്ലാ തിന്മകൾക്കും കാരണം സ്ത്രീയാണ് എന്ന് ചിന്തിക്കുന്ന മതങ്ങളുണ്ട്. പക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ സ്ത്രീക്ക് അർഹിക്കുന്ന ബഹുമാനവും ആദരവും നൽകിയ മഹത് വ്യക്തിത്വമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. യോഗങ്ങളിൽ സ്ത്രീ പ്രാതിനിധ്യം കൂടുമ്പോൾ അതേക്കുറിച്ച് ദുഃഖിക്കേണ്ട. കാരണം സ്ത്രീകൾക്ക് യേശുവിൻ്റെ അരികിലേക്ക് വരാൻ വലിയ സ്വാതന്ത്ര്യവും സാവകാശവും കർത്താവ് നൽകി. അത്തരത്തിൽ ഒരു സ്ത്രീയുമായുള്ള യേശുവിൻ്റെ സംഭാഷണമാണ് ഇപ്പോൾ നമ്മൾ വായിച്ച വേദഭാഗം. ഈ സ്ത്രീയുടെ പേര് ഇവിടെ എഴുതിയിട്ടില്ല. തൽക്കാലം നമുക്ക് അവളെ ബൈബിളിൽ പറയുമ്പോൾ ശമരിയ സ്ത്രീ എന്ന് വിളിക്കുകയെ നിർവാഹമുള്ളൂ. ഒരു ദേശത്തിൻ്റെ പേരുകൂട്ടി ഒരു സ്ത്രീ അറിയപ്പെടുന്ന സ്ഥിതി. ഞാനിതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് വേഗത്തിൽ കിടക്കുകയാണ്. ഈ സുവിശേഷം വലിയ വ്യത്യസ്തതയുടെ ഒരു സുവിശേഷമാണ്. വലിയ വ്യത്യസ്തത. 4 സുവിശേഷങ്ങൾ തിരുവെഴുത്തിലുണ്ട്. 4 സുവിശേഷങ്ങളിൽ 4-ാമത്തതാണ് യോഹന്നാന്റെ സുവിശേഷം. ഈ 4 സുവിശേഷങ്ങളുടെ വ്യത്യസ്തതകളിൽ യോഹന്നാൻ പുലർത്തുന്ന ആ വ്യത്യസ്തതയിലേക്ക് നമുക്ക് ആദ്യം വരാം. മറ്റ് 3 ആളുകളും പറയുന്ന സുപ്രധാനങ്ങളായ പല വിഷയങ്ങളും യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ എഴുതിയില്ല. മറ്റു 3 സുവിശേഷങ്ങളിൽ കാണുന്ന നിർണായകങ്ങളായ ചില വസ്തുതകൾ യോഹന്നാൻ വിട്ടുകളഞ്ഞു. മറ്റു 3 ആളുകൾ പറയാത്ത ചിലത് യോഹന്നാൻ എഴുതുകയും ചെയ്തു. ഉദാഹരണം, യോഹന്നാൻ വിട്ടുകളഞ്ഞ ഗൗരവമുള്ള ചില വിഷയങ്ങൾ നമുക്കാദ്യം ചിന്തിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുപ്പിറവി
എന്ന അത്ഭുത സംഭവം ഈ സുവിശേഷത്തിലില്ല. ശിശുവായ യേശുവിനെ ഗർഭം ധരിച്ച് കഷ്ടപ്പെട്ട് യോസഫും മറിയയും നടന്നു നീങ്ങുന്ന കാഴ്ചയും ദൂതഗണങ്ങളുടെ പ്രത്യക്ഷതയും യേശു ബേഥലഹേമിൽ ജനിക്കുന്നതും ഈ സുവിശേഷത്തിൽ ഇല്ല. ഹെരോദാവിന്റെ കൽപ്പന നിമിത്തം മിസ്രൈമിലെ കൂടിപ്പോയി അവിടെ ശൈശവകാലം ചിലവഴിച്ച യേശുവിനെ കുറിച്ച് ഈ സുവിശേഷത്തിൽ ഇല്ല. വീണ്ടും നസ്രത്തിൽ വളർന്ന യേശുവിനെ കുറിച്ചും ഈ സുവിശേഷത്തിൽ ഇല്ല. 12 വയസ്സുള്ള കർത്താവ് അപ്പനമ്മമാരിൽ നിന്ന് വേർപിരിഞ്ഞ് ദൈവാലയത്തിന്റെ ഉള്ളിൽ കടന്നു ശാസ്ത്രിമാരെ വാദപ്രതിവാദങ്ങളാൽ അത്ഭുതപ്പെടുത്തി അവരെ ഉത്തരം മുട്ടിച്ച ആ സംവാദം ഇതിൻ്റെ ഉള്ളിലില്ല. എന്തിന് അങ്ങനെ നീട്ടിപ്പറയുന്നു? യേശുവിൻ്റെ 30-ാം വയസ്സു മുതൽ 33.5 വയസ്സ് വരെയുള്ള വെറും 3.5 കൊല്ലങ്ങളാണ് ഈ സുവിശേഷത്തിൻ്റെ പ്രതിപാദ്യ വിഷയം. ഈ 3.5 കൊല്ലങ്ങൾ മുഴുവനില്ല. യഹൂദന്മാർ ഉപയോഗിക്കുന്ന പഞ്ചാംഗമനുസരിച്ച് ഈ 3.5 കൊല്ലങ്ങൾ 1000-ൽ പരം ദിവസം വരും. 1000-ൽ പരം ദിവസങ്ങളിലെ സകല കാര്യങ്ങളും ഇതിലില്ല. കേവലം 10 അല്ലെങ്കിൽ 12 ദിവസങ്ങളിൽ യേശു എന്തു ചെയ്തു എന്നാണ് ഈ സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം. അതും അടുക്കും ചിട്ടയുമുള്ള 12 ദിവസമല്ല. ഒന്ന് യേശുവിൻ്റെ സ്നാനത്തിൻ്റെ സന്ദർഭമെങ്കിൽ മറ്റൊന്ന് കർത്താവ് പഠിപ്പിക്കുവാൻ ഗലീലിയ ദേശത്ത് ചെല്ലുന്ന സംഭവമാണ്. യേശുവിൻ്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ നിന്ന് ശേഖരിച്ചെടുത്ത 12 ദിവസങ്ങളാണ് ഈ സുവിശേഷത്തിൻ്റെ സാരാംശം. മനസ്സിലാവുമല്ലോ? വ്യത്യസ്ത സമയങ്ങളിൽ എടുത്ത 12 ദിവസങ്ങൾ. യോഹന്നാന്റെ സുവിശേഷത്തിൽ പിന്നെയുണ്ട് ചില പ്രശ്നങ്ങൾ. യേശു പഠിപ്പിച്ച ഉപമകളൊന്നും ഈ പുസ്തകത്തിൽ ഇല്ല. ഒരു ഉപമയില്ല. കർത്താവ് നടത്തിയ അത്ഭുതങ്ങളിൽ കേവലം 8 എണ്ണമാണ് ഇതിനുള്ളിലെ പ്രതിപാദ്യം. ആ 8 എണ്ണം പോലും അത്ഭുതം എന്ന പേരിലല്ല യോഹന്നാൻ വിളിക്കുന്നത്. അടയാളം, പ്രവൃത്തി. യേശു തൻ്റെ അടയാളങ്ങളുടെ ആരംഭമായി എന്ന പ്രയോഗം കാണുന്നു. അടയാളം അഥവാ പ്രവൃത്തി എന്ന് വിളിക്കുന്ന 8 പരിപാടികൾ യേശുവിൻ്റെതായി രേഖപ്പെടുത്തുന്നു. യേശു പഠിപ്പിച്ച 40-ൽ പരം ഉപമകളിൽ ഒരു ഉപമയുമില്ല. നിരവധി അത്ഭുത പ്രവൃത്തികളിൽ 8 എണ്ണം മാത്രം. ഇതൊക്കെയാണെങ്കിലും ചിലർക്കപ്പോൾ ഒരു സംശയം തോന്നും, ഒരു ഉപമയില്ലെന്നുള്ളത് ശരിയാണോ? കാരണം ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ വാതിലാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അത് ഉപമയല്ലേ? ഇത് ഉപമയല്ല. ഉപമയാകാൻ വിലപിടിപ്പുള്ളൊരു പദം വേണം. അത് പോലെ എന്നാണ് ഇവിടെ പറയുന്നത്. ഞാൻ വാതിൽ പോലെയാകുന്നു എന്നല്ല, ഞാനാണ് വാതിൽ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, എൻ്റെ പിതാവ് തോട്ടക്കാരൻ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ്. ഞാനാണ് വാതിൽ, ഞാനാണ് ജീവന്റെ അപ്പം, ഞാനാണ് ജീവന്റെ ജലം. ചുരുക്കത്തിൽ ഒരു എക്സാക്റ്റ് പ്രയോഗം വേണമെങ്കിൽ ഇത് സാദൃശ്യം എന്ന് പറയാം. അങ്ങനെ വളരെ മനോഹരമായ പുസ്തകം. എല്ലാത്തിലുപരി പുസ്തകത്തിൽ മാത്രം കാണാവുന്ന ഒരു ശൈലിയുണ്ട്. അത് യേശുവിൻ്റെ പ്രഖ്യാപനത്തിലെ ഒരു രസാവഹമായ പ്രയോഗമാണ്. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. മറ്റു 3 പേര് എഴുതിയിട്ടില്ല ആമേൻ ആമേൻ. ഇത് എഴുതിയിരിക്കുന്ന ആരാ? യോഹന്നാനാണ്. അതെങ്ങനെ യോഹന്നാന് മാത്രമേ ശൈലി കിട്ടിയേ? അതിൻ്റെ കാരണം യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരു കൊച്ചുകുട്ടിയായിരുന്നു യോഹന്നാൻ. മാത്രമല്ല ജഡപ്രകാരം ഒരു ബന്ധവുമുണ്ട്. ആ ബന്ധം
ഞാൻ പകൽ സൂചിപ്പിച്ചു. യേശുവിൻ്റെ അമ്മയായ മറിയയുടെ അനുജത്തി ശലോമിയുടെ മകനാണ് യോഹന്നാൻ. യേശുവിനൊരു അനുജനാണ്. പലവിധ കാരണങ്ങളാൽ ഈ കൊച്ചുകുട്ടി യേശുവിൻ്റെ ക്ലാസ്സിലിരിക്കുമ്പോൾ ഓഡിയൻസിൻ്റെ കൂടെ അല്ലിരിക്കുന്നത്, യേശുവിൻ്റെ ഓരഞ്ചാരി വന്നിരിക്കും. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം യേശുവിൻ്റെ വസ്ത്രം കഴുകുന്നതിലും ചെരുപ്പ് കഴുകുന്നതിലും അത് ലേസ് കെട്ടുന്നതിലും യേശുവിനെ ശുശ്രൂഷിക്കുന്നതിലുമൊക്കെ ആനന്ദം കണ്ടെത്തിയ ഒരു കർത്തൃത്വത്തിനാകണം യോഹന്നാൻ. അതുകൊണ്ട് ആ യേശുവിൻ്റെ എക്സാക്റ്റ് ശൈലി ഇങ്ങനെ പകർന്നിട്ട് ഇപ്പം യേശുവിൻ്റെ ഓരഞ്ചാരിക്ക് ആർക്കും കിട്ടാത്തത് അവൻ നമുക്ക് തരും. ആരും പറയാത്തത് ഈ നാവ് കൊണ്ട് നമ്മൾ പറയും. ആരും കേൾക്കാത്തത് അവരിൽ നമ്മൾ കേൾക്കും. ജീവിതത്തിൻ്റെ സകല ഏകാഗ്രതയും യേശുവിന് വിട്ടുകൊടുത്തു കാത്തിരിക്ക്. ആർക്കും ലഭിക്കാത്തത് നമുക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ നിന്റെ പക്കൽ ഇനിയുമുണ്ട് കർത്താവേ, ഞാൻ കാത്തിരിക്കുന്നു നിന്റെ ശബ്ദം കേൾക്കാൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശബ്ദം, കർത്താവിന്റെ സാന്നിധ്യം അതിങ്ങനെ തുളുമ്പി നിൽക്കുന്ന ഒരു മനോഹര സുവിശേഷമാണ് ഈ 4-ാം സുവിശേഷം. ഒരു കാര്യം കൂടി പറയട്ടെ. ഇതൊക്കെ ആണെങ്കിലും പിറവി കൊണ്ട യേശുവിനെ കുറിച്ചൊന്നും മിണ്ടാതെ യോഹന്നാൻ, അത്ഭുതമൊന്നും കാര്യമായി ശ്രദ്ധിക്കാതിരുന്ന യോഹന്നാൻ, അടയാളങ്ങളിലും വീര്യപ്രവൃത്തികളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാത്ത യോഹന്നാൻ മറ്റാരും പറയുന്നതിനേക്കാൾ താല്പര്യമെടുത്ത് ഒരു വിഷയം പറഞ്ഞു. അത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചാണ്. നമ്മുടെ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രി മുതൽ ക്രൂശിച്ച പകൽ വരെയുള്ള സംഭവഗതികൾ വിശദീകരിക്കാൻ യോഹന്നാൻ ഈ പുസ്തകത്തിൽ ചിലവഴിച്ചിരിക്കുന്നത് ഏതാണ്ട് 236 വാക്യങ്ങളാണ്. അധ്യായങ്ങളായി തിരിച്ചാൽ 7 അധ്യായം. ആകെയുള്ള പുസ്തകത്തിന്റെ 3/1 ഭാഗം വേർതിരിച്ചത് യേശുവിന്റെ ക്രൂശിനെ കുറിച്ച് പറയാനാണ്. ഹല്ലേലൂയ. 21 അധ്യായമുള്ള പുസ്തകത്തിന്റെ 7 അധ്യായം എന്താ? യേശുവിന്റെ ക്രൂശാണ്, ക്രൂശിക്കപ്പെട്ടവന്റെ കാര്യമാണ്. എന്താ യോഹന്നാൻ ഈ ക്രൂശിക്കപ്പെട്ടവനെ കുറിച്ച് ഇത്ര ആവേശത്തോടെ പറഞ്ഞത്? അതിന് കാരണമുണ്ട്. പിറവി കൊണ്ട യേശുവിനെ കാണാൻ ആട്ടിടയന്മാരുടെ ഒരു വലിയ സമൂഹം, ദൂരദേശത്തു നിന്നൊക്കെ വന്നെത്തുന്ന വിജ്ഞാനികളുടെ വലിയൊരു സമൂഹം, പൊന്നും മൂരും കുന്തിരിക്കവും ഒക്കെ കാഴ്ചവെക്കുന്ന ആഘോഷ തിമിർപ്പിന്റെ ഒരു വലിയ ഇടവേള. പക്ഷെ ക്രൂശിക്കപ്പെട്ടവനെ കാണാൻ അധികം പേരില്ല. ക്രൂശിന്റെ മുമ്പിലും അധികം പേരില്ല. അപ്പം വാങ്ങി ഭക്ഷിക്കാൻ 5000-ൽ പരം പേര് ഉപവസിക്കുന്ന ക്രിസ്തുവിനൊപ്പം ആരുമില്ല. കടലിൽ മീതെ നടക്കുന്ന ക്രിസ്തുവിനെ കണ്ട് ആരവാരം പുറപ്പെടുവിക്കുവാൻ ആയിരങ്ങൾ തനിച്ചുകൂടിയപ്പോൾ അടിയറ്റ തിരുത്ത പാടുകളിൽ നോക്കി അവനെ നോക്കി സഹതപിക്കാൻ ആരുമില്ല. അതുകൊണ്ട് തിരുവെടുത്ത് പറയുക, വല്ലവനും സഹതാപം തോന്നുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു, ആരെയും കണ്ടില്ലതാണ്. ഞാനും നിങ്ങളും എന്തിനായി ഇന്നിവിടെ വന്നു? പലപ്പോഴും നമ്മൾ യോഗങ്ങളിലൊക്കെ പറയുന്നത് കർത്താവ് അത്ഭുതം ചെയ്യും. കർത്താവ് അത്ഭുതം ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് ഒട്ടും തർക്കമില്ല. പക്ഷേ കർത്താവ് ക്രൂശിക്കപ്പെടുന്നിടത്ത് നിൽക്കാൻ ഒരു മനസ്സാരാണ് കാണിക്കുന്നത്? നീ അടിയേൽക്കുമ്പോഴും നീ പീഡിപ്പിക്കപ്പെടുമ്പോഴും നിന്റെ സന്നിധി വിട്ടു പോകാതെ എനിക്ക് നിന്നോട് കൂടെ നടക്കണം. നീ അപ്പം തരുമ്പോൾ മാത്രമല്ല, കടൽ വീതി നടക്കുമ്പോൾ മാത്രമല്ല, ലാസർ ഉയർപ്പിക്കുമ്പോൾ മാത്രമല്ല, നീ എവിടെ പോയാലും നിന്നെ അനുഗമിക്കുവാൻ ഞാനിതാ പ്രതിജ്ഞാബദ്ധനായി വന്നിരിക്കുന്നു. ആരൊക്കെ തള്ളിക്കളഞ്ഞാലും നിന്റെ ക്രൂശിന്റെ ചുവട് വിട്ടുപോകാൻ ഇടവരാതെ നിന്നോട് ചേർന്ന് നടക്കാൻ ഞാനിതാ പ്രതിജ്ഞാബദ്ധനായിരിക്കുന്നു. നമുക്കിത് രാത്രി ഒരു പുതിയ പ്രതിജ്ഞയോടെ, ഒരു പുതിയ സമർപ്പണത്തോടെ അവരോട് ചേർന്ന് നിന്നിട്ട് പറയാം, നിത്യജീവന്റെ വഴികൾ നിന്റെ മക്കളാണ് ഗുരു. നിന്നെ വിട്ട് എവിടെയാണ് പോകാൻ സാധിക്കുക? നിന്നെ അനുഗമിക്കുന്നതാണ് എന്റെ ജീവിതത്തിന്റെ ആനന്ദം. നിന്നെ അനുഗമിക്കുന്നതാണ് എന്റെ ജീവിതത്തിന്റെ അഭിമാനം. ഹല്ലേലൂയ. യേശുവിനെ അനുഗമിക്കുന്നത് ജീവിതത്തിന്റെ ആനന്ദം. ഹല്ലേലൂയ. അതുകൊണ്ട് ക്രൂശ് പോലും വിട്ടുപോകാതെ അതിന്റെ മുമ്പിൽ നിൽക്കുക യോഹന്നാൻ.
അങ്ങനെ കാത്തു നിന്നുകൊണ്ടാകണം നമ്മുടെ കർത്താവ് പത്മോസിലും യോഹന്നാന് പ്രത്യക്ഷനായിട്ട് പറയാ, യോഹന്നാനെ എഴുതുക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ക്രൂശിലെ ദർശനം കണ്ടവന് മാത്രമേ ഭാവിയുടെ ദർശനം കൊണ്ട് പ്രസക്തിയുള്ളൂ. ക്രൂശിന്റെ ദർശനം കണ്ടവനെ വരാനിരിക്കുന്ന വിപത്തുകളെ കുറിച്ചുള്ള സൂചന മുൻകൂട്ടി ദൈവം നൽകുമെങ്കിൽ ഇത് രാത്രി ഞാനും നീയും വന്നിരിക്കുക അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഞാൻ കണ്ടതിലെ ശ്രേഷ്ഠമായ കാര്യം, ഞാൻ അറിഞ്ഞതിലെ ശ്രേഷ്ഠമായ കാര്യം, ക്രൂശിക്കപ്പെട്ടവന്റെ മാർഗമാണ്. അവൻ എനിക്കായി ക്രൂശിക്കപ്പെട്ടു. തന്റെ രക്തം കൊണ്ടെന്നെ വിലയ്ക്ക് വാങ്ങുന്ന ബോധ്യമാണ്. അതുകൊണ്ട് ആ മഹാ ദൈവത്തിന്റെ പുത്രൻ നമ്മെ പഠിപ്പിച്ചതും കാട്ടിയതുമായ ഒരു അനുപമ മാതൃകയിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. സന്തോഷമാണോ? മനസ്സിലാകുന്നുണ്ടല്ലോ? ശരി, നമുക്കെങ്കിൽ ആദ്യം ഈ ശമര്യ സ്ത്രീ എന്ന ഒരു ക്യാരക്ടറെ കുറിച്ചൊന്ന് ഗ്രഹിച്ചു പോകാം. ആരാണ് ഈ ശമര്യ സ്ത്രീ? അതറിയാൻ ശമര്യ എന്താണെന്ന് മനസ്സിലാക്കണം. ഒരു വാക്യം വായിച്ചോളൂ. 1 രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 24-ാം വാക്യം. 1 രാജ 16:24. പിന്നെ അവൻ ശേമരിനോട് ശമര്യാമല 2 താലന്ത് വെള്ളിക്ക് വാങ്ങി. പിന്നെ അവൻ ശേമറിനോട് ശമര്യാമല 2 താലന്ത് വെള്ളിക്ക് വാങ്ങി. ആ മലമുകളിൽ പട്ടണം പണിതു. ആ മലമുകളിൽ ഒരു പട്ടണം പണിതു. പിന്നെ താൻ പണിത പട്ടണത്തിന് മലയുടമസ്ഥനായിരുന്ന ശേമരിന്റെ പേരിൽ പ്രകാരം ശമര്യ എന്ന് പേരിട്ടു. ആ മലയുടമയുടെ പേര് ശേമർ. ശേമറിന്റെ പേരിൻ പ്രകാരം ആ മലക്കൊരു പേര് ശമര്യ. പേരുണ്ടായ കഥ പറഞ്ഞു മറക്കണ്ട. ഒരാളിന്റെ പേരിൽ നിന്നാ അങ്ങനെ ശേമർ, അതിന്റെ പൂർവ്വ ഉടമസ്ഥൻ. അയാളുടെ പേരിനെ ആധാരപ്പെടുത്തിക്കൊണ്ട് ആ മലയ്ക്കും പേര്, പട്ടണത്തിനും ഒരു പേര് ശമര്യ. ഈ ക്രിസ്തുവിന് ഏകദേശം 700-ൽ പരം കൊല്ലങ്ങൾക്ക് പുറത്ത് ഇസ്രായേൽ രാജ്യം 2ആയി വിഭജിക്കപ്പെട്ടിരുന്നു. വിഭജിത ഇസ്രായേൽ രാജ്യത്തിന് യഹൂദ്യ എന്നും ഇസ്രായേൽ എന്നുമാണ് 2ആയിട്ട് പിരിഞ്ഞത്. തെക്കേ രാജ്യവും വടക്കേ രാജ്യവും. തെക്കേ രാജ്യത്തിന്റെ പേര് യഹൂദ്യ, വടക്കേ രാജ്യത്തിന്റെ പേര് ഇസ്രായേൽ. വടക്കേ രാജ്യത്തിൽ 10 ഗോത്രം, തെക്കേ രാജ്യത്ത് 2 ഗോത്രം, അങ്ങനെ 12 ഗോത്രങ്ങൾ. ഓക്കെ, 9.5-യും 2.5-യുമാണ്. പക്ഷെ ഭൂരിപക്ഷം ഒരു ഗോത്രം അപ്പുറത്ത് കിടക്കുന്നത് 10 എന്ന് പറയാം. മനശ്ശയുടെ പാതി ഗോത്രം എന്നൊക്കെ നമുക്കറിയാമല്ലോ. അങ്ങനെ 10 ഗോത്രം ഒരിടത്തും 2 ഗോത്രം ഒരിടത്തുമായി ഇസ്രായേൽ 2ആയി വിഭജിക്കപ്പെടുമ്പോൾ ഇസ്രായേലിന്റെ തലസ്ഥാന നഗരിയായിരുന്നു ഈ ശമര്യ. തലസ്ഥാന നഗരിയായതുകൊണ്ട് സർക്കാർ കാര്യാലയങ്ങൾ ഏറെ ഉണ്ടാകും. തലസ്ഥാന നഗരിയായതുകൊണ്ട് സൈനിക മേധാവികളുടെ ക്യാമ്പും അനുബന്ധ സൗകര്യങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ധാന്യപ്പുരകളും ട്രഷറിയും ഇതര ഭണ്ഡാരഗൃഹങ്ങളും ഒക്കെ ധാരാളം ഉണ്ടാകും. ഒറ്റവാക്കിൽ പറഞ്ഞു, ഇതൊരു വികാസം പ്രാപിച്ച പട്ടണം, വ്യത്യസ്തരായ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലം. അതുകൊണ്ട് ചെറിയൊരു മേഖലയല്ല ശമര്യ. ശമര്യ വികാസം പ്രാപിച്ചൊരു മണ്ഡലം എന്ന നിലയിൽ ഈ ഭൂപ്രദേശത്ത് പാർക്കുന്നു എന്ന് പറയുന്നത് ആളുകൾക്കൊരു അഭിമാനമാണ്. കാരണം അതൊരു ടൗൺഷിപ്പാണ്. അങ്ങനെയുള്ള ശമര്യ, അവിടെ 10 ഗോത്രങ്ങളെ ഭരിച്ച രാജാക്കന്മാർ ന്യായമായി പലരും ഭരിച്ചെങ്കിലും ചിലർ വഴിതെറ്റിപ്പോയി. വഴിതെറ്റിപ്പോകാൻ പ്രധാന കാരണം അവരുടെ സ്ത്രീകളായിരുന്നു. അത് പറയാതിരിക്കാൻ തരമില്ല. ഈ ഇസ്രായേൽ രാജാക്കന്മാരിൽ ചിലർ വിവാഹം കഴിച്ച ഇതര രാജ്യങ്ങളിലെ സ്ത്രീകൾ രാജാക്കന്മാരുടെ ആത്മീയത തകർത്തുകൊണ്ട് ബിംബാരാധികളാക്കി അവരെ മാറ്റി. അങ്ങനെ മക്കളെ അത്തിപ്രവേശം ചെയ്യിച്ച രാജാക്കന്മാർ ദാനിലും ബേർശേബയിലും കാളക്കുട്ടികളെ വാർത്തുണ്ടാക്കുവാൻ തന്റെ ഭർത്താക്കന്മാരെ പ്രേരിപ്പിച്ച സ്ത്രീകൾ
വിഗ്രഹാരാധനയിലേക്കും മ്ലേച്ഛമായ ബാലദൈവ നമസ്കാരത്തിലേക്കും ഒരു രാജ്യത്തെ മുഴുവൻ വഹിച്ചുകൊണ്ടുപോകാൻ പ്രേരിപ്പിച്ച രാജ്ഞിമാർ, ഇസ്രായേലിനെ പോലെയുള്ള ക്രൂരത പ്രവർത്തിക്കുന്ന രാജ്ഞിമാർ, ഈ നിലയിൽ സത്യദൈവത്തെ സ്തുതിക്കേണ്ട ജനതയുടെ എല്ലാ തരത്തിലുമുള്ള ആത്മീക നിലവാരങ്ങൾ അധപ്പതിച്ചപ്പോൾ ദൈവം പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചു. പ്രവാചകന്മാർ മുമ്പോട്ട് വന്ന് ഭയം കൂടാതെ പ്രവചിച്ചു. ശക്തിയുക്തം പ്രവചിച്ചപ്പോൾ പ്രവാചകന്മാർക്കെതിരെ വധഭീഷണികൾ ഉണ്ടായി. കൊന്നുകൊലവിളിക്കാൻ ആഹാബിനെ പോലുള്ള രാജാക്കന്മാർ എഴുന്നേറ്റു. ശമരി കേന്ദ്രീകരിച്ചു ഭരിച്ച രാജാക്കന്മാർ ഇസ്രായേൽ മക്കളിൽ പ്രവാചക ശ്രേഷ്ഠന്മാരെ കൊന്നുമുടിക്കാൻ ഉത്തരവിട്ടപ്പോൾ ഇതാ ദൈവത്തിന്റെ പ്രവാചകന്മാർ ചൂരച്ചെടിയുടെ തണലിൽ വിശ്രമിച്ചുകൊണ്ട് കാത്തിരുന്നതും അതിജീവിച്ചതും കരുത്തു പ്രാപിച്ചതുമൊക്കെ നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അറിയുക, അങ്ങനെ പ്രാചീനമായ ഒട്ടേറെ ദൈവപ്രവൃത്തികൾക്ക് സാക്ഷ്യം വഹിച്ച മണ്ണായിരുന്നു ഈ ശമരിയ. ഈ ശമരിയെ നോക്കി പ്രവാചകൻ പ്രവചിച്ചു. ശമരിയുടെ പടിവാതുക്കൽ ഇപ്പോൾ കാണുന്ന ക്ഷാമമൊക്കെ മാറി നാളെ വൈകുന്നേരമാകുമ്പോഴേക്കും അന്തരീക്ഷം മാറും, സ്ഥിതിവിശേഷം മാറും, വലിയ സമ്പദ്സമൃദ്ധി ഉണ്ടാകും. ഈ ശമരിയിൽ നിന്നുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, വലിയ മഴയോ മുഴക്കമുണ്ട്, താമസമില്ല, വലിയൊരു മഴയ്ക്ക് വേണ്ടി അന്തരീക്ഷം സംജാതമാകും. പ്രവാചകന്മാരുടെ പ്രവചന ശബ്ദം കൊണ്ട് മുഖരിതമായ മണ്ണായിരുന്നു ശമരിയെങ്കിൽ ഈ ശമരി തന്നെ തിന്മയുടെയും കേന്ദ്രമായി മാറി. എങ്ങനെ? നാബൂത്തിന്റെ മുന്തിരിത്തോട്ടം അവകാശപ്പെടുത്തി ചീരത്തോട്ടം വാർത്തുണ്ടാക്കാൻ പദ്ധതിയുണ്ടാക്കിയ ഈസബേലിന്റെ രക്തം നായ്ക്കൾ നക്കി കുടിക്കുമാറ് അവൾ താഴെ വീണ് മരിച്ച ദാരുണ സംഭവങ്ങൾക്കൊക്കെ സാക്ഷ്യം വഹിച്ച മലീമസമായ മണ്ണ്. തിന്മയും അതിനെ നേരിടുന്ന ദൈവശബ്ദവും ഒരുപോലെ അന്തരീക്ഷത്തിൽ മുഴുകിയപ്പോൾ, ഒരു കൺവെൻഷനൊക്കെ നടത്തുമ്പോൾ അനേക പണച്ചിലവും സമയച്ചിലവും ഒക്കെ എൻ്റെ പിന്നിലുണ്ട്. പക്ഷേ പെട്ടെന്ന് ആർത്ത് വലിയൊരു ജനാവലി ഒന്നും മുമ്പോട്ട് വന്നൊന്നും വരില്ല. പക്ഷെ ഒരു കാര്യം ഓർക്കണം, തിന്മ നിറഞ്ഞ ആ ഭൂമിയിലേക്ക് ദൈവത്തിന്റെ വചനം അന്തരീക്ഷ മണ്ഡലത്തിൽ കിടപ്പുണ്ട്. യോഗത്തിൽ ഒന്ന് പ്രസംഗിച്ച ആളോ സംഘടിപ്പിച്ച ആളോ മരിച്ചാലും തലമുറകൾ മരിച്ചാലും വചനം അതിന്റെ ഉദ്ദേശം സാധിക്കാതെ മടങ്ങി വരികയില്ലെങ്കിൽ, പരസ്യം നടത്തുന്ന കത്തുവത്തിന്റെ പ്രസംഗം കേട്ട് പെട്ടെന്ന് ജനാവലി വിഗമിക്കാൻ വന്നില്ലെങ്കിൽ, വചനം തന്റെ ഉദ്ദേശശുദ്ധി സാധിക്കാതെ മടങ്ങി വരികയില്ലെങ്കിൽ, എനിക്കും നിനക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം നമ്മെ ഒഴുക്കുന്ന ഒരു ഘട്ടവും അപ്രസക്തമല്ല. ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം, തീർച്ചയായും. ഹല്ലേലൂയ. അത് തന്നെ ശമരിയിൽ സംഭവിച്ചു. ശമരിയുടെ ദൈവ സന്ദർശനം. ആ സന്ദർശനത്തിന് ശേഷം അവിടേക്കൊരു പ്രബല സാമ്രാജ്യത്തിന്റെ പട്ടാളം അണിനിരന്നു. അവർ ശമരിയല്ല, മുഴുവൻ ഇസ്രായേലും കീഴടക്കി. മുഴുവൻ ഇസ്രായേലിലേക്കും ഇരമ്പി പാഞ്ഞു വരുന്ന അസീറിയൻ സേനയുടെ ഇരുമ്പ് മൂർച്ചിട്ട് പട്ടാളം ചവിട്ടി മെതിച്ച് ആ മണ്ഡലം മുഴുവൻ കാൽക്കീഴാക്കി. പ്രാണരക്ഷാർത്ഥം 10 ഗോത്രങ്ങളും ചിലർ ഓടി തങ്ങളുടെ സഹോദരങ്ങൾ പറക്കുന്ന യഹൂദിയായി അഭയം പ്രാപിച്ചു. മഹാഭൂരിപക്ഷം വരുന്ന 10 ഗോത്രങ്ങൾ ചിന്നിച്ചിതറി പല വഴിക്ക് ഓടുമ്പോൾ വല്ലാത്ത മലച്ചെറു നടമാടി. സൈനികന്മാർ ആ മേഖലയിലെ സ്ത്രീകളെ ദാരുണമായി നശിപ്പിച്ചു. അവരെ കാൽക്കീഴാക്കി. നാടും നഗരവും മുടിച്ചു. ശമരിയുടെ പ്രതാപം അസ്തമിച്ചു. അന്ന് നടന്ന ഒരു സംഭവം വളരെ ചിന്താർഹമാണ്. രസകരമെന്ന് പറയാൻ വയ്യ, അനുഭവത്തോട് ബന്ധപ്പെട്ടുള്ളതാണ്. എന്താണ്? ഈ അസീറിയന്മാർ ശമരി ഉൾപ്പെടെയുള്ള ഭൂപ്രദേശം ആക്രമിച്ചിട്ട് അവിടെയുള്ള സ്ത്രീകളെ മുഴുവൻ വിവാഹം ചെയ്തെടുത്തു. പക്ഷെ അവരൊക്കെ കൊണ്ടുപോയി. വലിയ ചടങ്ങൊന്നുമില്ല. അവർ നമ്മുടെ സ്ത്രീകളെല്ലാം അങ്ങോട്ട് പോയി. അപ്പൊ അവിടുത്തെ പുരുഷന്മാർക്ക് അസീറിയൻ സ്ത്രീകളെ വിവാഹം കഴിച്ചു കൊടുത്തു. നിങ്ങൾക്കത് കേട്ടൊരു വിഷമം വരുന്നില്ലേ? ചിന്തിച്ചാലേ എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. യോഗം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ, നമ്മൾ കോളിംഗ് ബെല്ല് അടിക്കുമ്പോൾ നമുക്ക് വഴിയില്ലാത്തൊരു സ്ത്രീ ഇറങ്ങി വരും. നമ്മളാകെ പകച്ചു നിന്നിട്ട് നമ്മുടെ ഭാര്യ വിളിക്കുമ്പോൾ അയൽക്കാരൻ വന്നിട്ട് പറയാ, കല്യാണമൊക്കെ കഴിഞ്ഞവർ പോയതേ ഉള്ളല്ലോ, ഇപ്പം അങ്ങോട്ട് പോയതേ ഉള്ളൂ. പിന്നെ ഇതാരാ? ഇത് അവരോട് ആക്കിയിട്ട് പോയതാണ്. മനസ്സിലായോ പറഞ്ഞേ? എൻ്റെ ബൈബിളിലുണ്ടോ എന്ന് നോക്കാം. ഞാൻ പറഞ്ഞ പോലെയല്ല, അതെൻ്റെ വേർഷനാണ്. നമുക്ക് ബൈബിളിൽ നോക്കാം. 2 രാജാ 17-ാം അധ്യായം 24-ാം വാക്യം. എന്തായി? അസീറിയ കാഴ്ച.
സെഫർവയും എന്നിവിടങ്ങളിൽ നിന്ന് ആളുകളെ വരുത്തി ഇസ്രായേൽ മക്കൾക്ക് പകരം ശമരിയ പട്ടണങ്ങളിൽ പാർപ്പിച്ചു. ശമരിയായുടെ പട്ടണങ്ങളിൽ വ്യത്യസ്തമായ 5 രാജ്യങ്ങളിലെ ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. എന്നിട്ട് അവർ ശമരിയ കൈവശമാക്കി പട്ടണങ്ങളിൽ പാർത്തു. ഈ വന്ന ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവിടുന്ന് ചില ആളുകളെ 5 രാജ്യങ്ങളിലേക്കും വിട്ടു. മനസ്സിലായോ? എന്തിനാണ് എന്തിനു ചെയ്ത? ശമര്യരു ഈ അസീറിയക്കാർ യഹൂദന്മാരെ നശിപ്പിക്കാൻ ചെയ്തൊരു പ്രക്രിയ. എങ്ങനെ നശിക്കുന്നപ്പോ യഹൂദൻ പറയാം, വംശീയമായ സംശുദ്ധി നശിപ്പിച്ച് ഇനിയൊരു യഹൂദൻ ജനിക്കാതെ വണ്ണം സ്ത്രീകളുടെ ഉദരം മലിനമാക്കുക. പിറവി കൊള്ളുന്നതൊക്കെ അന്യസമൂഹം. മനസ്സിലായില്ലേ? ഇനി ഒരിക്കലും ഒരു യഹൂദ സമൂഹം ഉണ്ടാകാതെ വണ്ണം ഇസ്രായേൽ മക്കളെ വംശീയ ഉന്മൂലനം ചെയ്യാൻ അസീറിയന്മാരുടെ ശത്രുവിട്ട പദ്ധതി വഴി ലക്ഷ്യമിട്ടത് വേറെ ആരെയല്ല, ഒരു വാഗ്ദത്തത്തിനെതിരെയുള്ള പോരായിരുന്നു. ഏത് വാഗ്ദത്തം? സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കണം. വാഗ്ദത്തം നിറവേറാതിരിക്കാൻ സാത്താൻ തന്ത്രമിട്ടു. ആ പ്രവചനം കാലം കുറെ കഴിഞ്ഞപ്പോൾ തെളിഞ്ഞു വന്നു. ആ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതാ യഹൂദാ ഗോത്രത്തിൽ നിന്ന് ഒരു ശിശു പിറക്കണം. യഹൂദ ഒരു ബാലസിംഹം, അവൻ സിംഹി പോലെ ഒതുങ്ങിക്കിടക്കും. അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ അവന്റെ കാൽക്കീഴിൽ നിന്ന് നീങ്ങിപ്പോകയില്ല. വാഗ്ദത്ത സന്തതിയായ ക്രിസ്തു പിറവി കൊള്ളാതിരിക്കാൻ അസീറിയൻ ചക്രവർത്തിമാരിലൂടെ സാത്താനിട്ട ദുരന്തം അന്തരീക്ഷമാകെ നീറിക്കെട്ടിയപ്പോൾ സ്ഥിതിവിശേഷം മാറാതെ അനേകമായ വിധത്തിൽ ഇതാ ഇസ്രായേൽ മക്കൾ മലിനാവസ്ഥയിലേക്ക് കുപ്പുകുത്തി. ലക്ഷ്യമിട്ടത് യേശുവിന്റെ ജനനത്തിന്റെ വഴി തടയുക. പക്ഷെ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. കാലമെത്ര കഴിഞ്ഞാലും തന്റെ ദൂതിൽ ഉറച്ചു നിൽക്കുന്ന മഹാദൈവത്തെയാണ് നമ്മൾ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ എന്ന് വിളിക്കുന്നത്. അസീറിയൻ ചക്രവർത്തിമാരല്ല, അതിലും കരുത്തുറ്റവർ വന്നാലും ഭക്തനൊരു കഴിവറിയ തന്റെ മക്കൾക്ക് വേണ്ടിയുള്ള അവന്റെ കരുതൽ മാറ്റിവെക്കാൻ ആർക്കും സാധിക്കാത്ത വിധം വചനം സുശക്തമാണ്, വാഗ്ദത്തം സുശക്തമാണ്. ഈ പ്രാർത്ഥനയുടെ ആരംഭ ദിനം മുതൽ ഇവിടെ സന്ദർശിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു ദൂത് ലഭിക്കാത്ത ആരിവിടെ ഇല്ല. ആ ദൂതിന്റെ വഴി തടയാൻ സർവശക്തി സന്നാഹങ്ങളോടെ സാത്താൻ ഒരുപ്പെടുമ്പോഴും ഭക്തൻ മനസ്സിലാക്കിക്കൊള്ളണം, എന്റെ വാഗ്ദത്തങ്ങൾ എന്റെ അവകാശം. ഞാൻ പ്രാപിച്ചെടുത്ത ദൂതുകൾ, ആലോചനകൾ എന്റെ അവകാശം. അതെന്റെ രീതിയിലേക്ക് വരിക തന്നെ ചെയ്യും. ആർക്കും പിടിച്ചെടുക്കാൻ കഴിയാറില്ല. ഞാൻ എന്റെ വാഗ്ദത്തങ്ങളിലേക്ക് നടന്നു നീങ്ങുകയാണ്. പക്ഷെ ദൈവം ഒരു പദ്ധതി ചെയ്തു. ഈ 10 ഗോത്രങ്ങളെ പിടിച്ചിട്ടും 2 ഗോത്രങ്ങളെ പിടിക്കാൻ പറ്റിയില്ല. അതെവിടാ? ചെറിയൊരു നാടായിരുന്നു. ഇവിടെ ചെറിയ 3-4 കാലുകൾ കൂടുന്ന വലിപ്പം. അവിടേക്ക് മാറ്റി 2 ഗോത്രത്തെ. അതിലെ പ്രബല ഗോത്രമാണ് യഹൂദ. അത് കണ്ട പ്രവാചകൻ പറഞ്ഞത്, യഹൂദ ഒരു ബാലസിംഹമാണ്. അവൻ സിംഹി പോലിങ്ങനെ പതുക്കി കിടക്കും. അവകാശമുള്ളവൻ വരുവോളം രാജദണ്ഡവന്റെ കാൽക്കീഴിൽ നിന്ന് നീങ്ങിപ്പോകയില്ല. ആരവനെ എഴുന്നേൽപ്പിക്കും? ആർക്കാണ് അവനെ എഴുന്നേൽപ്പിക്കാൻ സാധിക്കുക? ചെറു കഴുതക്കുട്ടിയെ മുന്തിരിവള്ളിയോട് ചേർത്ത് കെട്ടുന്ന അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നവൻ ഒരു ദിവസം എഴുന്നേറ്റ് വരും. അവകാശമുള്ളവൻ ആ ഗോത്രത്തിൽ എഴുന്നേറ്റ് വരും. അത് യാഥാർത്ഥ്യമായി. നമുക്കതിലേക്ക് പിന്നെ വരാം ആവശ്യമെങ്കിൽ. 10 പേർക്കത്ത് പറ്റിയെന്നറിയണല്ലോ. അവരങ്ങ് പോയി. അവര് പോയി കഴിഞ്ഞപ്പോൾ മറ്റൊരു സംഭവം ഉണ്ടായി. താഴോട്ട് വായിച്ചോളൂ. എന്ത് പറ്റിയെന്ന് ഇപ്പൊ വായിച്ചില്ലേ? അപ്പോൾ അവർ അവിടെ പാർക്കുവാൻ തുടങ്ങിയപ്പോൾ യഹോവയെ ഭജിച്ചില്ല. അവിടെ നിന്ന് ആളുകളെയൊക്കെ കുടി നീക്കി മാറ്റി പാർപ്പിച്ചിട്ട് പകരം ആളുകളെ അവിടെ കൊണ്ട് പാർപ്പിച്ചപ്പോൾ അവർ ദൈവത്തെ ഭജിച്ചില്ല. ഒന്നാമത് വന്നവനെ ആരാധിച്ചില്ല. അവന്റെ കുഴപ്പമാണോ? ഇല്ല, ആരാധിച്ചില്ല. പിന്നെ അതുകൊണ്ട് യഹോവ അവരുടെ സിംഹങ്ങളെ അയച്ചു. പ്രവാചക ശബ്ദം ഉറങ്ങുന്ന മണ്ണിൽ, ദൈവശബ്ദം വ്യാപരിച്ച മണ്ണിൽ ദൈവത്തെ ആരാധിച്ചില്ലെങ്കിൽ ഒരു ശിക്ഷ. ദൈവം അവരുടെ ഇടയിൽ സിംഹങ്ങളെ അയച്ചു. അവരിൽ ചിലരെ കൊന്നുകളഞ്ഞു. സിംഹം അവരെ കൊന്നു. പിന്നെ അപ്പോൾ അവർ അശൂർ രാജാവിനെ അറിയിച്ച്, നീ നീക്കി ശമരിയ പട്ടണത്തിൽ പാർപ്പിച്ച ജാതികൾ ആ ദേശത്തിലെ ദൈവത്തിന്റെ മാർഗം അറിയായിക്കൊണ്ട് അവൻ അവരുടെ ഇടയിൽ സിംഹങ്ങളെ അയച്ചു. അവർ ആ ദേശത്തിലെ ദൈവത്തിന്റെ മാർഗം അറിയായികയാൽ അവരെ കൊന്നുകളഞ്ഞു. ദൈവത്തെ അറിയാത്തത് കൊണ്ട് വന്നവനെ സിംഹം കൊന്നുകളഞ്ഞു. പിന്നെ
അതിനെ അശ്ശൂർ രാജാവ്, അപ്പോൾ അതിനകത്ത് രാജാവ് എന്ത് പറഞ്ഞു കേൾക്കാം. നിങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്ന പുരോഹിതന്മാരിൽ ഒരുത്തനെ അവിടെ കൊണ്ടുപോകുകയും പിന്നെ അവർ ചെന്ന് അവിടെ പാർക്കുകയും അവർ ആ ദേശത്തെ ദൈവത്തിന്റെ മാർഗം അവരെ ഉപദേശിക്കുകയും ചെയ്യട്ടെ എന്ന് കൽപ്പിച്ചു. രാജാവ് മാന്യമായൊരു ഉത്തരവിട്ടു. നമ്മൾ അങ്ങനെയെങ്കിൽ പരിഹരിക്കാനൊരു വഴി, നമ്മൾ തടവിലാക്കിക്കൊണ്ടുവന്നിരിക്കുന്ന പുരോഹിതന്മാരുണ്ടല്ലോ, അവരുടെ ആ യഹൂദ പുരോഹിതന്മാരിൽ ഒരുവനെ അവിടേക്ക് അയക്കുക. അവൻ അവിടെ ചെന്ന് ആ ദേശത്തിലെ ദൈവത്തിന്റെ നാമം അവരെ പഠിപ്പിക്കട്ടെ. സിംഹം പോകും. നല്ലൊരു തീരുമാനമാണ്. ഈ പാസ്റ്റർ വരികയും ചെയ്തു, പുരോഹിതൻ ആലയം വെള്ളം കെട്ടിപ്പോക്കുകയും ചെയ്തു, ക്ലാസ് ആരംഭിക്കുകയും ചെയ്തു. കാരണം രാജാവിൻ്റെ സ്പോൺസർഷിപ്പാണ്, ആരെയും പേടിക്കണ്ട, ശമ്പളം രാജാവ് കൊടുക്കും, എല്ലാം കൃത്യമായിട്ട് കിട്ടും. പക്ഷെ ഒരു ദോഷം, അവൻ വിവിധ രാജ്യക്കാർ കൊണ്ടു നട്ട 5ഓളം പൂജാഗിരികൾ ഇടിച്ചു കളഞ്ഞില്ല. മനസ്സിലായോ? 5ഇടങ്ങളിൽ നിന്ന് കുടിയേറി വന്നവൻ കൊണ്ടുവന്ന കുട്ടിബിംബങ്ങളെ, ഉപദേവതകളെ, അവൻ പ്രതിഷ്ഠിച്ച വിഗ്രഹങ്ങളെ, അവന്റെ പൂജാഗിരികളെ ഒന്നും തകർക്കാതെ അപ്പുറത്തു മാറി ഒരു മല മുകളിൽ മറ്റൊരു ദേവാലയം പണി കഴിപ്പിച്ചു. ആ ദേവാലയത്തിൽ നിന്ന് ഉയർന്നു കേൾക്കും, ജ്ഞാനമില്ലാതെ എന്റെ ദൈവം നിനക്കുണ്ടാകരുത്, വീരസ്വർഗത്തിലും താഴഭൂമിയിലും ദൈവത്തിന്റെ സാദൃശ്യത്തിലൊന്നും ഉണ്ടാക്കരുത്. യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാനാകുന്നു നിന്റെ ദൈവം, നിന്റെ വീണ്ടെടുപ്പുകാരൻ. സ്തുതിയുടെയും സ്തോത്രത്തിന്റെയും ആരാധന ശബ്ദം മുഴങ്ങുമ്പോഴും 5ഓളം പൂജാഗിരികളെ ഇടിച്ചു കളയാതെ ആ ദേവാലയത്തിൽ മറ്റൊരു ശബ്ദം കൂടി ഉയർന്നപ്പോൾ ഇത് ദൈവനാമം ദൂഷിക്കുന്നതിന് തുല്യമാകും. എന്താ കാര്യം? ദൈവത്തെ തുലനം ചെയ്യരുത് ബിംബങ്ങളോട്, ദൈവത്തെ തുലനം ചെയ്യരുത് മനുഷ്യരോട്, ദൈവത്തെ ഓമിക്കരുത് ഭൂമിയിലെ ഒരു വസ്തുവിനോട്. അതുകൊണ്ട് സംഭവിച്ചത് ഗുണത്തെക്കാളൊരു ദോഷം. 5 പൂജാഗിരികളിൽ നമസ്കാരത്തിന് വരുന്ന രാജ്യക്കാർ 5 പൂജാഗിരികളിലും ശയനപ്രദക്ഷിണം നൽകി അവിടൊക്കെ പൂജാവസ്തുക്കൾ അർപ്പിച്ചിട്ട് 6ാമത് യഹോവയുടെ ആലയത്തിലും കിടക്കും. അങ്ങനെ 5+1 എന്ന നിലയിൽ 6ാമനായി സത്യദൈവത്തെ ചുരുക്കാനാണ് ശമര്യർക്ക് കഴിഞ്ഞത്. മനസ്സിലായോ ഗതിയുടെ ശമര്യയുടെ ചരിത്രം? ഇനി ഞാനത് പറയുന്നില്ല, നിങ്ങൾക്ക് മുഷി ഒത്തിരി പറയുന്നില്ല. ഇത്രയും മനസ്സിലായോ? അസീറിയക്കാർ ശമര്യ കൈവശമാക്കി. ശമര്യയിലെ ആളുകളെ 5 രാജ്യങ്ങളിൽ മാറ്റിപ്പാർപ്പിച്ചു. 5 രാജ്യക്കാരെ ശമര്യയിലേക്ക് കൊണ്ടുവന്നു. അവർ 5 പൂജാഗിരികൾ പണിതു. 5 ദേവീദേവന്മാരെയും ഉപദേവതകളെയും പ്രതിഷ്ഠിച്ചു. സത്യദൈവത്തെ അറിയാത്തത് കൊണ്ട് ദൈവം സിംഹങ്ങളെ ചവരിച്ചവരെ കൊന്നുകളഞ്ഞു. രാജാവിന്റെ ഉത്തരവിൻ പ്രകാരം ഒരു പുരോഹിതനെ അവിടെ കഴിച്ചു. അവൻ വന്നെങ്കിലും ജനത്തെ വചനം പഠിപ്പിച്ചില്ല. ദൈവജനത്തെ വചനം പഠിപ്പിക്കണം, ഉപദേശം പഠിപ്പിക്കണം, ദൈവം ആരെന്ന് പഠിപ്പിക്കണം. ഭൗതികമായി ഇല്ലാത്ത പെരുപ്പങ്ങൾക്കപ്പുറത്ത് ആഴമേറിയ ആത്മീയ ചിന്തകൾ ജനത്തിന് കൊണ്ടുവരണം. പാസ്റ്ററുടെ ദിവസം നാട് വിട്ടുപോയേക്കാം, ദേശം വിട്ടുപോയേക്കാം, സ്ഥലം മാറിപ്പോയേക്കാം, സഹവിശ്വാസികൾ മാറിപ്പോയേക്കാം. മാറാത്തവനായ ദൈവത്തെക്കുറിച്ചും ദൈവജനത്തെക്കുറിച്ചുമുള്ള ആഴമേറിയ ബോധ്യം ഓരോ ദൈവത്തിന്റെ ഉള്ളിലുണ്ടാകണം. ഉപരിതലത്തിൽ കാണുന്ന ഇടങ്ങൾക്ക് പിന്നാലെയല്ല, അന്തരാത്മാവിലെ കുടിപ്പാകണം. ആരാധനയെ കുറിച്ചുള്ള ബോധ്യം അത് നഷ്ടപ്പെട്ടു പോകുന്നയിടത്ത് ദൈവത്തിന്റെ നാമം 5-1 6-1 ചുരുങ്ങും വിധം അലപ്പതിക്കും. അതുകൊണ്ട് അതിന്റെ വരത്താതെ നമുക്ക് നമ്മുടെ ദൈവത്തിന് മഹത്വമർപ്പിക്കാം. നമ്മുടെ ദൈവത്തെപ്പോലെ ശ്രേഷ്ഠനായുള്ളൂ, അവരെ പോലെ പറയാനുള്ളൂ, അവരെ പോലെ ആശ്രയിപ്പാൻ കൊള്ളാവുന്നവനായുള്ളൂ, വിശ്വസിപ്പാൻ കൊള്ളാവുന്നവനായുള്ളൂ. ഈ ശ്രേഷ്ഠ ദൈവത്തെ ഇന്ന് രാത്രി ആരാധിക്കാനും ഉയർത്താനും കഴിയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഭാഗ്യം. ഹല്ലേലൂയ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഈ അസീറിയന്മാർക്ക് തോന്നി ഇനിയിപ്പോൾ വിടുന്നില്ല. താഴെ കൊണ്ടൊരു ചെറിയ ഗ്രാമവും ഒരു രാജാവും 2.5 ഗോത്രവും അതുകൂടി ഇനി പിടിക്കണം, എളുപ്പമാണ്. ഒറ്റ ദിവസത്തെ യുദ്ധത്തിനൊരുമില്ല. യഹൂദ ഗോത്രം ഉൾപ്പെടെയുള്ള ഇടം, അവിടെ ചെന്ന് യഹൂദ ഗോത്രത്തെ കൂടി പിടിച്ചാൽ വംശശുദ്ധി നഷ്ടപ്പെട്ടിട്ട് ബേത്ലഹേമിൽ ഈശായുടെ കുലത്തിൽ ദാവീദ് ഗോത്രത്തിൽ സിംഹമായ ക്രിസ്തുവിന് പിറക്കാൻ ഇടവരാത്ത വിധം സഹോദരിമാരെ, നമ്മുടെ മാതാക്കളുടെ ഉദരം മലിനമാക്കാൻ സാത്താന്യ പടപ്പുറപ്പാട് ഇവിടുന്ന് ആരംഭിക്കുമ്പോൾ ദൈവം മറ്റൊരു രാജാവിനെ ബലപ്പെടുത്തി. ആ രാജാവ് സേനയെ നയിച്ചുകൊണ്ട് ഈ രാജ്യം പിടിക്കാൻ ഇടപെട്ടു. ഒടുവിൽ യുദ്ധത്തിലൊരു അത്ഭുതം.
അസീറിയന്മാർക്കെതിരെ പടപൊരുതാൻ ഇറങ്ങിത്തിരിച്ച ബാബിലോൺ എന്നറിയപ്പെടുന്ന മറ്റൊരു രാജ്യം. താരതമ്യേന ദുർബല സാമ്രാജ്യമാണ് ബാബിലോൺ അന്ന്. പക്ഷെ അസീറിയെ മലർത്തിയടിച്ച് യഹൂദന്മാരെ മുഴുവൻ അപകരിച്ച് അങ്ങ് കൊണ്ടുപോയി. അത് പ്രഭാസമാ, പക്ഷെ അതിലൊരു വിജയമുണ്ടായിരുന്നു. എന്താ വിജയം? ബാബിലോണിൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ ആക്രമിച്ച് കീഴടക്കിയാൽ ഒരു കാരണവശാലും ബാബിലോന്യ സ്ത്രീകളിൽ മറ്റൊരു രാജ്യത്തിലെ പുരുഷന്മാർക്കും വിവാഹം കഴിച്ചു കൊടുക്കാൻ പാടില്ല. തിരിച്ചും ഇവിടുത്തെ പുരുഷന്മാർക്ക് മറ്റൊരു സമൂഹത്തിൽ നിന്നും വിവാഹം കഴിക്കുന്ന പതിവില്ല. അങ്ങനെയാണ് ശദ്രക്ക് മേശക്ക് അബേദ്നെഗോമാരും ദാനിയേലും ഒക്കെ ഉൾപ്പെടുന്ന വലിയൊരു സമൂഹം ബാബിലോന്യ പ്രവാസത്തിലേക്ക് പോയി. ആ പ്രവാസം എത്ര നാൾ നീണ്ടു? എത്ര വർഷം? 70 കൊല്ലം കഴിഞ്ഞ് അവരിഞ്ഞ് മടങ്ങി വന്നു. 70 കൊല്ലത്തെ കാര്യമല്ലോ. ചരിത്രത്തിൽ 70 കൊല്ലം ഒരു നീണ്ട പീരിയഡ് അല്ല. 70 കൊല്ലത്തിലെ പീഡയ്ക്ക് ശേഷം, പ്രവാസത്തിന് ശേഷം മടങ്ങിയെത്തിയവർ ഒരു മനോഹര ദൈവാലയം കെട്ടിപ്പൊക്കി കോരേശ് അനുവദിച്ച സൗജന്യം കൊണ്ട്. സെരുബ്ബാബേലിന്റെ കാലത്ത് ആലയം വന്നു. നെഹെമ്യാവിന്റെ കാലത്ത് മതിൽ കെട്ടി. ആരാധന ശക്തിപ്പെട്ടപ്പോൾ തൊട്ടപ്പുറത്ത് ശമരിയ എന്ന പട്ടണത്തിൽ മറ്റൊരു സ്ഥിതിവിശേഷം സംജാതമായി. ആ ശമരിയിലും മുമ്പ് കണ്ട ജനതയുടെ കൊച്ചുമക്കളെ ധാരാളമായി കാണാം. ധാരാളം പേരെ കാണാം. സ്തോത്രം. മനസ്സിലായല്ലോ? ഈ ശമരിയരുടെ കൊച്ചുമക്കളുടെ പ്രത്യേകത എന്താ? ആരാണ് ഇവരെന്നൊരു പിടിയില്ല. അപ്പൻ യഹൂദനെങ്കിൽ അമ്മ ആരെന്നൊരു പിടിയില്ല. ഇനി അമ്മ യഹൂദ സ്ത്രീ എങ്കിൽ അപ്പൻ ഏത് ഗോത്രക്കാരെന്നൊരു പിടിയില്ല. അതുകൊണ്ട് ഈ കുട്ടികളിൽ ഒരു സങ്കര സമൂഹമാണ്, ഒരു സമ്മിശ്ര സമൂഹമാണ്. 5 ദേവതകളെ പൂജിച്ച അപ്പൻ അപ്പുറത്ത് ഒരു യഹൂദ സ്ത്രീയിൽ ഒരു കുട്ടി ഉണ്ടാകുന്നു. അവൻ ആരെയൊക്കെ പൂജിക്കും ഒരു പിടിയുമില്ല. വല്ലാത്ത സ്ഥിതിവിശേഷം. കണ്ടവരെയാണ് വിളിക്കുന്നത് ശമര്യർ. പിടികിട്ടിയോ നിങ്ങൾക്ക്? ശമര്യർ ആരാന്ന് മനസ്സിലായോ? കണ്ടവരാണ് 5 ദൈവങ്ങൾ പ്ലസ് യഹോവ. എത്ര പേരുണ്ട്? യഹോവയുണ്ടോ? ഉണ്ട്. അഡീഷണൽ എത്ര ഉണ്ട്? 5. ദൈവത്തിൻ്റെ കുറവില്ല. 6 പേരെ ആരാധിക്കും മിനിമം. ഇതാണ് ശമര്യർ. അവർ നോക്കി നിൽക്കൊരു കാഴ്ച കണ്ടു. ഉത്തരഗിരിയായ സിയോൻ ഉയരം കൊണ്ട് മനോഹരവും സർവഭൂമിയുടെയും ആനന്ദം. ആ ആനന്ദത്തിന്റെ കാരണം അവിടെയാണ് ദൈവത്തിന്റെ ഏകസത്യ ദൈവത്തിന് വേണ്ടി സെരുബ്ബാബേൽ ഒരാലയം കെട്ടിപ്പൊക്കുന്നു. ആലയത്തിന് നെഹെമ്യാവ് മതിൽ കെട്ടുന്നു. മതിൽ കെട്ടി ബലവത്താക്കി ഉറപ്പിക്കുമ്പോൾ നെഹെമ്യാവിന്റെ അരികിലേക്ക് ദാ വരുന്നു ഒരു പറ്റം ശമര്യരുടെ നേതാക്കൾ. അവരുടെ പേര് നിങ്ങൾക്കറിയാം. സൻബല്ലത്തും തോബിയാവും. ഈ കക്ഷികളാണ്. അവർ എന്നിട്ട് പറഞ്ഞാൽ ഒരു ജോലിയല്ലേ, അതിന് പൈസയുടെയൊക്കെ ആവശ്യം കാണുമല്ലോ, അധ്വാനിക്കാൻ ആൾ വേണമല്ലോ. അതുകൊണ്ട് ഇന്ന് മുതൽ നമുക്കെല്ലാം പറഞ്ഞിട്ട് ഒന്നിക്കണം. അതുകൊണ്ട് ഫണ്ടത്ര വേണം. ഇതാ പിടിച്ചു. 21 ദിവസം നമ്മൾ പ്രാർത്ഥനയും കഴിഞ്ഞിരിക്കുക. നമ്മളാണെങ്കിൽ പറഞ്ഞാൽ കണ്ടോ ദൈവത്തിൻ്റെ നടത്തിപ്പേ. പൈസയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചതേ ഉള്ളൂ. ഇതാ കൊണ്ടുവരുന്നു. ഒരുത്തനെ ദൈവം ഒരുക്കി. ഞാൻ ചോദിച്ചിട്ടൊന്നുമല്ലല്ലോ, ഇനി കൊണ്ടുവന്നല്ലേ. കമ്മിറ്റി ഞങ്ങൾ ആലോചിച്ചപ്പോൾ പറഞ്ഞു പക്ഷേ വാങ്ങി. കാരണം എന്താ? നമ്മൾ ചോദിച്ചതല്ലല്ലോ. അപ്പൊ പ്രേരണ പോലെ അവൻ കൊണ്ടുവന്നതാ. അത് മേടിച്ചോട്ട്. തന്നെ കായിക ബലമുള്ള ചെറുപ്പക്കാരില്ലേ, കല്ലുപെറുക്കി വെക്കാനൊക്കെ കഴിവുള്ളവരില്ലേ, വിളിച്ചോട്ട് അവരെയൊക്കെ കൂട്ടിയോട്ട്. പക്ഷെ ഭക്തൻ എന്ത് പറഞ്ഞു? നോ, ആ ഫണ്ട് കൈവച്ചോണം. ഈ വഴി ഇനിയും വരികയും ചെയ്യരുത്. ഒന്നുകൂടി പറഞ്ഞു, നിങ്ങൾക്കോ യെരൂശലേമിൽ യാതൊരു ജ്ഞാപകവുമില്ല. ആകയാൽ അവന്റെ ഭക്തന്മാരായ നമ്മളല്ല, ഞങ്ങൾ എഴുതച്ചു പണിയും. ഈ മതിൽ കെട്ടിപ്പൊക്കും. ആരാധന വെളിപ്പെടും. ശുശ്രൂഷകളുടെ ആഴങ്ങൾ വിവരത്തിൽ ഒറ്റ വരും. ഇടിഞ്ഞു കിടക്കുന്ന യെരൂശലേം ഒരിക്കലും പണിയയില്ലെന്ന് വ്യാലോചിച്ച ഇടത്ത് ദൈവത്തിന്റെ പ്രവർത്തിക്കായി ദാഹിക്കുന്ന ഒരു ജനതയുടെ ആവിർഭാവമുണ്ടാകും. ഇതുവരെ കാണാത്ത വിധത്തിൽ ദൈവപ്രവൃത്തി വർദ്ധിക്കും. സൻബല്ലത്തും തോബിയാവും നമ്പർ മാറ്റി. ആര് പറഞ്ഞു? സംഗതി ആകപ്പാടെ വഷളാ. കാരണം
രാജാവ് മനസ്സിലാക്കിയിട്ടുണ്ടൊരു രഹസ്യം, നീ രാജാവാകാൻ ഭാവിക്കുന്നു. നുണ പറഞ്ഞാ മുന്നോട്ട് വന്നു. നുണ പറഞ്ഞ് കേട്ട നമ്മളാണെങ്കിലേ കരഞ്ഞുകൊണ്ട് കിടക്കും. സാക്ഷി പറയുന്ന ഇല്ലാതായിരിക്കും. നമ്മളൊക്കെ അങ്ങനെ പറയാൻ പോയ എന്തെല്ലാം കാര്യം കിടക്കുന്നു. നെഹമ്യാവ് ഗൗനിച്ചോ? അദ്ദേഹത്തിനറിയാം, ഈ മതിൽ കെട്ടിപ്പോക്കുന്ന എൻ്റെ കഴിവല്ല. എൻ്റെ കാരണം എനിക്ക് പണിയറിയില്ല, ഞാൻ എൻജിനീയർ അല്ല, ഞാൻ ഫുഡ് സർവീസ് ചെയ്യുന്ന, വൈനടിച്ചു കൊടുക്കുന്ന ഒരു മനുഷ്യൻ മാത്രമാണ്. എൻ്റെ കഴിവ് വെച്ച് നോക്കിയാൽ ഇതെനിക്ക് സാധിക്കുന്നൊരു പണിയല്ല. മാത്രമല്ല, ഒരു ദിവസം യെരൂശലേമിനെ കുറിച്ച് കേട്ടപ്പോൾ ഞാൻ മനം തകർന്നിരുന്ന് കരഞ്ഞു. ഈ രാജാവിന് വൈനൊഴിച്ചു കൊടുക്കുന്ന ആള് കരഞ്ഞു മനസ്സിന് സന്തോഷമില്ലാതെ ഒഴിച്ചു കൊടുത്ത രാജാവ് ഓടിച്ചു വിടുകയല്ലേ അല്ലേ? അവിടെ ഒരു ചൈതന്യമൊക്കെ വേണ്ടി അവിടെ നിൽക്കുന്ന ആൾ ഫ്രഷായിരിക്കണം. കാരണം ഗസ്റ്റിനെയൊക്കെ സന്ധിക്കേണ്ടതാണ്. സാമന്ത രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഒക്കെ വരുമ്പോൾ അവരെ ട്രീറ്റ് ചെയ്യേണ്ടതാണ്. അവിടെ മനസ്സിന് സന്തോഷമില്ലാതെ ഒരുത്തൻ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ നിന്നാൽ രാജാവ് ഓടിച്ചു വിട്ടും, ജോലി പോകും, ഈറ്റപ്പെട്ടിലെ കൽത്തുറുങ്കിൽ വരെ അടയ്ക്കാം. അതാ സ്ഥിതി. പക്ഷെ കരഞ്ഞപ്പോൾ രാജാവിന് എന്നോട് മനസ്സലിവ്. അങ്ങനെ കിട്ടിയതാ എനിക്ക് ഈ ദൗത്യം. കരഞ്ഞു പ്രാപിച്ച ഒന്നും കളയരുത്, കരഞ്ഞു കിട്ടിയതൊന്നും നഷ്ടമാക്കരുത്. കരഞ്ഞു കിട്ടിയതൊക്കെ വലിയ പ്രവൃത്തിയാണ്. കരയുന്നവർക്കേ വലിയ പ്രവൃത്തി ചെയ്യാൻ സാധിക്കൂ. മഹത്തരവും അഗോചരവുമായ പ്രവൃത്തിക്ക് ഈ ദുർബല കരങ്ങൾ അവൻ പ്രയോഗിക്കുമെന്ന് അറിയാത്ത നാളിൽ അവനെ ഉപയോഗിച്ച ദൈവമാണ്. അവന്റെ നിയോഗം കൊണ്ട് ഞാനിത് കെട്ടിപ്പോക്കുന്നത്. അതുകൊണ്ട് എന്റെ കഴിവല്ല, ബാങ്ക് ബാലൻസിന്റെ പവറല്ല, ആരെങ്കിലും വിങ്കമിക്കാനോ എന്നെ സപ്പോർട്ട് ചെയ്യാനോ ഉണ്ടെന്ന ബോധ്യമല്ല, മറിച്ച് അതിനെ അതിജീവിക്കുന്ന ദൈവകൃപ കൊണ്ട് ഞാനിത് പടുത്തുയർത്തുന്നത്. നമുക്ക് ദൈവകൃപ കൊണ്ട് ചിലതിനെ പടുത്തുയർത്താം. മാനുഷിക ബോധങ്ങളെ വിടാം, മനഃശാസ്ത്ര വീക്ഷണങ്ങളെ വിടാം. നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് പുറത്ത് പ്രവർത്തിക്കുന്ന മഹാദൈവത്തിന്റെ സ്നേഹം, അവന്റെ ഐശ്വര്യം നമ്മളിൽ വാഴട്ടെ. അപ്പൊ അവന്മാര് കാശ് കൊടുത്ത് ഒരാളെ, പ്രവാചക ശുശ്രൂഷയുള്ള ഒരാളെ ഒരുക്കിയിട്ട് ദൂത് പറയിപ്പിച്ചു. നെഹമ്യാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ദൂതുണ്ട് വാ കേൾക്കാൻ. നെഹമ്യാവ് എന്നൊക്കെ പറഞ്ഞു, സംഗതി ആകെ ഗതികേടാകും. രാജാവ് സേനയൊക്കെ ആയിട്ട് ഓടി വരുന്നുണ്ട് നിന്നെ വെട്ടാൻ. ഒറ്റ വഴിയുള്ളൂ, ഓടിപ്പോയി ആലയത്തിൽ കയറി ഒളിച്ചിരുന്നാളാൻ പറഞ്ഞു. അങ്ങനെയല്ലേ? നോവത്യ അവൾ പറഞ്ഞു വിട്ടു, പോയി ഓടിക്കൊള്ളിക്കൊള്ളാം. നമ്മളാണെങ്കിൽ ഓടി പള്ളിക്കകത്ത് കയറി എവിടെയെങ്കിലും ഒളിച്ചിരിക്കും. എന്താ നെഹമ്യാവ് പറഞ്ഞേ? എന്നെ പോലെ ഒരുത്തനോ ജീവരക്ഷയ്ക്കായിട്ട് ഓടിപ്പോകുമെന്നോ? എന്നെ പോലെ ഒരുത്തൻ എന്റെ വലിപ്പമില്ല, എന്റെ കഴിവോട്ട് പറഞ്ഞല്ല. ഓടിപ്പോകാനാണെങ്കിൽ ഇട്ടിട്ട് പോകേണ്ട എത്ര എത്ര ഘട്ടം വന്നോ, എത്ര സാഹചര്യങ്ങൾ വന്നോ. കൂടെ വന്നവർ പലരും തിരിഞ്ഞോടിയപ്പോ, കൂടെ നിലനിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷ പലരും കൈവിട്ടപ്പോ, പ്രതീക്ഷകളുടെ ഉറവകൾ വച്ചിയപ്പോ, ഞാൻ കണ്ട് പ്രതീക്ഷിച്ച പല ആളുകളും യാതൊരു വിധത്തിലും സഹായിക്കാതിരുന്നപ്പോ, സഹായ കഷ്ടങ്ങൾ അപ്രസിദ്ധമായപ്പോ, എന്നെ പിൻവലിച്ച ദൈവത്തിന്റെ സാന്നിധ്യം എന്നെ ഓർമ്മപ്പെടുന്ന കാര്യം ഞാൻ ആദ്യത്തെ വിശ്വാസത്തിന്റെ കരുത്ത് കൊണ്ടുപോയാ. എന്നെ പോലെ ഒരുത്തൻ ഓടിപ്പോകുമോ? നാണക്കാർക്കും യുവക്കാർക്കും ആരെങ്കിലും ഓടിപ്പോകുമോ? എനിക്ക് ഓടിപ്പോകാൻ കഴിയില്ല. പ്രാർത്ഥിച്ച് ജയമെടുത്ത ദൈവത്തിന്റെ വഴികൾ ഓടിപ്പോകാൻ കഴിയില്ല. ഹല്ലേലൂയ. ഓടിയില്ല. അങ്ങനെ യെരൂശലേം ദേവാലയം ഇവിടെ കെട്ടിപ്പൊക്കിയപ്പോൾ ഇവർക്ക് മനസ്സിലായി, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഈ കക്ഷികൾ തിരിച്ചുപോയത് വെറുതെ അല്ല, അത് ന്യായപ്രമാണത്തിന്റെ ഒരു ചുരുൾ അവർ വാങ്ങി, പഞ്ചരത്നങ്ങൾ. എന്നിട്ട് അതിൽ ചില തിരുത്തലുകൾ വരുത്തി. അപ്പൊ ഈ ബൈബിളിലെ തിരുത്തൽ വരുത്താനുള്ള ശ്രമം പണ്ടേ തുടങ്ങിയിട്ടുണ്ട്. തിരുവെഴുത്ത് തിരുത്തുക. ഒരു തിരുത്തും വിജയിക്കില്ല, മറ്റൊരു സത്യം. ഞാൻ ഈ തിരുത്തിനെ കുറിച്ച് തന്നെ ഒരു പ്രസംഗം പറഞ്ഞിട്ടുള്ളത് യൂട്യൂബിൽ കിടപ്പുണ്ട്. കുണ്ടറ കൺവെൻഷൻ എന്നടിച്ചാൽ കിട്ടും. അവിചാരിതമായിട്ട് പറഞ്ഞാണ്. അതിലൊരു 6-7 മിനിറ്റ് ഈ പരിഭാഷകളെ കുറിച്ചുമൊക്കെ പറയുന്നുണ്ട്. ഈ പരിഭാഷകളെ കുറിച്ചൊരു വാക്ക് പറയേണ്ടതുണ്ട്. അത് മനുഷ്യൻ ചെയ്യുന്നതാ. ബൈബിള് മനുഷ്യൻ എഴുതിയതാ. അങ്ങനല്ലേ? പരിശുദ്ധമാവ് നേരിട്ട് വന്ന് എഴുതിയാണോ? അല്ല. മനുഷ്യൻ തെറ്റുപറ്റുന്ന ദുർബലനായ മനുഷ്യൻ തെറ്റുപറ്റാത്ത ദൈവത്തിന്റെ രഹസ്യം എഴുതിയതാ. മനസ്സിലായല്ലോ? നമ്മളെപ്പോലുള്ള മനുഷ്യൻ
ദുർബലനായ മനുഷ്യൻ, കുറവുകളുള്ള മനുഷ്യൻ കുറവില്ലാത്ത ദൈവത്തിന്റെ മഹത്വം കുറിച്ചു വച്ചതാണ് ഈ തിരുവെഴുത്ത്. അതിൽ മനുഷ്യൻ പറഞ്ഞുണ്ട്, ദൈവം പറഞ്ഞുണ്ട്, സ്ത്രീ പറഞ്ഞതുണ്ട്, പുരുഷൻ പറഞ്ഞതുണ്ട്, പാമ്പ് പറഞ്ഞതുണ്ട്, കഴുത പറഞ്ഞതുണ്ട്, മൃഗം പറഞ്ഞതുണ്ട്, ദാവീദ് പറഞ്ഞതുണ്ട്, പൗലോസ് പറഞ്ഞതുണ്ട്, ദൂതൻ പറഞ്ഞതുണ്ട്, ദൈവം പറഞ്ഞതുണ്ട്, യേശു പറഞ്ഞതുണ്ട്, പിശാച് പറഞ്ഞതുണ്ട്, കള്ളൻ പറഞ്ഞതുണ്ട്. ഇല്ലേ? ഉണ്ടോ? അതിൻ്റെ ഒരു സൗന്ദര്യം കൂടി ഞാൻ പറയാം. ലോകത്ത് ഏറ്റവും അധികം പരിഭാഷ ഉണ്ടായ കൃതി ബൈബിളാണ്. ആ പരിഭാഷകളെല്ലാം ഒന്നും കുറ്റമറ്റതല്ല, കുറ്റമില്ലാത്തൊരു പരിഭാഷയില്ല. പക്ഷേ അതിൻ്റെ ആ കണ്ടന്റ് ഉണ്ടല്ലോ, ഉള്ളടക്കം മൊത്തം എടുത്താൽ ഉള്ളടക്കത്തിന് വ്യതിയാനം വരുത്താൻ ദൈവം ആരെയും അനുവദിച്ചില്ല. കാരണം ഈ പുസ്തകം നമ്മൾ വില കൊടുത്ത് വാങ്ങിയതാണെങ്കിലും ഉടമ ദൈവമാണ്. എൻ്റെ ബൈബിളെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും നമ്മുടെ അല്ല ബൈബിള്, ബ്രാൻഡായി പുസ്തകം, ഉടമയുടേതായി പുസ്തകം. സ്തോത്രം. ഈ ഇസ്ലാം സഹോദരങ്ങളുമായിട്ട് എനിക്ക് ഡിബേറ്റ് ഉണ്ട്. അല്ല, അവർ പറഞ്ഞത് ബൈബിള് ദൈവവചനം തന്നെയാണ്, പക്ഷെ അള്ളാഹുടെ വചനമാണിത്. പക്ഷെ മനുഷ്യനിത് തിരുത്തി. ഞാൻ പറഞ്ഞു, ഈ ദുർബലനായ മനുഷ്യൻ തിരുത്തുമ്പോൾ അത് സൂക്ഷിക്കാൻ കഴിവില്ലാത്ത എന്തോ അല്ല, ഞാനിത് തിരുത്തുമെന്ന് അറിയുമല്ലോ, ഞാൻ നിങ്ങളെല്ലാം കൂടി പണി ഒപ്പിക്കുമെന്ന് അറിയുമ്പോൾ ഒരു മലക്കിനെ വിട്ട് ഇത് ചെയ്യരുതെന്ന് പറയിപ്പിക്കാൻ ത്രാണിയില്ലാത്ത ആള് എന്തിനാളായിട്ട് ചെയ്യുക? സ്വന്തം വിളംബരം സൂക്ഷിക്കാൻ കഴിയാത്ത ആള് നമ്മളോട് പറയും സൂക്ഷിച്ചോളാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഇത് പറഞ്ഞ ആളിനെ കേട്ട് നമ്മൾ അത്ഭുതപ്പെടും. നമ്മുടെ കൂടെ നിന്ന് വിശ്വാസിയായിട്ട് ദീർഘനാളുകൾ ജീവിച്ചൊരു മനുഷ്യന്റെ മകൻ മുസ്ലിമായിട്ട് മാറി, അവൻ പേരും എല്ലാം മാറ്റി വലിയൊരു താടിവാലായിട്ട് ഇങ്ങനെ ജീവിക്കുക. പെരുമ്പാവൂരുണ്ടാണ്. ഞാൻ മുഹമ്മദ് ഈസയ്ക്ക് മറുപടി എന്ന പേരിൽ സംസാരിക്കുന്ന ആ യൂട്യൂബിലെ സന്ദേശം നിങ്ങൾ കേൾക്കണം. 1 മണിക്കൂറോളം ഉണ്ട്. അത് ബൈബിളിൻ്റെ ഈ തിരുത്തിനെ കുറിച്ചൊക്കെ ഉള്ള പ്രയോഗമാണ്. അവിടെ അത് കേൾക്കേണ്ട കാരണം ഇവർ പറയുന്നത് ബൈബിൾ തിരുത്തി. അതെവിടെ തിരുത്തി, എങ്ങനെ തിരുത്തി എന്നൊന്നും ആര് തിരുത്തി എന്നൊന്നും പറയാൻ അറിയില്ല. ഏറ്റവും വലിയ പോഷക അത്. കാരണം യേശു പിറവികളുടെ മുമ്പേ പഴയ നിയമം ലോകത്തെല്ലായിടവും പ്രചരിച്ചു. യേശു പിറവികളുടെ മുമ്പ് ഏത് പുസ്തകം എങ്ങനെ തിരുത്തുന്നത്? ഇപ്പം നിങ്ങളുടെ ഒരാൾ ബൈബിൾ തിരുത്താൻ നോക്കി നോക്കോ? കാരണം നിങ്ങൾ തിരുത്തായിരുന്ന ഞങ്ങളുടെ വേറെ ബൈബിളുണ്ട്. ആ ബൈബിൾ നിങ്ങളുടെ പോവല്ലാതെ ഒറിജിനൽ പുസ്തകം പോവോ? ഇല്ല. പക്ഷെ മനുഷ്യൻ്റെ പരിഭാഷകളിൽ അവൻ്റെ ഭാഷാപരമായ പരിമിതികൾ പ്രതിഫലിച്ചു. അതാ സത്യം. മനസ്സിലായോ? ഭാഷാപരമായ പരിമിതികൾ. നായരും മേനോനും ഒക്കെയാണ് മലയാള പുസ്തകം തന്നെ. അതിൻ്റെ ഒരു ശൈലിനകത്തുണ്ട്. പട്ടണ മേനവന്മാർ എന്നൊരു പ്രയോഗമുണ്ടോ? അപ്പോസ്തലപ്രവൃത്തി വായിച്ചാൽ പട്ടണ മേനവന്മാർ. മുനിസിപ്പൽ കൗൺസിലറെ വിളിച്ചാണ് പട്ടണ മേനവൻ. കാരണം മേനോനെ അവകാശപ്പെടുത്തിയ അതുകൊണ്ടാണ് പുള്ളി എന്തിട്ടു പട്ടണ മേനവൻ. എസെക്കിയേൽ പറഞ്ഞു യഥാ മാതാ തഥാ പുത്രി. സംസ്കൃത പ്രയോഗമാണ്. അങ്ങനെയൊക്കെ എത്രയുണ്ട്. കാർത്തികയെയും മകയിരത്തെയും നിനക്ക് നടത്താമോ, സപ്തർഷികളെയും മക്കളെയും നിനക്ക് നടത്താമോ ഇത്യാദി പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. കാരണം സംസ്കൃത സ്വാധീനം. അങ്ങനെ വരുന്ന ചിലയിടത്ത് അവ്യക്തത തോന്നിയാൽ എന്ത് ചെയ്യണം? നമ്മൾ ബൈബിൾ വായിച്ചു വരുമ്പോൾ ചില ഭാഗത്ത് അവ്യക്തത തോന്നുമ്പോൾ എന്ത് ചെയ്യണം? വായന നിർത്തിയിട്ട് എണീറ്റ് പോകണം. അല്ലേ? മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് ഇത് കിടക്കുന്നു പറഞ്ഞാൽ അങ്ങനെയാണോ? മറ്റു പരിഭാഷയിൽ എത്തു നോക്കണം. അപ്പോൾ കുറ്റമറ്റ പരിഭാഷ ഏതാന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഒരു പരിഭാഷയും കുറ്റമറ്റല്ല. പക്ഷെ ത്രണ്ട് ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളടക്കത്തെ തകർക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. 1611 ഇറങ്ങിയ കിങ് ജെയിംസ് വേർഷനാണ് ഓത്തറൈസ്ഡ് കിങ് ജെയിംസ് വേർഷൻ എന്നാണ് പറയുന്നത്. പക്ഷെ അതിലും നല്ലത് മലയാള പുസ്തകം ഞാൻ പ്രസംഗിക്കാറുണ്ട്. പഴയ പ്രസംഗം നോക്കിയത് കേൾക്കാം. വൈ നമ്മളാണ് ഈ കറക്റ്റായിട്ട് ആളുകളുടെ പേര് പറയുന്നത്. ഈ പേര് പറയാൻ ഞാൻ പറഞ്ഞ ഈ പേര് വിളിച്ച് സൗഖ്യമാക്കുന്ന കഥയല്ല പറഞ്ഞേ. 10,000 പേര് കുട്ടപ്പൻ നിന്റെ ഒലിവേന മാറുന്ന രാത്രി ഇതെന്നല്ല ഞാൻ പറഞ്ഞു. അങ്കച്ചൻ നിന്റെ കെട്ടഴിക്കാൻ പോവാണ് ഇതൊന്നുമില്ല. ഓശാമ നിന്റെ റായിലെ മുടന്ന് ഇപ്പൊ തന്നെ മാറ്റും റൈറ്റ് നൗ ഇതൊന്നുമല്ല ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് മാത്യു എന്നല്ല ശരിയായ പേര്, മത്തായി എന്നാണ്. അങ്ങനെ മൂലഭാഷ കിടന്നു. ലൂക്കല്ല ശരി, ലൂക്കോസാണ്. മാർക്കല്ല ശരി, മാർക്കോസാണ്. മനസ്സിലായോ? യേശു കർത്താവിൻ്റെ പേര് പോലും സാഹിബ് തെറ്റിച്ച പറയും. ആട്ടെ,
കർത്താവിൻ്റെ യഥാർത്ഥ പേര് എങ്ങനെയാണെന്ന് അറിയണ്ടേ? യഹോശുവ. എങ്ങനെയാ? യഹോശുവ. യാഹ്വേ, യാശ്വ. ഈ രണ്ട് പദങ്ങളുടെ സമന്വയമാണ് യഹോശുവ. എന്തോ യാഹ്വേ എന്ന് പറഞ്ഞാൽ യഹോവ, യാശ്വ അർത്ഥം സേവ്യർ, രക്ഷകൻ. യാഹ്വേ യാശ്വ ചേരുമ്പോൾ യഹോശുവ. ഓക്കെ, അതിനോട് ചേർന്ന് നിൽക്കുന്ന പദപ്രയോഗമാണ് യേശു. അത് കറക്റ്റായിട്ട് ഇവിടെ നമ്മുടെ കുഞ്ഞുങ്ങളാ യേശു. അതാ ശരി. കുഞ്ഞിനല്ല തെറ്റിയത്, നമുക്കാ തെറ്റിയത്. ഒരു വിധത്തിലും തലകുത്തിരുന്ന സായിപ്പിന് വഴങ്ങാത്തോണ്ട് അയാൾ പേരിട്ടു ജീസസ്. നമ്മളത് കേട്ട് പറയാ ഓ ജീസസ്. അയാൾക്ക് മറിയ യേശു കർത്താവെന്ന് വിളിച്ചോ. യേശു ശരി പറയോ? അതാ കറക്റ്റ്. അല്ല ജീസസ് അല്ല. പ്രീറ്റിയോ? ഈ സാഹിബിന് 2-3 വർഷം കിട്ടത്തില്ല. കോഴിക്കോടെന്ന് അവൻ പറയാൻ വേണ്ടി പറ്റിയില്ല. അങ്ങനെയിട്ട് കാലിക്കട്ടം. തിരുവനന്തപുരം ഒന്നും വലിയപ്പം നോക്കിയാൽ പറയാൻ പറ്റിയില്ല. എങ്ങനെ ഇട്ടു മനസ്സിലായോ എൻ്റെ കാര്യം? അത് ഇൻഡോ യൂറോപ്യനാണ് ഭാഷ. അങ്ങനെ ടീച്ചറുണ്ട് മലയാളം അറിയാവുന്ന. ഇൻഡോ യൂറോപ്യൻ. ഇപ്പം ഇൻഡോ യൂറോപ്യൻ ഭാഷകളിൽ പെടും ഇതൊക്കെ. സമയമുണ്ടെങ്കിൽ നമുക്ക് ഈ 9-ന് ശേഷം ഇരുന്ന് അല്പം നേരെ സംസാരിക്കാം. അപ്പോൾ ഇൻഡോ യൂറോപ്യൻ ഭാഷക്കാർക്ക് സെമിറ്റിക് ഭാഷ വശാവില്ല. ഞാനിത് പറയുമ്പോൾ രസകരമായൊരു കാര്യം കൂടി പറയാം. ഇത് പറയുന്നതൊക്കെ പറയുന്ന എനിക്ക് ഈ കേരള സാഹിത്യ അക്കാദമിയിൽ പ്രസംഗിക്കാനൊരു അവസരം കിട്ടി. സർക്കാർ ചെലവിലാണ്. നമുക്ക് സർക്കാർ ചെലവിൽ ബൈബിൾ പ്രസംഗിച്ചൊരു ഉപദേശി ഞാൻ മാത്രമേ. വണ്ടിക്കൂലിയൊക്കെ സർക്കാർ തന്ന് പ്രസംഗിച്ചു തൃശ്ശൂരിലെ കേരള സാഹിത്യ അക്കാദമി. അപ്പം ഉപദേശിയായിട്ട് ഞാനുള്ളൂ. ഇപ്പം തന്നെ ഉപദേശിയായിട്ട് ഞാനേ ഉള്ളൂ. മിക്കവാറും എല്ലാം പാസ്റ്റർമാരാണ്. ഞാൻ ഉപദേശിക്കുന്ന വെല്ലുവിളിത്താറുള്ളൂ. കാരണം ഈ സിംഹവാലം കുരങ്ങന്മാർക്കും ഉപദേശിമാർക്കും വംശനാശ ഭീഷണിയാണ്. ആ കുരങ്ങും ഇല്ലാതെ വരികയാണ്. ഇവിടെയൊക്കെ ചെറുപ്പത്തിൽ എല്ലാം ഉപദേശിയെന്നാണ് വിളിക്കുന്നത്. ക്ഷതിപ്പാലും വിളിക്കാൻ തയ്യാറാകുന്നത്. സ്ഥിതി എങ്ങനെയാണ്? ഇപ്പം എന്നോട് ചെന്നപ്പോഴേ കാര്യമൊക്കെ ചോദിച്ചു. ഇതെല്ലാം എഴുതി വഴിക്ക് വെച്ചു. പ്രൊഫഷൻ ഞാൻ പറഞ്ഞു ഉപദേശി. ലാസ്റ്റ് അവർ എന്നോടുള്ളൊരു താല്പര്യം കൊണ്ട് ക്രിസ്ത്യൻ പ്രീസ്റ്റ് എന്നാക്കി. ക്രിസ്ത്യൻ പ്രീസ്റ്റ്. അപ്പോൾ അനൗൺസ് ചെയ്ത ആൾ പറഞ്ഞു ഫാദർ അതിൽ കൊടുത്തോട്ടെന്ന് പറഞ്ഞു. എന്നോട് അടുത്തിരുന്ന് അടിച്ചു ഫാദർ ആണെന്നില്ല. പറഞ്ഞാൽ പോപ്പിനേക്കാൾ അധികാരമുണ്ട് എനിക്കത് പറയാം. നല്ല ചങ്കുറപ്പുണ്ട്. ക്രിസ്ത്യനിക്കാരൻ വത്തിക്കാനിലെ പോപ്പിനേക്കാൾ എനിക്ക് അധികാരമുണ്ട്. അങ്ങനെ വിളിക്കപ്പെടാൻ ഫാദർ. മക്കൾ 3 അർത്ഥത്തില്ല. നമ്മളെ ഫാദർ ആണെങ്കിലും നമ്മളെ ഫാദർ എന്ന് വിളിച്ചാൽ തെറ്റിക്കണ്ട. പിന്നെ കൈകൊണ്ട് പറഞ്ഞോണം നമ്മുടെ ഫാദർ. ഇനി വിവാഹം കഴിച്ചു കുഞ്ഞുങ്ങളായില്ലെങ്കിലും നിങ്ങൾ അങ്ങനെ ഫാദർ എന്ന് വിളിച്ചാൽ തിരിതിരിക്കണം. ഇല്ല, കാരണം 100-ാം വയസ്സ് വരെ കുഞ്ഞുങ്ങളെ തരാമെന്ന് വാഗ്ദത്തത്തിനകത്ത് കിടക്കുക. അതുകൊണ്ട് 100 വയസ്സുള്ള ആളും കുഞ്ഞുങ്ങളെ പറഞ്ഞോണം മക്കളായില്ലെന്നേ ഉള്ളൂ. എപ്പോഴും ആകും ഫ്രീ. പ്രായമൊന്നും തടസ്സമല്ല. പുസ്തകം കൊണ്ടാവും വഴി നടക്കാൻ. ചുമ്മാണോ ഇല്ലെങ്കിൽ നടക്കും. എഴുതി വെച്ചിരിക്കുക കാര്യങ്ങളല്ല. ചുമ്മാ നടക്കാൻ ചെയ്തില്ലേ. 100 വയസ്സ് വരെ കുഞ്ഞിനെ കിട്ടിയ കഥയുള്ള പുസ്തകം ഇത്. കണ്ട് അതോർത്ത് ഭയപ്പെടേണ്ട കാര്യമില്ല. അപ്പം ഞാനിങ്ങനെ ക്ലാസ് എടുത്തോണ്ടിരിക്കേ ഞാനീ ബൈബിളിനെയും കർത്താവിനെയൊക്കെ ഉയർത്തി പറഞ്ഞ് കേട്ടപ്പോൾ ഒരു പെൺകുട്ടിക്ക് പറ്റാത്ത വെറുക്കും. അത് വെച്ചു. ഇന്നലെ ഈ ബൈബിള് മലയാളിയെ സ്വാധീനിച്ചു എന്ന് ഒത്തിരി നേരം പറഞ്ഞല്ലോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഈ യേശു ക്രിസ്തു സർവജ്ഞാനിയായിരുന്നല്ലോ. യേശു മലയാളം അറിയായിരുന്നു. അല്ല, പെൺപിള്ളേരൊക്കെ ഒരു ബോധം പോലെ പോകും. റിസർച്ച് സ്കോളറാണ്. നമ്മൾ അറിയാം. യേശുവിനെ അറിയാത്തൊരു ഭാഷയില്ല. അപ്പം നമ്മൾ പറഞ്ഞു നമ്മുടെ നാട്ടിൽ നിന്ന് വലിയ സർവജ്ഞാനിയാന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. പക്ഷേ ഇംഗ്ലീഷ് അറിയത്തില്ല. ഇന്നലെ ഞാൻ പറഞ്ഞു ഞങ്ങൾ അല്ല ശ്വാസത്തോടെ ഐക്യരാഷ്ട്ര സഭയിലൊക്കെ പ്രസംഗിക്കും മലയാളത്തിലാണ് തട്ടുന്നത്. ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആൾ നിർത്തിയിരിക്കുക അപ്പുറത്ത്. സർവജ്ഞാനിയാണ്. പിന്നെ ഇംഗ്ലീഷിൽ പറഞ്ഞപ്പോരെ പറയുന്നുണ്ടോ? ഇല്ല. യേശു കോടതി കയറി ഗ്രീക്കാ പറഞ്ഞ്. ക്ലാസിക്കൽ ഭാഷയാണത്തെ. കാരണം കോടതിക്ക് അരാമിക്ക് വേണ്ട. പിടിയോ കോടതിക്ക് നമ്മൾ സുപ്രീം കോടതി കേരള ഹൈക്കോടതി വരെയൊക്കെ മലയാളം പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷെ അങ്ങ് എന്നാ സുപ്രീം കോടതി ചെന്നാൽ മലയാളം പറഞ്ഞാൽ മനസ്സിലാവുമോ? ഒന്നീ ഹിന്ദി വേണമെങ്കിൽ ഇംഗ്ലീഷ് വേണം. അതിനെ വക്കീലൊക്കെ നിൽക്കും നമുക്ക് വേണ്ടിയിട്ട്. യേശുവിനോട് പീലാത്തോസ് ചോദിച്ച ചോദ്യമുണ്ട്. യേശുവിനെ പിടിച്ച് പ്രതിക്കൂട്ടി നിർത്തിയിട്ട് പീലാത്തോസ് ഔദ്യോഗിക ഭാഷയിൽ ഗ്രീക്കിൽ അങ്ങോട്ട് ചോദിച്ചോ, ഓ യേശൂസ് നാസറൻ ഐ മീ ബെസേലിയൂസ് യേശൂസ് നാസറേനായ യേശുവേ നീ രാജാവാണോ?
യേശുവിന്റെ മറുപടി, ഓ പൊന്തിയൂസ് പീലാത്തോസ്, ഏയ് നീ പീലാത്തോസ് ബെസേലിയോസ്, ഞാൻ രാജാവ് തന്നെ. വിചാരണയിൽ ഇരിക്കാൻ പറഞ്ഞു, പഠിപ്പിച്ചപ്പോൾ അരാമിക്കാൻ പറഞ്ഞു. പക്ഷെ മലയാളം പറഞ്ഞെന്നാ ഞാൻ വാദിക്കുന്നു. ശ്രദ്ധിച്ചു കേൾക്കണം ഇനിയുള്ളത്. സന്തോഷമാണോ? നമുക്ക് ഈ കച്ചവടം, നമ്മുടെ നാടുമായിട്ടുള്ള കച്ചവടം പണ്ട് മുതലേ ഉണ്ട്. സോളമൻ ദ ഗ്രേറ്റിന്റെ കാലം മുതൽ നമ്മൾ ഇസ്രയേലും തമ്മിൽ നല്ല കച്ചവടമാണ്. നമ്മളിവിടെ കൊടുക്കുന്നത് ആനക്കൊമ്പും മയില് ചന്ദനത്തരങ്ങൾ, ഇതിനെല്ലാം കയറ്റിവിടും. ഓക്കെ, കുരുമുളകൊക്കെ ഇങ്ങനെ കയറ്റിവിടും, കപ്പലെ കയറ്റി. തിരിച്ച് നമുക്കിങ്ങോട്ട് കിട്ടുന്ന പൊന്നാണ്, അറബി പൊന്ന്, ഓഫീരിലെ പൊന്ന്, വിലപിടിപ്പുള്ള വസ്തുക്കൾ. ഉത്തമ രീതി പറയാൻ, ഞങ്ങൾ നിനക്ക് സുവർണ സരപ്പടി മാല ഉണ്ടാക്കി തരാം. അന്ന് ഇങ്ങനെയൊക്കെയുള്ള സാധനം തന്നു. ഈ നിലവരൊക്കെ ഇരിക്കുന്ന സാധനമൊക്കെ എങ്ങനെ വന്നു? ഇവിടെ നിന്നൊക്കെ വന്ന സംഗതികളാണ്. അവ ശേഖരിച്ചു. പകരം നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന എന്താ? കുരുമുളക്. നമ്മൾ ഈ കുരുമുളക് കൊടുക്കുന്നുണ്ട്. ഈ കുരുമുളകിനോടുള്ള വിദേശികളുടെ ആർത്തി കണ്ട് ചരിത്രകാരന്മാർ അത്ഭുതപ്പെട്ടു. എത്ര കുരുമുളക് കിടക്കുമോ ആ തൂക്കത്തിലാണ് നമുക്ക് ഇങ്ങോട്ട് പൊന്നു തരുന്നത്. എന്നിട്ടും നമ്മുടെ കാരണന്മാരെ മുഖം തെളിയില്ല. ഇപ്പം ഇങ്ങനെ ഭാഷ അറിയാത്തവരിങ്ങോട്ട് ഇത് തരും, നമ്മളിത് അങ്ങോട്ട് കൊടുക്കും. ഇതെല്ലാം കഴിഞ്ഞ് കുറേയൊക്കെ സ്വർണം തട്ടിക്കൊടുക്കും. പിന്നെയും കിട്ടാൻ വേണ്ടി തട്ടിക്കൊടുത്തിട്ട് അവൻ്റെ ഭാഷയിൽ തൃപ്തിയായോ എന്ന അർത്ഥത്തിൽ ഏതാണ്ട് ചോദിച്ചപ്പോൾ നമ്മുടെ മുതുമുത്തച്ഛൻ അവനെ കണ്ടു പറഞ്ഞു, ആ ആമാ ആമാ. പിന്നെ അവന് മനസ്സിലായി യേസ് എന്ന് പറയാൻ തമിഴനും ചേര ചോളപാണ്ഡ്യം അന്നത്തെ രാജ്യമുണ്ടല്ലോ, അവർ പറയുന്ന പദപ്രയോഗമാണ് എന്താ? ആമാ. അവനും തിരിച്ച് നമ്മളങ്ങോട്ട് കൊടുത്തു. കുരുമുളക് കൊടുത്തു കഴിയുമ്പോൾ ചുമളി വെച്ചു, മതിയോ? ആ. നമ്മൾ അവന് കൊടുത്തു, അവൻ നമുക്കും തന്നു. ആമാ. അവൻ ഇതും കൊണ്ട് അങ്ങി എന്നിട്ട് അതോടുകൂടി അരാമിക് ഭാഷയുടെ അവസാനത്തിൽ വരുന്ന ഏൻ ശബ്ദം അഡീഷണലി കൂട്ടിച്ചേർത്തു. അങ്ങനെയാണ് ആമേൻ എന്ന പദം ഉണ്ടാകും. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, നമ്മളിത് പണ്ടേ പറഞ്ഞാണ് ആമേൻ. യെസ്, തിരുവെഴുത്ത് പറയാ, ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ. ഒന്നുണ്ടല്ലേ, ഞാൻ 100 പദങ്ങൾ 168 പദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തൊക്കെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ പോട്ടെ, അത് കേന്ദ്ര സർക്കാർ ലൈബ്രറിയിലും ഒക്കെ ഉണ്ട് ഈ പറഞ്ഞ സംഭവങ്ങൾ. ഞാൻ അങ്ങോട്ടൊന്നും വിശദീകരിക്കുന്നില്ല, ഒറ്റവാക്കി പറഞ്ഞുകൂടാ. അപ്പം നമുക്ക് സൻബല്ലത്തും ദോയാവൊക്കെ പോയി ബൈബിൾ തിരുത്തി ഓട്ടത്തുണ്ട്. തിരുത്തൽ പ്രക്രിയ അങ്ങോട്ട് ആരംഭിച്ചു. തിരുത്തി വരും വഴിക്ക് അവരേറ്റവും ശ്രദ്ധ കൊടുത്ത 1-2 വിഷയങ്ങളിലേക്ക് പോകാം. ഞങ്ങളെ യെരൂശലേമിൽ ആരാധനയ്ക്ക് ചേർക്കില്ല, ഞങ്ങളെ യാഗാദി കർമ്മങ്ങളിൽ നിന്ന് വിലക്കുന്നു, ശമരിലാണെന്ന കാരണത്താൽ ഒഴിവാക്കുന്നു. പകരം ഇനി അങ്ങോട്ട് പോകുന്നതിനേക്കാൾ നല്ലത് മറ്റൊരാരാധന ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. അതിന് ഞങ്ങൾക്കൊരു പ്രമാണം വേണം. അങ്ങനെ ശമര്യർ പുനർനിർമ്മിച്ച പഞ്ചഗ്രന്ഥത്തെ വിളിച്ചു ശമര്യരുടെ പഞ്ചഗ്രന്ഥം. കേട്ടല്ലോ, ശമര്യരുടെ പഞ്ചഗ്രന്ഥം. അപ്പൊ ശമര്യരുടെ പഞ്ചഗ്രന്ഥത്തിന് ചില കുഴപ്പങ്ങളുണ്ട്, അത് ആദ്യം പറയാം. അതിൽ വരുത്തി 2-3 പ്രബല തിരുത്ത്. 1 തിരുത്തുകളിൽ ഒന്നാമത്തത് എന്ന് കേൾക്കുക. അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം കഴിച്ചത് മോറിയ മലയിലല്ല. ഇത് ഞാൻ പറഞ്ഞല്ല, പിന്നെ ശമര്യര്. ഇപ്പൊ ഞാനാ പറഞ്ഞു. അവർ പറഞ്ഞു പകരം ഇവിടെ ഒരു മലയുണ്ട് ഈ ശമരിയിൽ, അതിൻ്റെ പേര് ഗരസീം. ആ ഗരസീമിലാണ് യാഗം കഴിച്ചത്. മനസ്സിലായല്ലോ? 2ാമത്തെ തിരുത്ത്, വിശ്വാസികളുടെ പിതാവ് അബ്രഹാം അല്ല, അത് യാക്കോബാകുന്നു. 3ാമത്തെ തിരുത്ത്, അവരുടെ പ്രവേശന കവാടമായ സുക്കാർ എന്നൊരു സ്ഥലമുണ്ട്. ആ സുക്കാറിൽ ഒരു കിണറുണ്ട്. ആ കിണറ്റിലാണ് വർഷങ്ങൾക്കപ്പുറത്ത് തങ്ങളുടെ പൂർവികനായ യോസേഫിനെ മറ്റു ഗോത്രങ്ങൾ കൂടിയിട്ടത്. എപ്പോൾ യോസേഫിനെ അവിടെ നിന്ന് പുറത്തെത്തിച്ചു, അപ്പോൾ വെള്ളം വന്നു നിറഞ്ഞു. അതുകൊണ്ട് ഈ കിണർ യാക്കോബ് ഞങ്ങൾക്ക് തന്നു, യോസേഫ് കുലത്തിന്. വാസ്തവത്തിൽ യോസേഫിനെ ഇട്ട കിണറും ഈ സ്ഥലവും തമ്മിൽ ഒരു ബന്ധമില്ല. ഇവരുണ്ടാക്കിയ തിരുത്തുകളിൽ ചിലതാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? ആ
അങ്ങനെ ആകപ്പാടെ ചരിത്രം തെറ്റായി വ്യാഖ്യാനിക്കുന്ന പഞ്ചരന്ധ്രം നിർമ്മിച്ചുകൊണ്ട് അവർ യഹൂദന്മാർക്കെതിരെ ഒരു ബദലാത്മീയതയായി ഗെരസീമിൽ ആരാധന കഴിച്ച് പോന്നു. അവർക്കതുകൊണ്ട് തന്നെ ശുദ്ധീകരണ നിയമങ്ങളിൽ വ്യത്യാസം, ഭക്ഷിക്കാൻ പാടില്ലാത്തതും ഭക്ഷിക്കേണ്ടതും തമ്മിൽ ഏറെ വ്യത്യാസം. യഹൂദന്റെ ശീലങ്ങൾക്ക് ഘടക വിപരീത ദിശയിൽ പല രീതികൾ, പല കാഴ്ചപ്പാടുകൾ, പലതരം ആത്മീയതകൾ പറയുമ്പോൾ പറയും അവരും യഹോവയെ ആരാധിക്കുന്നു, അവരും സത്യദൈവത്തെ ആരാധിക്കുന്നു. അങ്ങനെ ഇരിക്കെ രക്ഷ വരുന്നത് യഹൂദ ഗോത്രത്തിൽ നിന്നാകുമെന്ന് പ്രവാചകന്മാർ പ്രവചിച്ച ആ ഗ്രന്ഥ ചുരുളും ഇവരുടെ പക്കലുണ്ട്. പരമാവധി മാറ്റം വരുത്തിയിട്ടും പുസ്തകം അടിമുടി മാറ്റാൻ ശ്രമിച്ചിട്ടും ഇന്ന് പഞ്ചഗ്രന്ഥം ശമരിന പഞ്ചഗ്രന്ഥമല്ല നിലനിൽക്കുന്നത്, യഹൂദന്മാർ ഉപയോഗിച്ച പഞ്ചഗ്രന്ഥമാണ്. ലോകത്തെവിടൊക്കെ തെറ്റിക്കാത്ത വെച്ചാൽ സത്യഗ്രന്ഥം എല്ലാത്തരം പ്രതികൂലങ്ങളെയും അതിജീവിച്ചുകൊണ്ട് കരുത്തോടെ മുമ്പോട്ട് പോകും. അതാ വചനത്തിന്റെ ശക്തി, അത് എഴുതിയവന്റെ ശക്തിയല്ല, അത് പ്രേരിപ്പിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തി, നിയോഗിച്ച ദൈവത്തിന്റെ കൃപ. അതുകൊണ്ട് ഈ വചനമാണ് നമ്മുടെ കയ്യിൽ ഇന്നിരിക്കും. ഒറ്റ വചനം. ഹല്ലേലൂയ. അപ്പോൾ ചില കാര്യങ്ങൾ കൂടി പറയട്ടെ. ഇവിടെ ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി. ഈ രണ്ടു കൂട്ടരും മടങ്ങി വന്ന് യഹൂദ പ്രബലമായൊരു രാജ്യമായി വളർന്നു വരുമ്പോൾ, യേശുവിൻ്റെ കാലമെത്തിയപ്പോൾ റോമൻ സാമ്രാജ്യം ശക്തിപ്പെട്ടപ്പോൾ ശമര്യർ എന്ന് പറയുന്ന ഈ സമൂഹം ഇസ്രയേലിന്റെ നടുക്കാണ്. അതിൻ്റെ തെക്കാണ് യഹൂദ പഴയ രാജ്യം, അതിൻ്റെ വടക്കാണ് ഗലീലിയ, അതും യഹൂദന്മാരാണ്. നടുക്ക് കുറെ ശമര്യർ. വടക്കും തെക്കുമുള്ള ആളുകൾ വേണ്ടപ്പെട്ടവരാണ്, പക്ഷേ ഇവർക്ക് സഹകരണം കുറഞ്ഞു. കാരണം വേറൊന്നല്ല, ശമര്യരുടെ പട്ടണം വഴി പോകാനുള്ള ബുദ്ധിമുട്ട്. ഇങ്ങനെ പോകുമ്പോൾ ആഹാരം ഘടകമ്പോളങ്ങളിൽ നിന്ന് വാങ്ങിക്കഴിക്കണം. ശുദ്ധീകരണ നിയമം അനുസരിച്ചുള്ള ഭക്ഷണമാണോ, ശുദ്ധീകരണ ക്രിയകൾ കറക്റ്റാണോ, ലേവ്യപുസ്തകത്തിലെ ചിന്തകൾ മാനിക്കുന്നുണ്ടോ, ഈ ഭയം നിമിത്തം യഹൂദൻ ഇവരുടെ ഭക്ഷണം നിഷിദ്ധം, ഇതുവഴി യാത്ര നിഷിദ്ധം. അതുകൊണ്ട് യഹൂദൻ 3 ദിവസത്തെ വഴി ദൂരം കടങ്ങിപ്പോകും. ഇതുവഴി പോയാൽ 1 ദിവസം. ഈ 2 വഴിയും തമ്മിൽ വേർതിരിയുന്ന ആ ജംഗ്ഷൻ പറയുന്ന പേരാണ് സുക്കാർ. മനസ്സിലായല്ലോ? സ്ഥലം മനസ്സിലായോ? 1 ദിവസം യേശു ശിഷ്യന്മാരും സുക്കാർ എന്ന പട്ടണത്തിലൂടെ അങ്ങ് ഗലീലിലേക്ക് പോകാൻ തയ്യാറായി വന്നു. യാത്ര പുരോഗമിച്ച് അവിടേക്ക് എത്തുമ്പോൾ ഒരു ബോർഡ് കാണാം. ആ ബോർഡിന്റെ പ്രകാരം ബോർഡിൽ 2 വഴികൾ കാണാം. ഗലീലിയ എന്നിങ്ങനെ അങ്ങോട്ട് എഴുതിയിട്ടുണ്ട്, ഗലീലിയ എന്നിങ്ങനെയും ബോർഡുണ്ട്. ആരോ ഇട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ പ്രധാന പാത ഇങ്ങനെ വലത്തോട്ട് വളഞ്ഞു തിരിഞ്ഞു കിടക്കുക, മറ്റേ പാത അടഞ്ഞു കിടക്കുക. കാരണം യാത്രികരില്ലാതെ ആ ഇടവഴികൾ കാടുപിടിച്ച് അപ്രസക്തമായി കിടക്കുക. 2 വർഷമല്ല, 700 ആണ്ടുകളായി വേണ്ടത്ര യാത്രയില്ലാതെ കാടുപിടിച്ചു കിടക്കുന്ന ആ വഴിക്ക് മുമ്പിലും ബോർഡ് പഴകി തുരുമ്പിച്ച് താഴെ വീഴാൻ കാത്തിരിക്കെ അതിൻ്റെ അപ്പുറത്തൊരു കിണർ. അവൾ പെൺകുട്ടി വെള്ളം കോരാൻ വന്നിരിക്കുന്നു. യേശു ശിഷ്യഗണങ്ങളും ഒരുമിച്ച് അവിടെ എത്തി. ഈ വഴിത്താരയിൽ വലന്നു വശത്തേക്ക് വഴിതിരിഞ്ഞു പോകേണ്ടതിന് പകരം യേശു തന്റെ കാലെടുത്ത് ഒന്നാമത് മുമ്പോട്ട് വെച്ചു. പിന്നാലെ വന്ന ശിഷ്യഗണങ്ങൾ കമ്പരപ്പ്, ഞങ്ങൾ എന്താണ് ഈ കാണുന്നത്? ഗുരുവിത, ഞങ്ങൾ പഠിച്ച, ഞങ്ങൾ അറിഞ്ഞ, ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളെ നിഷേധിച്ച തെറ്റായ ആരാധനയുടെ വഴിത്താരയിലൂടെ, തെറ്റുപഠിപ്പിക്കുന്ന ആളുകളുടെ ഇടയിലൂടെ, ഗ്രന്ഥച്ചുരുൾ തിരുത്തിയ ആളുകളുടെ വഴിയിലൂടെ ഇതാ യാത്ര ചെയ്യുന്നു. എന്ത് ചെയ്യണം? ഈ കാലെടുത്ത് അങ്ങോട്ട് വെച്ചു. 2ാമത്തെ കാലം എടുത്തു വെച്ചു. ശിഷ്യന്മാരമ്പരന്നു. ഗുരുവിന് എന്ത് പറ്റി? പറയാം. ഈ ഗുരു ചില പാരമ്പര്യങ്ങളുടെ വഴികളെ വെട്ടിത്തിരുത്തും. ഈ ഗുരു ചില പതിവ് സമ്പ്രദായങ്ങളെ അടിമുടി മാറ്റിമറിക്കും. ഈ ഗുരു ആരും പോകാത്ത മണ്ഡലത്തിലൂടെ പോകുമെന്ന് മാത്രമല്ല, വിശുദ്ധരോട് അവനെ അനുഗമിക്കുന്നവരെ അവൻ ഈ വഴിത്താരിലൂടെ കൊണ്ടുപോകും. ഈ ലക്ഷ്യത്തിലേക്ക് അവൻ കൊണ്ടുപോകും. അടഞ്ഞു കിടക്കുന്ന ഈ വഴികൾ സുഗമമാക്കി മാറ്റും. ആരും വഴി അടച്ചാലും ഇതൊരു പുതുവഴിയാക്കി അവൻ തുറക്കും. അവൻ തുറക്കുന്ന വഴിയാ യഥാർത്ഥ വഴി. കാരണം യഥാർത്ഥ വഴി അഭ്യസിപ്പിക്കാൻ അവരെ സാധിക്കും. കാരണം ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്നറിയവൻ യഥാർത്ഥ വഴിത്താര നമുക്ക് കാണിച്ചു തരും. അവൻ കാലെടുത്ത് വെച്ചാൽ പോകാൻ അറയ്ക്കണ്ട, മടുക്കണ്ട. ഹല്ലേലൂയ, സ്തോത്രം.
യേശു കാലെടുത്ത് വെച്ചു പിന്നാലെ. ശിഷ്യഗണങ്ങൾ അമ്പരന്നു. അവർ പറഞ്ഞു, ഗുരു, നമുക്ക് ഉച്ചഭക്ഷണം വേണം. അതുകൊണ്ട് എന്താ ചെയ്യുന്നേ? അവരുടെ വിശപ്പ് കൊണ്ടപ്പോൾ ഗുരു പറഞ്ഞു, പൊക്കോളാൻ പറയും. 10-12 ശിഷ്യന്മാർ അന്നേരം സ്ഥലം കിട്ടും. അവരെ 2 പേര് പോയി ഭക്ഷണം മേടിച്ചിട്ട് വന്നാൽ പോലെ 2-3 പേര് അവരെല്ലാം പോയി. കാരണം അവർ പഠിച്ചു വെച്ച ചിന്തയനുസരിച്ച് ഒരു നാളും ഇതുവഴി പോകരുത്. പക്ഷെ ഗുരു എന്തായി ചെയ്യുന്ന ഒരു പിടിയില്ല. ഗുരുവിനെ നിന്ദിക്കാൻ പറ്റുന്നില്ല. ധർമ്മസങ്കടം വിശന്നുകൊണ്ട് പോയതല്ല, ധർമ്മസങ്കടം അതിജീവിക്കാൻ ഒരൊറ്റ പോക്ക്. കർത്താവ് ഒട്ടും അറച്ചില്ല. കർത്താവിടെ ചെന്ന പെൺകുട്ടിയുടെ ഇടയിൽ ചെന്നിട്ട് വിളിച്ചു. എന്താ ചോദിച്ചേ? വെള്ളം. ആ കുട്ടി യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി. ആദ്യത്തെ പ്രയോഗം, നീ ഒരു യഹൂദനായിരിക്കെ ശമര്യക്കാരിയായ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെ? ഹല്ലേലൂയ. 700 ആണ്ടുകൾക്കപ്പുറത്ത് യഹൂദൻ സമ്പർക്കം പുലർത്തിയിരുന്ന സ്ഥലത്ത് സമ്പർക്കമില്ലാത്ത 7 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് നീയാണ് ആദ്യം ഒരു ശമര്യക്കാരിയോട് വെള്ളം ചോദിക്കുന്നത്. പറയൂ, നീ കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെ? യേശുവിന്റെ മറുപടി, കുഞ്ഞെ, നീ അറിയേണ്ട ചിലതുണ്ട്. നിനക്ക് ചരിത്രം അറിയാം, അതുകൊണ്ടാ നീ ഈ കാര്യം കൃത്യമായി പറഞ്ഞത്. നിനക്ക് സമ്പ്രദായങ്ങളും മാമൂലികളും അറിയാം, നീ വസ്തുതകൾ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് നീ പറഞ്ഞതെങ്കിൽ നീ അറിയാത്ത ചിലതറിയണം. ഒന്ന്, ആരാണ് നിന്നോട് സംസാരിക്കുന്നവൻ? അവൻ നിനക്കായി എന്തെല്ലാം കരുതി വെച്ചിരിക്കുന്നു. നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് സംസാരിക്കുന്നവൻ ആരെന്ന് പറയണം. അവൻ നിനക്ക് ജീവന്റെ ജലം തരുന്ന ദൈവജലത്തിന്റെ ഉറവയാണവൻ. ഈ ബോധ്യം നിനക്കുണ്ടാകണം. ആ പെൺകുട്ടി വളരെ അറിവുള്ള പെണ്ണാണ്, മാന്യയായ ഒരു സ്ത്രീയാണ്. കാരണം അവൾ കുർത്തിച്ചോ നമ്മളാണെങ്കിൽ പറയാം, എന്നാ പിന്നെ അത്രയും നല്ല വെള്ളം കിട്ടുമെങ്കിൽ ചേട്ടനെ മേടിച്ച് കുടിച്ചോ പോലെ. എന്നോട് ചോദിക്കണോ? സമയം പറയാതെ. നമ്മുടെ സ്ത്രീകൾ അങ്ങനെ ചെയ്യും. ആൾ പറയാ, അങ്ങനെയെങ്കിൽ ആ വെള്ളം അല്പം കിട്ടണം, കൂടെ വരണ്ടല്ലോ. അപ്പൊ അപ്പോൾ അവൾ തകർത്തത് എന്താ? യോസേഫ് തന്ന ഈ വെള്ളം, യാക്കോബ് തന്ന ഈ കിണറിനേക്കാൾ ശ്രേഷ്ഠകരമായത് നിന്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ ഈ കിണർ ഉപേക്ഷിക്കും. ഞാൻ ഈ പാരമ്പര്യങ്ങളെ ഇവിടെ വലിച്ചെറിയും. ഞാൻ എൻ്റെ പഴയ ബോധത്തെ ഇവിടെ തമസ്കരിക്കും. നിന്റെ ശബ്ദം യാഥാർത്ഥ്യമെങ്കിൽ അതിലൽപ്പം കിട്ടിയാൽ കൂടെ വരാതെ ആ ജീവജലം ഞാൻ കുടിക്കും. ഇത് ഒരു സ്ത്രീക്ക് എങ്ങനെ ബോധ്യപ്പെട്ടെ? സാധാരണഗതിയിൽ തള്ളിക്കളയാവുന്ന വാക്ക. ഒരു സ്ത്രീ യുക്തി കൊണ്ട് ചെന്നിട്ട് പറയും, അത്തരം ഒരു വെള്ളം ലോകത്താഴെയും കയ്യിലില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നീ അത് കുടിക്കുമായിരുന്നു, നീ എന്നോട് ചോദിക്കുമായിരുന്നില്ലല്ലോ. അത് നീ എന്നെ കബളിപ്പിക്കാൻ പറയുക. യുക്തിബോധത്തിന്റെ, ശാസ്ത്ര നിരീക്ഷണത്തിന്റെ അവബോധങ്ങളെ മുൻനിർത്തി സംസാരിച്ചെങ്കിൽ അതായിരുന്നു പറയേണ്ടത്. പക്ഷെ അവൾ പറയുക, ആ വെള്ളം എനിക്ക് കുടിപ്പാൻ കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു. നമ്മുടെ അന്തർദാഹത്തെ അറിഞ്ഞ് ശമിപ്പിക്കാൻ കഴിയുന്ന നല്ല ഗുരു ഇന്നിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആർക്കും കൊടുക്കാത്തത് അവൻ എനിക്കായി കരുതി വെച്ചു. ആരും കൊടുക്കാത്തത് അവൻ എനിക്കായി നൽകും. ആരും അറിയാത്ത ശ്രേഷ്ഠ ബോധനം കൊണ്ട് ജീവിതത്തിന്റെ ഇന്നോളമുള്ള മുന്നേറ്റങ്ങളിൽ എത്രയാവട്ടെ അവന്റെ കരുണ നീയും ഞാനും കണ്ടാസ്വദിച്ചെങ്കിൽ ഇത് അവൻ ഇന്നും തരുവാൻ ശക്തനായി നമ്മുടെ അരികിലുണ്ട്. ഈ നല്ല നാഥന്റെ പ്രവൃത്തിക്കായി സ്തോത്രം. എന്തറ്റി കഥ പറഞ്ഞു, അത് തരാം. ഒരു കണ്ടീഷൻ, പോയിട്ട് എൻ്റെ ഹസ്ബൻഡിനെ, ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരണം. എന്താ സ്ത്രീ പറഞ്ഞേ? എനിക്ക് ഭർത്താവില്ല. പറഞ്ഞു. യേശു എന്ത് പറഞ്ഞു? കുഞ്ഞേ, നീ പറഞ്ഞത് ശരിയാണ്. 5 പേർ നിനക്കുണ്ടായിരുന്നു. അങ്ങനല്ലേ? പാസ്റ്റൻസിൽ 5 പേരുണ്ടായിരുന്നു. ഇപ്പോൾ ഒരുത്തനുണ്ട്, അവൻ്റെ കാര്യവും പരിങ്ങലിലാണ്. അതിങ്ങോട്ട് മൊബൈൽ എടുക്കുക, ഡിലീറ്റ് ചെയ്യുക, അവൻ പോവും. മനസ്സിലായില്ലേ? അവനെ ഇങ്ങോട്ട് ഒറ്റനയ്ക്ക് അവൻ പോവും. ചില സഭായോഗത്തിലും കാത്തര്യോഗത്തിലും കൂട്ടായ്മയിലും എല്ലാവരും ചിരണ്ടി കുടുംബം ഇങ്ങനെ ചിരണ്ടി തീർക്കുക. ഈ ചിരണ്ട നടത്ത ജീവിതം ജീവിക്കണമെങ്കിൽ
ബൈബിള് പോലും കൊണ്ടുവരില്ല, ഇങ്ങനെ ചിരണ്ടി ചിരണ്ടി വായിക്കുക. ആ ചിരണ്ട ഈ ചിരണ്ടിലേക്കും വിടുന്നു. ഈ തിരുവഴുത്തൊക്കെ കൊണ്ടുവരണം. ഇടത്താലത്തെ ചർച്ച ഇതുകൊണ്ട് പോകണമെന്നില്ല. മൊബൈലിൽ ഇതെല്ലാം ഉണ്ട്. തത്വത്തിൽ അതൊക്കെ ശരിയാണെങ്കിലും തിരുവഴുത്തും കൊണ്ട് ഇവിടെ വരാം. അപ്പൊ നീട്ടുന്നില്ല അങ്ങോട്ട്. അപ്പൊ അവളുടെ രീതി യേശു പറയുക. അതിന് പറഞ്ഞപ്പോഴാണ് ഒരു കഥ കേൾക്കുന്നത്. കഥയിലെഴുതപ്പോൾ അത് കുറച്ച് നാളൊരിടത്ത് വാടകയ്ക്ക് താമസിച്ചു. അപ്പോൾ തൊട്ടപ്പുറത്തൊരു സ്ത്രീ തന്നെ താമസിക്കുക. 2 മക്കളൊക്കെ ഉണ്ട്. അവിടെ ഈ ഒരു 6 മാസം 1 വർഷമൊക്കെ ആരെങ്കിലും ഒരു പുരുഷൻ കാണും, വന്ന് താമസിച്ചിട്ട് പോകും. നമ്മളാരും തിരക്കാറില്ല. അയൽക്കാരുമായിട്ട് എന്നും വഴക്കിങ്ങനെ മൊത്തം അടിയോളം എത്തുമ്പോൾ ബഹളം കാരണം ഞാനൊരു ടോർച്ചൊക്കെ അടിയിരുന്നു. നമ്മൾ ആളുണ്ടാക്കാതെ എന്താ പ്രശ്നം? ആദ്യം തിരക്കാം. ഇവരെ ഈ നാവിനോട് ആർക്കും പിടിച്ചിരിക്കാൻ പറ്റില്ല, അത്ര ഭയങ്കരമാണ്. അപ്പോൾ അയൽവക്കത്തെ പുള്ളി ഒരു മാന്യനാണ്. ഇപ്പോൾ അവിടെ ഒരു മനുഷ്യനുണ്ട്, പുള്ളി വളരെ മാന്യമായിട്ട് ഓടും, ചേട്ടാ നമുക്കങ്ങ് പ്രശ്നം നിർത്തും. അപ്പോൾ ഞാനവിടെ നിൽപ്പുണ്ട്. എന്നിപ്പോൾ പറഞ്ഞു, അത് ഈ ഫാദർ അവിടെ നിൽക്കുന്നു, നമുക്കൊരു കാര്യം ചെയ്യാം. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇപ്പോൾ ഒരു ചരട് വലിച്ചു വിടാൻ കെട്ടാം, ആദ്യം ഇതിരിക്കാം. അപ്പോൾ ഇതൊരു നല്ല ഓപ്ഷനാണല്ലോ. ആ സ്ത്രീയുടെ ഭർത്താവായിട്ട് നമുക്ക് തോന്നുന്ന പാർട്ടി പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ പിന്നെ അത് കേൾക്ക്, നമുക്കതൊരു പ്രശ്നം ഉണ്ടാകാതെ. അപ്പോൾ അയൽക്കാരനായ മനുഷ്യൻ പറയുക, എൻ്റെ പൊന്നു ഫാദർ, ഞാൻ ഇയാളെയും കൂടെ കൂട്ടി 5ാമത്തെ ആളിനായി അതിര് കാണിച്ചു കൊടുക്കും. ഇപ്പൊ ഞാൻ ചരട് വലിക്കാം, പക്ഷെ ഇനിയെങ്കിലും എന്നെ കൊണ്ട് ഈ പണി ചെയ്യിക്കേ. ഉത്തരവാദിത്തമുണ്ടോ? വീട്ടിൽ ചരടല്ല, ഞാൻ മതിൽ വഴി ഇവിടെ കൊണ്ട് കെട്ടാം, ഒരു ബുദ്ധിമുട്ടുമില്ല, 5 പൈസ തരണ്ട. എത്രാമത്തെ തവണ ഇത്? 5ാം തവണ. പിടികിട്ടിയോ? ഇത്തരത്തിലൊരു കക്ഷി യേശുവിൻ്റെ മുമ്പ് വന്ന് പെട്ടിരിക്കുക. ഇത് കേട്ടപ്പോ എനിക്ക് വലിയൊരു യേശുവിനോട് തോന്നുന്ന മതിപ്പ് പറയാം. നമ്മുടെ കർത്താവ് ഇത് പറയാൻ തിരഞ്ഞെടുത്തൊരു സമയം നോക്കണം. 12 ശിഷ്യന്മാരും കൂടെ ഇല്ല. 10 ദിവസം കൊണ്ട് ആകെ എഴുതിയിടാം, പുള്ളി നാട്ടിലെല്ലാം പ്രശ്നം കിടക്കും. എന്താ പറയുന്നൊരു പിടിയില്ല. സുവിശേഷത്തിലെല്ലാം എഴുതി വെക്കും. ഞങ്ങളിങ്ങനെ ഒറ്റ മനുഷ്യൻ കൂടെ ഇല്ല. ഇത് യോഹന്നാൻ മാത്രമേ പറഞ്ഞുള്ളൂ. കാരണം യോഹന്നാൻ യേശുവിൽ നിന്ന് കേട്ടതാ പിന്നെ ഈ സംഭവം. അത്ര വിശ്വസ്തനോടെ ഈ വസ്തുത പോലും പറഞ്ഞുള്ളൂ. പ്രശ്നമെല്ലാം പരിഹരിച്ചിട്ട് ഇവിടെ കർത്താവ് അങ്ങനെയാണ്. നമ്മളെ കുറിച്ചുള്ള കുറവുകളൊന്നും ആരും അറിയരുതെന്ന് ആഗ്രഹിക്കുന്ന യേശു. നമ്മുടെ പരിമിതികളൊന്നും പറഞ്ഞു നടക്കുന്നവരല്ല യേശു. നമ്മുടെ കുറവുകളെല്ലാം പറഞ്ഞ് ആസ്വദിക്കുന്നവരുടെ കൂടെയല്ല, ആക്ഷേപിക്കുന്നവരുടെ കൂടെയല്ല, മറിച്ച് ആരുമില്ലാത്തപ്പോൾ ആ സ്ത്രീയുടെ കുറവ് അവളെ ഊറ്റപ്പെടുത്തിയ യേശു അതേ ആത്മാവോടെ, അതേ ശക്തിയോടെ, അതേ കൃപയോടെ വചനം ഈ ദിനങ്ങളിൽ തരുമ്പോൾ നമ്മുടെ കുറവുകളോട് ബോധ്യപ്പെടുത്തി തരിക. അന്തരാത്മാവിൽ അവൻ കുത്തി മുറിവേൽപ്പിച്ച് നമ്മുടെ പാപത്തെ ഒരിക്കൽ കൂടി ഉദ്ദീപിക്കുമ്പോൾ അറിയേണ്ട കാര്യം, കുറ്റബോധം കൊണ്ട് ഞാൻ നീരിപ്പുകഞ്ഞ് തകരാനല്ല, മറിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഒരു പരിശുദ്ധ ഹൃദയം പ്രാപിക്കുക. അവൻ നമ്മെ ഒരുക്കുന്ന അനുഭവമാണ് നാം ഇവിടെ കണ്ടത്. അവളുടെ കുറവുകൾ അവൾ തനിച്ചിരിക്കെന്ന് യേശു പറഞ്ഞു. അപ്പോൾ ഇവൾ അത്ഭുതപ്പെട്ടു. അവൾക്ക് മനസ്സിലായി, നീ ഒരു പ്രവാചകൻ. അല്പം മുമ്പ് പറഞ്ഞു, നീ ഒരു യഹൂദൻ. അത് കഴിഞ്ഞിട്ട് ചോദിച്ചു, നീ യാക്കോബിനേക്കാൾ വലിയവൻ. അത് കഴിഞ്ഞ് പറഞ്ഞു, നീയാണ് പ്രവാചകൻ. ഹല്ലേലൂയ. ആ സംഭാഷണം ഇങ്ങനെ പുരോഗമിച്ചിങ്ങോട്ട് വരുമ്പോൾ വിഷയം എവിടേക്ക് എന്നു? ആരാധന. കണ്ടോ? അതാ യേശുവിന്റെ സവിശേഷത. നമ്മളിപ്പോൾ ആരാധനയെ തുടങ്ങി താഴോട്ടാ പോരുന്നെങ്കിൽ യേശുവിന്റെ സംഭാഷണം എവിടെ തുടങ്ങിയേ? പച്ചവെള്ളത്തിൽ ആരംഭിച്ച് പറഞ്ഞു ഇവിടേക്ക് എത്തി. ആരാധനയെ കുറിച്ചായി ചർച്ച. യേശുവെ പഠിപ്പിച്ചു. അവിടെ പറയാണ്, നിങ്ങൾ പറയുന്നു യെരൂശലേമിലാണ് ആരാധന, ഞങ്ങൾ പറയുന്നു ഗെരസീം മലയിലാണ് ആരാധന. അങ്ങനെയാണ് ആ കഥയൊക്കെ അത് പറഞ്ഞു. മോറിയാമലയിലല്ല, ഗെരസീമിലാണ് ഞങ്ങൾ പറയുന്നത്. അവളോർത്ത് യേശു ആദ്യം ജെറുസലേമാണെന്ന് തെളിയിക്കും. അപ്പോൾ തർക്കം വീണ്ടും ശക്തിപ്പെടും.
യേശുവിനെ നേരിടാൻ ചില ആയുധങ്ങൾ അവരുടെ പക്കലുണ്ട്. അവൾ പറയും, ന്യായപ്രമാണം ഞങ്ങളുടെയും പക്കലുണ്ട്, പഞ്ചഗ്രന്ഥം ഞങ്ങളുടെയും പക്കലുണ്ട്. അതിൽ പറയുന്നതിനനുസരിച്ച് ഈ ഗെരസീമിലാണെന്ന് ഞങ്ങൾ പറയുന്നു, നീ പറയുന്നു യെരൂശലേമില. ഈ രണ്ട് സത്യങ്ങളുടെ നടുവിൽ യേശു നിന്നിട്ട് പറയാ, കുഞ്ഞേ, ആ മലയിലുമല്ല യെരൂശലേമിലും അല്ല. അവൾ നടുങ്ങി. ഇത് രണ്ടുമല്ലാത്തൊരിടമുണ്ടോ? എന്റെ കൺസെപ്റ്റുകളെ, എന്റെ ധാരണകളെ മുഴുവൻ അട്ടിമറിക്കുന്ന ശബ്ദം ഞാൻ കേട്ടുകൊണ്ടിരിക്കുക. അടിമുടി മാറ്റിമറിക്കുന്ന ശബ്ദം ഞാൻ കേട്ടുകൊണ്ടിരിക്കുക. യേശുവിനെ പണിയുന്ന ആ മനോഹര നിമിഷം നോക്കിയട്ടെ. യേശുവിന്റെ ചിന്താഗതികളെ ആത്മാന്തരത്തെ മുഴുവൻ ശുദ്ധീകരിച്ച് ഒരു പുതു സൃഷ്ടിയാക്കി മാറ്റുന്ന പ്രക്രിയ വചനത്തോടെ ചെയ്തെങ്കിൽ വചനം നമ്മെ എപ്പോഴും ചികിത്സിച്ചുകൊണ്ടിരിക്കും, അടിമുടി സൗഖ്യമാക്കിക്കൊണ്ടിരിക്കും, നമ്മെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കും. ഇതുവരെ കിട്ടാത്ത ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെ വചനം നമ്മെ പരിഷ്കരിച്ചുകൊണ്ടിരിക്കും. അവളെ മനസ്സിലാക്കി കൊടുക്കുക എന്താണ് ഈ ആരാധന. അത്തോതിൽ അതാ പ്രധാനമായിട്ട് പറയേണ്ടത്. ഇന്ന് പലർക്ക് ഈ ആരാധന എന്തെന്ന് വലിയ പിടിയില്ല. ആരാധന നിരത്താൽ ആളുടെ ചിന്ത ഒരു ബഹളമൊക്കെയാണ്. ആരാധനയിൽ ബഹളമുണ്ട്, പക്ഷെ ബഹളം ആരാധനയൊന്നുമില്ല. മനസ്സിലായോ? ആരാധനയിൽ ശബ്ദമൊക്കെ ഉണ്ട്. കാരണം നമ്മളിത് ആരും വലിയ ശബ്ദം ഉണ്ടാക്കണമെന്നൊക്കെ ഓർത്ത് തന്നെയാണ് പ്രാർത്ഥിക്കാനിരിക്കുന്നത്. അങ്ങനല്ലേ? അല്പം കഴിഞ്ഞ് നമ്മുടെ കൺട്രോളൊക്കെ കർത്താവ് ഏറ്റെടുക്കുമ്പോൾ ആരാധന വെളിപ്പെടും. അതും മറ്റൊരു സത്യം. അതിനൊരു കാരണമുണ്ട്. ദൂതൻ 1000 മുഴം വളർന്നു, അപ്പോൾ വെള്ളം കാൽപ്പാറത്തോളം വളർന്നു. ഈ കാൽപ്പാറത്തോളം വെള്ളത്തിൽ നടക്കുക. വെള്ളമുണ്ടെങ്കിലും സ്വാതന്ത്ര്യം നമ്മുടെയാ, നമുക്ക് നടക്കാം. പിന്നെയും 1000 മുഴം വളർന്നു, മുട്ടോളം വെള്ളമെത്തി, സ്വാതന്ത്ര്യം ഒരൽപ്പം കുറയും. പഴയ പോലെ നടക്കാൻ വയ്യ. പിന്നെ 1000 മുഴം വളർന്നപ്പോൾ വെള്ളം അരയോളം വളർന്നു, സ്വാതന്ത്ര്യം കുറെ കൂടി കുറഞ്ഞു. അടുത്തതാ കട്ടി. അടുത്ത അളവിന് നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത വലിയ ആത്മനദി. ഇപ്പോൾ സ്ഥിതി മാറി. കാരണം എന്താണെന്നറിയണ്ടേ? ഇനി വെള്ളമാണ് എന്റെ ഫുൾ കൺട്രോൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇതുവരെ നിയന്ത്രണം എനിക്കായിരുന്നെങ്കിൽ ആത്മപ്രവർത്തകരുടെ പൂർണ്ണതയിൽ എന്റെ നിയന്ത്രണം മുഴുവൻ നദി ഏറ്റെടുത്തതോടെ ഈ നദിയാണ് എന്റെ ചലനങ്ങളെ നിരീക്ഷിക്കുന്നത്. ആ നദിയാണ് എന്നെ കൊണ്ടിടുന്നത്. അത് കരത്തോട്ട് പോകണോ, ആഴത്തിലേക്ക് പോകണോ, ഞാൻ എവിടെ എങ്ങനെയാകണോ തീരുമാനിക്കാൻ ഈ നദിക്ക് എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു നിമഗ്നമാണ് ആരാധന, ഒരു മുങ്ങലാണ് ആരാധന, സവിശേഷമായ ഒരു ലയനമാണ് ആരാധന. ദൈവാത്മാവിന് നമ്മൾ ലയിച്ചു ചേരുമ്പോൾ ആത്മാവ് നമ്മെ തനിക്കിഷ്ടമുള്ള ഇടത്തേക്ക് കൊണ്ടുപോകുന്ന പ്രക്രിയയാണ് ആരാധന. നിയന്ത്രണം മുഴുവൻ നമുക്കിന്ന് രാത്രി ദൈവത്തിന് കൊടുക്കാം. ആരാധന പുതിയ തലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലൂടെ കർത്താവ് സ്ത്രീയെ പഠിപ്പിക്കുമ്പോൾ അവരുടെ അന്തരംഗം ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഒടുവിൽ വസ്തുതകൾ ഓരോന്ന് പഠിപ്പിച്ച് യേശുവോട് പറഞ്ഞു, കുഞ്ഞേ, ദൈവമാത്മാവാണ്. അവനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ഹല്ലേലൂയ. ദൈവമാത്മാവാണ്. മനുഷ്യൻ ശരീരമുള്ളവനാണ്. ശരീരത്തിൽ ആത്മാവ് വസിക്കുന്നുണ്ട്. ആ ശരീരം അപ്രസക്തമായി മാറി ആത്മാവിലേക്ക്, ദൈവാത്മാവിലേക്ക് നമ്മുടെ ആത്മാവ് ചേരുന്ന അനുഭവമാണെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ആത്മവാസത്തിന് ഇടം കൊടുക്കുവാൻ ഈ ശരീരങ്ങളെ പക്വതപ്പെടുത്തി ദൈവത്തിന് ഏൽപ്പിക്കുമ്പോൾ ആരാധന പുതിയ പഠിപ്പിച്ചെടുക്കുക. ദൈവത്തിന്റെ മന്ദിരമാ, ദൈവാലയമാ. ദൈവത്തെ ആരാധിക്കേണ്ടവർ ആത്മാവിനെ ആരാധിക്കണം, സത്യത്തിൽ ആരാധിക്കണം, ആത്മനിറവിൽ അവനെ ആരാധിക്കണം. അവൻ ആരാധനയെന്ന് യേശു വെളിപ്പെടുത്തി. അതൊന്നുകൂടി വ്യക്തമാക്കിയാൽ, ആരാധന അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധമാണ്. അതുകൊണ്ട് ഞാൻ പറയും, ലോകത്തെല്ലാ മതങ്ങളും ദൈവത്തെ സ്ഥാനപ്പേരിലൊല്ലിയാണ് വിളിക്കുന്നത്. അങ്ങനല്ലേ? അല്ലാഹു എന്നും ഈശ്വരനെന്നും യഹൂദമതം വിളിക്കുന്ന യഹോവ, അങ്ങനെ വിളിക്കാൻ അവർക്ക് ഭയമാണ്. അതുകൊണ്ട് അഡോണായി, കർത്താവേ എന്ന് വിളിക്കും. പക്ഷെ നമുക്ക് മാത്രം വിളിക്കാൻ നമ്മുടെ കർത്താവ് ഒരു പേര് പഠിപ്പിച്ചു, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ദൈവത്തെ പിതാവെന്ന് വിളിക്കുന്ന ഒരൊറ്റ മാർഗം യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ മാർഗമാണ്. അപ്പനും മക്കളും എന്ന ഉദാത്ത ബന്ധം ഈ സുവിശേഷം പ്രദാനം ചെയ്തപ്പോ ദൈവത്തെ പിതാവായി കാണാൻ
കഴിയുമ്പോഴും മാനസികമായി വളരുന്ന അനുഭവമാണ് ആരാധന എന്ന് പറയുമ്പോൾ നമ്മുടെ ദൈവസ്നേഹവും ആ ബന്ധവും വർദ്ധിക്കലാണ്. സൃഷ്ടാവിന് കൊടുക്കുന്ന മഹത്വത്തിനപ്പുറത്ത് മകൻ അപ്പന് കൊടുക്കുന്ന നന്ദിയാണ് ആരാധന. ഇതാ സൃഷ്ടിജാലങ്ങളൊക്കെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതാ നമുക്ക് കാണാൻ സാധിക്കുന്നു, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പക്ഷെ നാം പറയുമ്പോൾ ആകാശഭൂമികളെ സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവത്തിന്റെ മഹത്വമല്ല, മറിച്ച് നമുക്ക് വേണ്ടി പ്രാണനെ വെച്ചതുകൊണ്ട് നമ്മെ സ്നേഹിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്കായി ഒരുക്കി തന്ന പുണ്യാകത്തെ നീ അടുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് നീ ഞങ്ങളെ ദൈവത്തിനായി ഇറങ്ങി വാങ്ങി ഞങ്ങളെ രാജകീയ പുരോഹിത വർഗമാക്കി വേർതിരിച്ചു. ഈ പ്രക്രിയ പുണ്യത്തിൽ ഭക്തന്റെ ആരാധന. ഹല്ലേലൂയ. അപ്പോൾ ആ തലത്തിലേക്ക് നമ്മെ ലിഫ്റ്റപ്പ് ചെയ്യുക കർത്താവ്. ആ ബോധ്യം വന്നു കഴിഞ്ഞുകൊണ്ട് നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഈ നിന്ന് തിരിയാൻ ഇടയില്ലാത്ത സ്ഥലത്ത്, അനാകർഷണീയമായ സ്ഥലത്ത്. നിങ്ങൾക്ക് എന്നോട് പറഞ്ഞാൽ പിണമൊന്നറിയില്ല, കാരണം ഇതിൽ എത്ര വലിയ പള്ളികൾ ഈ നാട്ടിൽ കിടക്കുന്നു, സുഖകരമായ കാലാവസ്ഥയുള്ള എത്ര സൗകര്യം ഇവിടെ കിടക്കുന്നു. അപ്പോഴാ വാടകയ്ക്ക് എടുക്കുന്ന കെട്ടിടത്തിലും നിന്ന് തിരിയാനിടയില്ലാത്ത ഇടത്തും കപ്പക്കാലായാലും കണ്ടം തെളിച്ചെടുത്തുമൊക്കെ സ്വന്തം പണം മുടക്കി വണ്ടിക്കൂലി മുടക്കി കഷ്ടപ്പെട്ടു പോകാൻ കാരണം ചെല്ലുന്ന സ്ഥലത്തിന്റെ പരിശുദ്ധിയല്ല. ഞാൻ ചെല്ലുമ്പോൾ ഞാൻ ചെല്ലുന്നതിനേക്കാൾ മുമ്പ് എന്നെ കാത്തിരിക്കുന്നവന്റെ സാന്നിധ്യം, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ ആരാധന മഹത്വം അങ്ങനെയാ തിരിച്ചറിയുന്നത്. എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടിരിക്കുന്നു. ആ ദൈവികമായ അവബോധം ഹൃദയത്തിന്റെ അന്ധകാരങ്ങളിൽ അലറുന്ന കണ്ടതാണ് ആരാധനയെ കുറിച്ചുള്ള ബോധ്യം അങ്കുരിക്കുന്നത്. അതുകൊണ്ട് യേശു അവിടെ ബോധ്യപ്പെടുത്തി എന്താണ് ഈ ആരാധന. യെരൂശലേം ദേവാലയം കച്ചവടക്കാരെ കൊണ്ട് നിറഞ്ഞു. സ്ഥിതിഗതികളാകെ മാറിയപ്പോൾ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട അപ്പോസ്തലന്മാരുടെ ചരിത്രം പറയുക, അർദ്ധരാത്രിയിൽ അവർ പാടി ആരാധിച്ചു. യെരൂശലേം ദേവാലയം കള്ളന്മാരുടെ ഗുഹയാക്കി. നാണയത്തൊട്ടുകൾ എണ്ണി പേരിൽ കൂട്ടാൻ പുരോഹിതന്മാർ വെമ്പുമ്പോൾ, അവിടെ അത്തരം ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ കയ്യിൽ വെള്ളിയും പൊന്നും കയ്യിലില്ലാത്ത ഒരുപറ്റം പാവപ്പെട്ട ദൈവത്തിന്റെ വൃദ്ധന്മാർ ചങ്ങലക്കെട്ടുകൾക്കുള്ളിൽ പിടഞ്ഞു കിടക്കുമ്പോൾ പാടി ദൈവത്തെ ആരാധിച്ചപ്പോൾ ആരാധന ശക്തി കൊണ്ട് കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ തകർന്നു. ഇരുമ്പൈകൾ കുലുങ്ങി താഴെ വീണു. ദൈവത്തിന്റെ പ്രവചനങ്ങൾ യെരൂശലേമിലല്ല, ഗെരസീം മലയിലല്ല, മനുഷ്യൻ കൈകൊണ്ട് നിർമ്മിച്ച ഏതെങ്കിലും മന്ദിരങ്ങളിലല്ല. ശക്ത നമസ്കാരികൾ പിതാവിനെ ആത്മാവിൽ ശക്തത്തിലും ആരാധിക്കുന്ന നാഴിക വരുന്നു, വന്നുമിരിക്കുന്നു. അതുകൊണ്ട് ഈ നാഴികയെ കുറിച്ചുള്ള ബോധ്യം ഈ ശബരിയാത്രിയുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ കർത്താവ് പാകുന്ന ബോധ്യപ്പെടുത്തുന്ന മനോഹര കാഴ്ചയാണ് നമ്മളെ കണ്ടത്. ഹല്ലേലൂയ. നമുക്കൊക്കെ പ്രസംഗിക്കണമെങ്കിൽ ആട് കൂടുതൽ വേണമെന്നൊരു ചിന്തയാണ്. യേശുവിന് ഇത്രയും വലിയ സത്യം പറയാൻ ഈ ഒരു സ്ത്രീ മതിയായിരുന്നു. ഇതാണ് ഞാൻ പ്രസംഗം ചൊല്ലിക്കും, ഞാനിതൊക്കെ പറഞ്ഞ ഇവർക്ക് മനസ്സിലാകുമോ? എന്നിലെല്ലാം ഭയങ്കര ചിന്തയിരിക്കും. അതുകൊണ്ട് ഈ ദുർബലയായ സ്ത്രീക്ക് ഇത് മനസ്സിലാകുമോ? മനസ്സിലാകും. എന്താ കാര്യം? പറയുന്നത് യേശുവിന്റെ വചനമെങ്കിൽ കേൾക്കാൻ കഴിയും. ഇതുപോലെ ഇടനിലക്കാരൻ അദൃശ്യനായി അവിടെ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ പാവത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തി അവരെ ശുദ്ധീകരിച്ചുകൊണ്ടിരിപ്പുണ്ട്. അതുകൊണ്ട് വേദിയുടെ വലിപ്പമല്ല, ഒരു നാളുകളുടെ അംഗസംഖ്യയല്ല, പ്രവർത്തിക്കുന്ന യേശുവിന്റെ മഹത്വം എത്ര ആളുകൾ കൂടുമെന്നുള്ളതിലല്ല, ദൈവത്തിന്റെ പുത്രൻ അവിടെ സന്നിഹിതനായിട്ടുണ്ട്. അതാണ് ലഭിക്കുന്ന അനുഗ്രഹം. ഹല്ലേലൂയ. കർത്താവ് അവരുടെ കാര്യം പറഞ്ഞെന്ന് ബോധ്യപ്പെടുത്തി. അവൾ അമ്പരന്നു. എന്റെ രഹസ്യങ്ങളെ മുഴുവൻ വെളിപ്പെടുത്തുന്ന ഒരുത്തൻ, ഒരു സ്ത്രീയും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത മോശമായ രഹസ്യങ്ങൾ യേശു വെളിപ്പെടുത്തിയെങ്കിൽ അതിന് തിരഞ്ഞെടുത്ത സമയം യേശുവിനോടുള്ള അവളുടെ ആരാധന വർദ്ധിച്ചു. ഇന്നിവിടെ ഞാനും നിങ്ങളും ഇരിക്കുമ്പോൾ 100,000 കുറ്റങ്ങളുടെ അപവാദം പറയുന്ന പിശാചുക്കൾ എനിക്കെതിരെ കാത്തിരിക്കുമ്പോൾ നസ്രയനായ യേശുവിൻ പുണ്യാഹ രക്തം എന്നെയും പിന്നെടുത്തു എന്ന ബോധം എനിക്ക് തരുന്ന പാപമോചനത്തെ കുറിച്ചുള്ള അവരുടെ ഉറപ്പുണ്ട്. പ്രിയരെ, എനിക്ക് നിങ്ങൾക്കും പാപമോചനത്തിന്റെ സിദ്ധൌഷധം നസ്രയനായ യേശുവിന്റെ രക്തം, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും നോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവന്റെ വചനം നിങ്ങളെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ നാവിൽ ഉറപ്പെടുന്ന എന്റെ വചനം എന്റെ ഉദ്ദേശം സാധിക്കാതെ മടങ്ങി വരികയില്ല. വചനം ഇന്ന് രാത്രി അതിന്റെ ക്രിയ വെച്ചുകൊണ്ടിരിക്കുന്നു. പാലപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങൾക്ക് വചനം താങ്ങായി തണലായി ആ ശുദ്ധീകരണ പ്രക്രിയ വരുത്തിക്കൊണ്ടിരിക്കുന്നു. എനിക്കൊരു സഹകരിച്ച് പറ്റും. പിരിയും മുമ്പ് ദൈവമക്കളെ ഒന്ന് ഉറപ്പാക്ക്.
ഈ ദൈവ സാന്നിധ്യമാണ് ഭക്തനെ സംബന്ധിച്ചിടത്തോളം ആരാധന. അത് സമാഗമന കൂടാരത്തിൽ കിട്ടുന്നതിനേക്കാൾ, യെരൂശലേം ദേവാലയത്തിൽ കിട്ടുന്നതിനേക്കാൾ സന്തോഷം യേശുവോട് ചേർന്നുള്ള ആ സുഖാർ എന്ന ഭൂമിയിൽ അവളും യേശു ഒരുമിച്ച് നിൽക്കുന്നത് ഒരാരാധനയാണ്. അവൾ യേശുവിൽ കണ്ടു ഒരു വിശ്വസ്ത സുഹൃത്തിനെ, അവൾ യേശുവിൽ കണ്ടു ഒരു ജ്യേഷ്ഠ സഹോദരനെ, അവൾ യേശുവിൽ കണ്ടു ഉദാത്തനായ ഒരു കാന്തനെ, കണ്ണീര് തുടക്കുന്ന ഒരു രാജാവിനെ, സകലതും നിർവഹിക്കാൻ കെൽപ്പുള്ള സർവശക്തനെ, ഒരു പ്രവാചകനെ, ഒരു മസിയെ യേശുവിൽ കണ്ടെങ്കിൽ വ്യത്യസ്തമായ ആംഗിളുകളിൽ, വ്യത്യസ്തമായ നിലവാരങ്ങളിൽ യേശുവിനെ പ്രാപിക്കാനുള്ള ഇടമാണ് ആരാധന എന്ന് പറയുമ്പോൾ. ഇത് നിങ്ങൾ എന്ത് പ്രതീക്ഷിച്ച് ഇവിടെ വന്നു? ഒരു ജ്യേഷ്ഠ സഹോദരന്റെ സ്വാതന്ത്ര്യം, ഒരു വാത്സല്യം, ഒരു പിതാവിന്റെ കരുണ, അവന്റെ സ്വാതന്ത്ര്യം, അതല്ല നഷ്ടപ്പെട്ടു പോയ ജീവിതത്തിന്റെ ശുഭകരമായ കാലാവസ്ഥ എന്ത് തേടി വന്നു? ഇതൊക്കെ തരാൻ യേശു ശക്തനായി ഈ സുഖാർ പട്ടണത്തിൽ വന്നിട്ടുണ്ട്. എല്ലാ നഷ്ടങ്ങളും മടക്കി തരുന്നവൻ യേശു മാത്രം. എന്താണ് നിനക്ക് നഷ്ടപ്പെട്ടത്? അവനത് തന്നേ നിന്നെ തിരിച്ചു പിടിക്കുന്നു. ഇതാ യേശുവിന്റെ സാന്നിധ്യ ബോധമുള്ള ഇടം കേവലം ഒരു കൗൺസിലിംഗ് സെന്റർ അല്ല, ഇതൊരു വൈദ്യശാലയല്ല, ഇത് ഫീസ് വാങ്ങിക്കൊണ്ട് നിന്റെ വ്യവഹാരം ഏറ്റെടുത്ത് നടത്തുന്ന ഒരു നിയമത്തിന്റെ ഇടമല്ല. നിന്റെ വിഷയങ്ങൾ നിന്നെക്കാൾ ആദരവോടെ, നിന്നെക്കാൾ താല്പര്യത്തോടെ പരിഹരിച്ചു തരാൻ കഴിയുന്ന അത്ഭുത മന്ത്രിയുടെ പരമാതീയ ഞാനും നീ വെച്ചിരിക്കുന്നെങ്കിൽ അല്ലയോ സമയസ്ത്രീ, ഒരു കാര്യം ഉറപ്പ്, നീ വന്നതുപോലെ മടങ്ങയില്ല. ഒരു പുതിയ ആളായി മാത്രമേ നിന്നെ ഇവിടെ നടക്കാൻ അവര് പദ്ധതിയുള്ളൂ. ഒരു പുതിയ നിയോഗത്തോടെ നീ ഇവിടെ വിട്ട് മടങ്ങുമ്പോൾ വന്ന സ്ത്രീയല്ല, ശുദ്ധീകരിക്കപ്പെട്ടവർ ഭാവിയായി നീ ഇവിടെ വന്നു, ശുദ്ധികളായി മടങ്ങിപ്പോഴും, വിശുദ്ധയായി മടങ്ങിപ്പോഴും, ഒന്നും അറിയാത്തവരായി നീ ഇവിടെ വന്നു, നിറഞ്ഞവരായി നീ മടങ്ങിപ്പോഴും. ഒഴിഞ്ഞ മൺപാത്രങ്ങൾ നിറയ്ക്കാൻ കഴിയുന്നവരുടെ ശബ്ദമാണ് നീ നിലനിൽക്കുന്നതെങ്കിൽ ഏത് യുദ്ധവും പരിഹരിക്കുന്ന നസ്രായനായ യേശുവിനെ വിളിച്ചുകൊണ്ട് പറയാം, അവരാൽ കഴിയാത്ത ഒരു കാര്യമില്ല, അവൻ പരിഹരിക്കാത്തതായി ഒരു പ്രശ്നവുമില്ല. സകല വിഷയങ്ങളും അവന്റെ പാതാളം ഏൽപ്പിച്ചിട്ട് പറയാം, നിനക്ക് കഴിയാത്തതായി ഒന്നുമില്ല. നീ തിരിച്ചറിയുന്നതാ, നിനക്ക് മാത്രം കഴിയുന്ന ചിന്ത. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീസസ് നമ്മുടെ കർത്താവ് ആ സ്ത്രീയെ, എല്ലാവരും അവഗണിച്ചവളെ, ആർക്കും വേണ്ടാത്തവളെ സ്നേഹിച്ചു. ഹല്ലേലൂയ. എങ്ങനെയാണ് യേശുവിനെ ഇങ്ങനെ സ്നേഹിക്കാൻ സാധിക്കുക? അവൻ വില കൊടുത്ത് നമ്മെ വീണ്ടെടുത്ത ഉടമസ്ഥതാ ബോധം. ഹല്ലേലൂയ. സ്വന്തം രക്തം ചൊരിഞ്ഞു വാങ്ങിയതുകൊണ്ട് അവരുടെ ഉടമസ്ഥതാബോധം നമ്മളെ കുറിച്ചുണ്ട്. എന്റെ ഉടമസ്ഥതയിൽ വിചാരണയിൽപ്പെട്ടവരാ നിങ്ങൾ. നീ എനിക്കുള്ളവനാ, നീ എനിക്കുള്ളവനാ. ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, രക്തം കൊടുത്ത് വീണ്ടെടുത്തിരിക്കുന്നു. രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനമേ, കുഞ്ഞാടിന്റെ വിലയേറിയ നിഷ്കളങ്ക രക്തം ചൊരിഞ്ഞ് അവൻ വീണ്ടെടുത്തത് കൊണ്ട് ആ അധികാരത്തോടെ, അവകാശത്തോടെ അവരോട് സമ്പാദിക്കുക, അവരോട് സംസാരിക്കുക. നീ അറിയണം, ദൈവത്തിന്റെ ദാനം നിന്നോട് സംസാരിക്കുന്നവനാണ്. സ്തോത്രം. ചർച്ച പുരോഗമിക്കുമ്പോൾ അവിടെ ഓടി തന്റെ ദേശം മുഴുവനല്ല, ആ പട്ടണം മുഴുവൻ ലഭിക്കുന്നില്ല. ഓടി വരട്ടെ, എന്റെ കുറവുകൾ മുഴുവൻ എന്നോട് വെളിപ്പെടുത്തി ഒരുവനെ ഞാനിവിടെ കാണിയ. ഞാൻ പറയുന്ന പട്ടണം മുഴുവൻ ഇലച്ചു. ഒരു വലിയ ജനാവലി വചനം കേൾക്കാൻ ഓടി വന്നു. യേശുവുമായിട്ട് അവർ സംസാരിക്കുക. എനിക്കിവിടെ മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ഇന്നലെ രാത്രി വചനം പ്രസംഗിച്ച അലക്സ് പാസ്റ്ററുടെ യോഗത്തിൽ പറഞ്ഞ കാര്യമുണ്ട്. യേശുവിനെ വളഞ്ഞിട്ട് ആളുകൾ ചോദിച്ചു, നീ ആരാണെന്ന് പറ. യേശു മിണ്ടിയില്ല. പക്ഷെ ഇവിടെ ഈ പാവം പെൺകുട്ടി ചോദിച്ച ചോദ്യത്തിൻ്റെ മുമ്പിൽ യേശു പറയാ, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ. പണ്ഡിത ലോകം ചോദിച്ചു, നീ ആരാ പറ. യേശു ഒന്നും പറയുന്നില്ല. ഇത് കൂടുതലൊന്നും പറയാനില്ല, മനസ്സുണ്ടേ മനസ്സിലാക്കാൻ. ആ വലിയ പണ്ഡിതന്മാരെ തള്ളിക്കളഞ്ഞ യേശു ഒരു ദുർബല സ്ത്രീയോട് പറയുക, ഞാനാ മശിഹ. എന്താ പറ്റിയ? ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹല്ലേലൂയ. ഇവിടെ വന്നതിൽ ഏറ്റവും ഹൃദയശുദ്ധി ആർക്ക്? ദൈവത്തെ കണ്ടവർക്ക്. ഹല്ലേലൂയ. ആ ദുർബല സ്ത്രീക്ക് മനസ്സിലായത് പണ്ഡിതന്മാർക്ക് മനസ്സിലായില്ല. ഈ നാട്ടിൽ നിന്ന് കൂടിയ നമ്മളെക്കാൾ കഴിവുള്ള എത്ര ആളുകൾ ഇന്ന് ഈ ജംഗ്ഷനിലൂടെ യാത്ര ചെയ്യുന്നുണ്ട്. പണ്ഡിത തെറ്റന്മാർ, കഴിവുള്ളവർ, സമ്പന്നർ ഇതുവഴി തലങ്ങും വിലങ്ങും യാത്ര ചെയ്യുമ്പോൾ ഒരു ഫോഷ്ക്ക് പോലെ തന്റെയും നിങ്ങളുടെയും കൂട്ടായ്മയെ കുറിച്ച് തോന്നുമ്പോൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ എന്ന് ബോധ്യപ്പെടുത്തുന്ന ദൈവ ശബ്ദം നമ്മുടെ ആധാരം.
ചെന്നിട്ട് പറയാ, ആരാ എന്നോട് സംസാരിച്ച് അവനാകും മശിഹ, വരൂ കേൾക്ക്. വരുവ. യേശുവിനെ കണ്ടു. യേശുവിൻ്റെ പ്രസംഗം കേട്ടു, പഠിപ്പിക്കൽ കേട്ടു. യേശുവിൻ്റെ പഠിപ്പിക്കൽ കേട്ടിട്ട് ആ സഹോദരന്മാർ വന്നൊരു പറയാ, ആ പെണ്ണിൻ്റെ മുഖത്ത് നോക്കി പറയാ, കുട്ടി നീ പറഞ്ഞുകൊണ്ടല്ല, അതൊരു മുഖാന്തരമാകാം, പക്ഷേ ഞങ്ങൾക്കിപ്പം മനസ്സിലായി ഇവനാണ് മശിഹ. ഒരു ഗ്രാമം മുഴുവൻ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? അവിടെ അത്ഭുതമൊന്നും നടത്തിയില്ല. ഇവർ പറഞ്ഞു നീ മശിഹ തെളിയിക്കാൻ ഒരത്ഭുതം ചെയ്യുന്ന അവർ പറഞ്ഞില്ല, ആരെയും ചത്തവനെ വെറുപ്പിച്ചുമില്ല. അവിടെ ഒരു പരിപാടി നടന്നില്ല. യേശു കടലും വീത് നടന്നില്ല. അമാനുഷികമായ ഒരു കാര്യവും നടക്കാതെ വചനം കൊണ്ട് മാത്രം ബോധ്യപ്പെടുത്തി അവനാണ് മശിഹ. ഇത്രയും കൃത്യതയാർന്ന വെളിപ്പാട് വേറൊന്നും വന്നില്ല. ഞാനാണ് മശിഹ അത് ബോധ്യപ്പെടുത്തിയപ്പോൾ ജനം മുഴുവൻ പറയുക ഇവനാണ് മശിഹ. ഇവിടെ ഒരു ചെറിയ വസ്തുത ബോധ്യപ്പെട്ടേ പോകാവും. ഒരു അഭിസാരിക, നാട്ടിൽ മുഴുവൻ പേരും വിലയും നിലയും ഇല്ലാത്തൊരു സ്ത്രീ, നാട്ടുകാരെ മുഴുവൻ കണ്ടിട്ട് പറയാ, വാ ഒരച്ഛനുള്ളതെന്ന് പ്രസംഗിക്കുന്നത് മശിഹയായിരിക്കും എന്ന് നോക്കാൻ പറഞ്ഞ ഇവരോടും പോവാ പറയേ, നമ്മളാലും പോവും. ദൈവം വന്നിട്ട് ഒത്തിരിക്കട്ടത്തിൽ നിന്ന് എന്നോട് സംസാരിച്ചൊരു മനുഷ്യനെ കാണാൻ പറഞ്ഞാൽ വീട്ടിലെ ആൾക്കാരെന്താ പറയും, അവൾ പുതിയൊരു കോളൊപ്പിച്ചോട്ട് വന്നാ വിടുതി പിള്ളേരെ എന്ന് പറയും. മനുഷ്യനെ വിട്ടുന്ന് പോകരുത്, പോയാൽ അടിമേടിക്കുമെന്ന് പറയും. അങ്ങനല്ലേ? എങ്ങനെ വന്നേ? ഇത്രയും പേര് ഇളകി വന്നേ? പട്ടണം മുഴുവൻ ഈ ഇളകി വന്നു. എങ്ങനെ വന്നേ? അറിയുക. നമ്മൾ ധരിച്ചതുപോലെ ഇവൾ ഒരഭിസാരിക അല്ല. ഇവളൊരു അഭിസാരിക അല്ല, ഇവളൊരു ദേശസ്ത്രീ ഒന്നുമല്ല. എന്തങ്ങനെ പറയാൻ കാരണം? കാരണമുണ്ട്. മനസ്സുണ്ടോ കേൾക്കാൻ? കേൾക്കുക. ഇവൾ ശമരിയ ജനതയുടെ ഒരാസിറ്റീസ് പ്രതീകമാണ്. ശമരിയ മുഴുവൻ പ്രതീകമാണ് ഈ സ്ത്രീ. ഒരു ശമര്യക്കാരൻ ആരായിരിക്കുന്നു, ശമര്യക്കാരി ആരായിരിക്കുന്നു, അതാണിവൾ എന്ന് പറഞ്ഞാൽ ഇവരുടെ സംഭാഷണം ചെന്നെത്തിയത് അവസാന എൻഡിങ് ആരാധനയാണ്. ആരാധനയിൽ ശമര്യക്കാരായിരുന്നു, എന്തായിരുന്നു എന്നവൾ ഇവിടെ ചിത്രീകരിക്കുന്നത്. ആരാധന എന്ന് പറയുന്നത് സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലെ ബന്ധത്തിനപ്പുറത്തൊരർത്ഥമുണ്ട്. അത് കാന്തനും കാന്തയും തമ്മിലുള്ള ബന്ധമാണ്. ശരിയാണോ? ശരിയാണോ? ലോകത്തിലെ ഏറ്റവും ദൃഢവത്തായ ബന്ധം കാന്തനും കാന്തയും തമ്മിലുള്ളതാണ്. മനസ്സിലായോ? കുഞ്ഞുങ്ങളെ ആദ്യം മനസ്സിലാക്കേണ്ടത് പപ്പായും മമ്മിയാണ് ലോകത്തിലെ ഏറ്റവും പരസ്പരം സ്നേഹിക്കുന്നത്. നിങ്ങൾ നോക്കുമ്പോൾ അവർ വലിയ വഴക്കമൊക്കെ ഉണ്ടാകും. അപ്പ പറയുന്നത് അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല, അമ്മ പറയുന്നത് പപ്പായ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതൊരു നമ്പറാണ്. അവർ തമ്മിൽ ഒരു കണക്കുമില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ ബോധമുള്ളവരുടെ കാര്യം ഞാൻ പറഞ്ഞു. മനസ്സിലായോ? കാരണം പറയാം. ലോകത്തിലെ ഏറ്റവും വലിയ ബന്ധം അമ്മയും കുഞ്ഞും തമ്മിലുള്ളതല്ല, അപ്പനും മക്കളും തമ്മിലുള്ളതല്ല. പറയാം എൻ്റെ കാരണം. എനിക്ക് 3 മക്കളുണ്ട്. എൻ്റെ മൂത്ത മകള് +1. ഈ +1 പഠിക്കുന്ന മകളെ എനിക്കിപ്പോഴും എടുക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ പറ്റുന്നില്ല. എല്ലാ അപ്പൻ്റെ ആഗ്രഹമാണ് മക്കളെത്ര വളർന്നാലും എവിടെ എടുക്കണമെന്ന് പിടിക്കണമെന്ന്. അവരോട്ട് വഴങ്ങത്തുമില്ല, മോനോട് എടുക്കാനും പറ്റില്ല. മോനോട് ഇങ്ങനെയാണ്. അമ്മമാർക്ക് ആഗ്രഹമുണ്ട്, കെട്ടിപ്പിടിക്കണം, എടുത്തുകൊണ്ട് നടക്കണം, ചുംബിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും അവനും വഴങ്ങത്തില്ല, നമുക്ക് എടുക്കാൻ പറ്റത്തുമില്ല. ഒരിക്കലും തീരാത്ത ആഗ്രഹം ഇങ്ങനെ മനസ്സിൽ കിടക്കും. മക്കളെ എന്നും കെട്ടിപ്പിടിച്ചൊക്കെ നടക്കണം, അവരുടെ കൂടെ നടക്കണം. ഈ മക്കൾ, എൻ്റെ മകൾ 17 വയസ്സുണ്ട്. അവൾ 8-10 വർഷത്തിനുള്ളിൽ എന്നെ പിരിയും. പിന്നെ അവളായി, അവളുടെ പാടായി, അവളുടെ ജീവിതമായി. പിന്നെ അവൾ ഇങ്ങോട്ട് വരുന്ന തന്നെ നമ്മൾ ഫ്രിഡ്ജ് മേടിച്ച് കൊടുക്കാൻ വേണ്ടിയാണ്. കാറിൻ്റെ EMI അടക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ വരും. എല്ലാം നമ്പറാണ്. പിടിയിട്ടോ? അവിടെ കുഴപ്പമില്ല, വചനമാണ്. ഇത് നിമിത്തം പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചു തരും, അവരും പോവും. നമ്മളെ കണ്ടാലായി, ഇല്ലെങ്കിലായി. ഇതൊക്കെ ആണെങ്കിലും ആജീവനാന്തം പിരിയാൻ പാടില്ലാത്തൊരു ബന്ധം
ദൈവം നമുക്കൊന്ന് മരണം വരെ. മനസ്സിലായോ? എന്താ പറഞ്ഞത്? മരണം നമ്മെ വേർപിരിക്കുന്നത് വരെ ഇങ്ങനെ പറഞ്ഞ കൈ തന്നു. എൻ്റെ തെളിവ് പറയാം. പണ്ടൊക്കെ നമ്മുടെ പിതാക്കന്മാർ വെള്ളം അടിക്കുന്ന പൂസാകുന്ന അപ്പച്ചന്മാർ ചിലപ്പോൾ അമ്മച്ചുമാരെ അടിച്ചു ഉപദ്രവിച്ചു മടക്കുമ്പോൾ മൂത്ത വയ്യം പറയാ, മാമി ഇവിടെ വന്നിക്കും. അമ്മയെല്ലാം കെട്ടിപ്പെറുക്കി ഇവിടെ വന്നിരിക്കും. പക്ഷെ ഒരു ദിവസം കഴിയും പറയും, ഞാൻ പോകാം. അങ്ങനെ പോലെ ഞാൻ ചെന്നില്ലെങ്കിൽ പപ്പ ഊണ് കഴിക്കില്ല. പപ്പ ഊണ് കഴിച്ചില്ല, മമ്മിക്ക് എന്നെ അവിടെ കിട്ടും. വഴക്കച്ച പറഞ്ഞു മമ്മി 11 മണിക്കുള്ളിൽ തരപ്പെടും. അതിൻ്റെ അർത്ഥം വഴക്ക് പറയുമെങ്കിലും ആ മനുഷ്യൻ ഭക്ഷണം കഴിക്കില്ല. അതാ സത്യം. അങ്ങേര് കാത്തിരിക്കുക. മക്കൾ ചെല്ലുന്നവരല്ല, വേറെ ആരും ചെല്ലുന്നവരല്ല. അദ്ദേഹത്തിൻ്റെ ഇഷ്ടമെല്ലാം അറിഞ്ഞ് ചെയ്യാൻ എത്ര തല്ലിയാലും എവിടെ ഉള്ളൂ. അവൾക്ക് ഏറ്റവും ഇഷ്ടം എത്ര വഴക്ക് പറഞ്ഞാലും ഈ മനുഷ്യനെയാണ്. ഇട്ടുകളയേണ്ട ഘട്ടം വന്നിട്ടൊന്നും ഇട്ടുകളയാൻ എന്തുകൊണ്ടാണ്? ഇവനാണ് എൻ്റെ പ്രിയൻ, അതുകൊണ്ടാണ്. പിടികിട്ടിയോ? അപ്പൊ ദൈവം ഇതുപോലെ നമ്മളെ കളയേണ്ട കർത്താവ്. എന്താ കളയാത്തത്? അത് പറയാം. ദൈവം നമ്മൾ ഇതുവരെ കളയാത്തത് നമ്മോടുള്ള സ്നേഹത്തിന്റെ ആഴം. പിടികിട്ടിയോ? തിരിച്ചൊന്നുകൂടി പറയാം. ആരാധന എന്തെന്ന്. കല്യാണം കഴിക്കാത്ത ആൺപിള്ളേരും പെൺപിള്ളേരും കൂടെ കാണും. ഇന്ന് പല പറഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റുന്നില്ല. വേറെ സത്യം. ആരാ ഇവിടെ കല്യാണം കഴിക്കാത്ത? കല്യാണം കഴിച്ച എത്ര വയസ്സെത്രണ്ടെന്നൊന്നും അറിയാത്തതിൻ്റെ കാരണം എന്താ? കളർ. ആരും കളറാകൊണ്ട് അറിയത്തില്ല. 100 വയസ്സ് കഴിഞ്ഞ ആളുകളാണോ ഫ്രണ്ടിൽ ഇരിക്കുന്നതെന്നൊന്നും എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഇനി എന്തെങ്കിലും ഓട്ടം. പക്ഷെ ഒരു കാര്യം, ഈ കല്യാണം കഴിഞ്ഞ പയ്യന് ഈ പെങ്കൊച്ചു കൊണ്ടൊരു ചായ കൊടുത്താൽ കാശിന് കൊള്ളത്തില്ല. അവൾ ചായ കുടിച്ച് ശീലമുള്ളൂ, ചായ ഇട്ട് ശീലമില്ല അവിടെ വീട്ടിൽ. ഈ ട്രെയിനെ കിട്ടുന്ന ചായ പോലെ ഏതാണ്ട് കലക്കി അവന് കൊടുത്തിടുക. കുടിക്കാതിരിക്കണോ? പോകും. അവൻ മേടിച്ചമ്മ കുടിക്കും. അമ്മ ഇത് കണ്ട് ചിരിക്കും. നാട്ടുകാരെ കണ്ട് കളിയാക്കും. ഉള്ള ഉടുപ്പൊക്കെ തേച്ചു പിഞ്ച് ചെയ്ത് പയ്യൻ അങ്ങോട്ട് പോകുന്ന കണ്ടു കഴിഞ്ഞാൽ പശുവിൻ്റെ വായി നിർത്തോളൂ. അവിടെ തേച്ചതാ, പക്ഷെ എല്ലാവരും വലുവാക്കി തന്നു. ഇട്ടുകൊണ്ട് പോയില്ല, അവള് വിഷയം ഉണ്ടാക്കും. കാരണം ഞാൻ തേച്ച ഉടുപ്പ് അച്ഛൻ ഇട്ടില്ല, ആ മമ്മി തേച്ചായിട്ട് ഇതും കൊണ്ട് പോയാൽ ഞാൻ എന്നാന്ന് ചോദിക്കും. ഞാൻ ഭക്ഷണം എടുത്ത് വെച്ചു, കഴിച്ചില്ല. മമ്മി കൊടുത്തപ്പോൾ ഇഷ്ടം പോലെ കഴിച്ചു. അങ്ങനെ നമ്മൾ അവകാശം മുഴുവൻ സ്ഥാപിച്ചു. ഈ കൊള്ളരുതാത്ത ഭക്ഷണമൊക്കെ നമുക്ക് തരും കുറച്ച് നാൾ. പക്ഷെ നമ്മളിത് കഴിച്ചതിൻ്റെ പേരില്ല, ഭക്ഷണം കൊള്ളാവുന്നതിൻ്റെ പേരിലല്ല. കൊടുത്തത് അവളായതുകൊണ്ട് സ്നേഹം നിമിത്തം സകലത്തിൽ സാധിച്ചു. ആ രുചിയെ അതിജീവിക്കുന്ന സ്നേഹം അവളോടുണ്ടായിരുന്നു. മനസ്സിലായോ? നമ്മൾ കർത്താവിന് കൊടുത്ത സ്തുതിയും സ്തോത്രവും ആരാധനയും ക്വാളിറ്റി കൊണ്ടല്ല നന്നായിരുന്നത്, കൊടുത്തത് നമ്മളായതുകൊണ്ട് അവൻ കൈപ്പറ്റി. അതാണ് കാരണം. നമ്മളുള്ള മഹാസ്നേഹം കൊണ്ട് ഞാനവൻ അർപ്പിച്ച സകല ആരാധനയും അവൻ കൈക്കൊള്ളാൻ കാരണം ദൂതഗണങ്ങൾ ആരാധിക്കുന്നവരെ വാഴ്ത്തുന്നവരെ ഭൂമിയിൽ നിന്ന് നമ്മൾ ആരാധിക്കുന്ന കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി അതിന്റെ അന്തരാർത്ഥങ്ങൾ. നീട്ടാനിട്ട് നേരമില്ല, ഇത്രയും പറയട്ടെ. അതുകൊണ്ട് എന്താണ് പുതിയ നിയമ വീക്ഷണത്തിലെ ആരാധന? കാന്തയും കാന്തനും തമ്മിലുള്ള ജീവിതമാണ് ആരാധന. തെളിവെന്താ? ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യകയായി നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ശമയർക്ക് ഒരു കാന്തൻ ഉണ്ടാകേണ്ടതാണ്. കാന്തനെ ആരാധിക്കേണ്ടതിന് പകരം ബാബേൽ, യഹൂദ, സഫരീം, ഹമാത്ത് തുടങ്ങിയ 5 രാജ്യങ്ങളിലെ കുടിയിരുപ്പുകളെ, പ്രതിഷ്ഠകളെ, ബിംബങ്ങളെ, ദേവസങ്കല്പങ്ങളെ കണ്ട് തലകുമ്പിട്ടും പ്രദക്ഷിണം ചെയ്തും 5 വിധ ആരാധനാലയങ്ങളെ ചുറ്റിപ്പറ്റിയും 6ാമത് യഹോവയുടെ ആലയത്തിലും വന്ന് ആരാധിച്ചു കൊണ്ടിരുന്ന ശമര്യ ജനതയെ കണ്ടിട്ട് പറയുക, 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവരോ നിനക്ക് ഭർത്താവല്ല. 5ഓളം ഇടങ്ങളിൽ ആരാധന കൽപ്പിച്ച് ഭർത്തൃത്വമില്ലാതെ കഷ്ടപ്പെട്ടു നാഥനില്ലാതെ നീ കഷ്ടപ്പെട്ടിട്ട് 6ാമത് വൃത്തനെ നാഥനായി സ്വീകരിക്കാൻ ഇഷ്ടപ്പെട്ടിട്ടും അവനോ നിനക്ക് കാന്തനായില്ല.
അതുകൊണ്ടൊരു കാര്യം അറിയണം, ദൈവം ആത്മാവാകുന്നു. ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം എന്നുള്ളത് അറിയ വരുന്നു. ഇതാ വന്നുമിരിക്കുന്നു. അതുകൊണ്ട് ഞാനാണ് നിന്റെ കണ്ണ്, ഞാനാണ് നിന്റെ വിലക്കുകാരൻ, ഞാനാണ് നിന്റെ രക്ഷകൻ. ഈ ബോധ്യം വെള്ളത്തിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ, വിരാത്രി വെള്ളം വെക്കുന്നവരെ ആരാണ് യഥാർത്ഥ കണ്ണ്? നമ്മുടെ വിലക്കുകാരൻ. നാം നല്ലതാ തിരിച്ചറിയാൻ ഇവ വിളിക്കുന്നു ഈ ശമരിയ സ്ത്രീ. Praise the Lord. ഇവൾ ശമരിയുടെ ശരി ചിത്രം, ഇവൾ ശമരിയുടെ ശരി പ്രതീകം, ഇവൾ ശമരിയുടെ അധപ്പതിച്ച ആരാധനയുടെ അതിജീവനത്തിന്റെ ശക്തി. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഈ സ്ത്രീ ഈ ജനതയോട് എന്തായിരിക്കുന്നു തങ്ങളെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ ജനം ഒന്നടങ്കം പറയുക, നീ പറഞ്ഞത് കൊണ്ടല്ല, ഞങ്ങൾക്ക് മനസ്സിലായി ഇവനാര്. ഇതിലുകൊണ്ടൊരാശയം. പലപ്പോഴും പറയുന്ന വ്യക്തിക്ക് പ്രാധാന്യം കൊടുത്തു നീങ്ങുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആരാ പ്രസംഗിക്കുന്നത്? അയാളുടെ ഫ്ലക്സ് അടിച്ചത് ശരിയായോ? പേരിനൊപ്പം റവറുണ്ടെന്നുണ്ടോ? ആള് കേമനാണോ? ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ആദ്യം നമ്മൾ ചോദിക്കും, എന്തെങ്കിലും സ്ഥാനങ്ങളൊക്കെ ഉണ്ട് പറയാൻ, ഇവിടെ വിളിച്ചു പറയാം. എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഇതൊക്കെ പറഞ്ഞാൽ ഭാവി രക്ഷിക്കപ്പെടുമെന്ന് ചോദിച്ചു. വാസുതണ്ടൻ്റെ ആളാ. ഞാൻ പലയിടങ്ങളിൽ, ലോകത്തിൻ്റെ പലയിടങ്ങളിൽ പോയിട്ടുണ്ട്. ഈ ലോകത്തിൻ്റെ പലയിടങ്ങളിൽ പോയിട്ടുണ്ട്. പക്ഷെ അവിടെ വന്നു പറ്റിയ കാര്യമൊന്നും പറയുന്നില്ല അല്ലേ? ലക്ഷാദ്രി പോയി, ആഫ്രിക്ക പോയി, അന്റാർട്ടിക്ക പോയി, അവിടെ പോയി ഇവിടെ പോയി വന്നു പറ്റാനെടുത്ത പാടൊക്കെ പോകുന്നവർക്ക് അറിയത്തുള്ളൂ. അത്ര വലുതാണ്. ഇതുവല്ലേ പറയാൻ കൊള്ളോ? ഒന്നില്ല. പാപത്തിൻ്റെ വഴികളെക്കുറിച്ച് ഇതിൽ വർണ്ണിക്കാൻ പറ്റുമോ? പറ്റില്ല. പറഞ്ഞ ശമര്യ സ്ത്രീയോ പ്രസംഗിക്കുന്ന പൗലോസോ പത്രോസോ അല്ല പ്രസക്തം. ഉയർത്തപ്പെടേണ്ടവൻ യേശുവാണ്. സ്തോത്രം. നമ്മളിതിനകത്തൊക്കെ ഈ TPM സഹോദരങ്ങളെ മാതൃകയാക്കാനുണ്ട്. അത് നമ്മളെല്ലാം ഇങ്ങനെ ഫ്ലക്സിൻ്റെ മണ്ടേ കയറ്റി വെക്കാറില്ല. കർത്താവിന് മഹത്വം കൊടുത്ത് ചെറിയ ബോധം പ്രസംഗിക്കുന്ന ആരാന്ന് പോലും അറിയില്ല. ഒത്തിരി നന്മയല്ലേ അതൊക്കെ, അല്ലേ? ആ നന്മ എന്താ ശരി പറയുമ്പോൾ നമ്മളതിനെ നന്മയെ പിന്തുണയ്ക്കണം, അല്ലേ? നമ്മൾ നാളെ അങ്ങനെ ചെയ്യാൻ നോക്കില്ല. ആരും യോഗത്തിന് വരില്ല. നമ്മുടെ മനസ്സിൽ ഇതൊന്നും പറഞ്ഞു പോയി. ചിലരും തെറ്റുകൾ തെറ്റായിട്ട് അവിടെ ഇരിക്കാൻ മാറില്ല. അങ്ങനെയാണ്. അപ്പോൾ അവിടെ തത്സമയത്താണ് പറയുന്ന ആരാ പ്രസംഗിക്കുന്നത്. ജസ്റ്റ് പേര് പറയുന്നതും കുറ്റമൊന്നുമല്ല. പ്രതിവാസം പ്രസംഗിക്കുന്നോ നോട്ടീസിൽ പേര് വെക്കുന്നോ കുറ്റമൊന്നുമല്ല. പക്ഷെ അതിരി വിട്ട പ്രശംസയും പുകഴ്ത്തലും നമ്മൾ ഒഴിവാക്കണം. ഹല്ലേലൂയ. നമ്മൾ തീരുമാനിച്ചു, ഒരു മനുഷ്യനെ പുകഴ്ത്തിയാൽ കിട്ടുന്നതിനൊക്കെ പരിധിയുണ്ട്. സ്തോത്രം. ഇത് വേണ്ട നമ്മുടെ തമ്പുരാനെ ഉയർത്താം. നീ പറഞ്ഞുകൊണ്ടല്ല, ഞങ്ങൾക്ക് മനസ്സിലായി ഇതാരാണ്. ഒത്തിരി കഥകളോട് ഇതോട് ബന്ധപ്പെട്ട് പറയാം. ഈ പത്രസിനെ ദിവസനെ കൊണ്ടുവരുന്ന ആള് അന്ത്രയോസ. പക്ഷെ അന്ത്രയോസ് ജീവിതത്തിൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ ആ വിശ്വാസി കൊണ്ടുവന്നു. പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും പറഞ്ഞില്ല. ഇത്രയും വലിയ കരുത്തനായ പത്രോസിനെ ഞാൻ ആ വിശ്വാസി കൊണ്ടെന്ന് പറയുമ്പോൾ പറയുന്നവർക്ക് വലിയൊരു അഭിമാനം തോന്നും, വലിയ താല്പര്യം തോന്നും, നമുക്കെല്ലാം തോന്നും. പക്ഷെ ഇത്തരം താല്പര്യങ്ങളെ നമ്മൾ ക്രിസ്തു നിമിത്തം തമസ്കരിച്ചിട്ട് അവനോ വളരണം. ഹല്ലേലൂയ. നമുക്ക് കർത്താവിലെത്താൻ കിട്ടുന്ന ഒരവസരവും കളയാതിരിക്കണം. അതാണ് ആരാധന. അപ്പൊ ആരാധന എന്ന് പറഞ്ഞാൽ സഭായോഗമല്ല, സഭായോഗത്തിൽ ആരാധനയുണ്ട്. ആരാധന എന്ന് പറഞ്ഞാൽ പാട്ടല്ല, പാട്ടിൽ ആരാധനയുണ്ട്. സ്തോത്രം. ആരാധന എന്ന് പറഞ്ഞാൽ പ്രസംഗമല്ല, പ്രസംഗത്തിൽ ആരാധനയുണ്ട്. ആരാധന ഒരു ജീവിതചര്യയാണ്, ഒരു ജീവിത ശൈലിയാണ്. അതിനെ പറഞ്ഞ വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും എൻ്റെ നാമത്തിന്റെ മഹത്വത്തിനായി, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവിന്റെ മഹത്വത്തിനായി ചെയ്യണം. എന്ത് ചെയ്താലും പിതാവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി യേശുക്രിസ്തു മുഖാന്തരം ചെയ്യാൻ വിളിക്കപ്പെട്ടവരാ നാം ഓരോരുത്തരും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിനങ്ങളിലെ പ്രാർത്ഥനയിൽ വന്നിരിക്കും നമുക്ക് ദൈവത്തിന്റെ ദാനമെന്ത്, യേശുക്രിസ്തു ആര്, ഈ ബോധ്യമാണ് ഉണ്ടായിരിക്കുന്നത്. യേശു ഈ സ്ത്രീയെ പഠിപ്പിച്ചു, ജനത്തെ ബോധവൽക്കരിച്ചു കഴിയുകയും ശിഷ്യന്മാർ വന്നു ആഹാരം കൊണ്ട്. കർത്താവിനെ വിളിച്ചു ഭക്ഷണം കഴിക്കാം. കർത്താവ് എന്താ പറഞ്ഞു? നിങ്ങളറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്. അവരത്ഭുതപ്പെട്ടു, ഇതോടെ പോയി കഴിച്ചു.
ഇതെങ്ങനെ കിട്ടി? അർത്ഥം പറയും, എന്നെ അയച്ചവന്റെ വേല തികയ്ക്കുന്നതിൻ്റെ ആഹാരം. ഹല്ലേലൂയ. എന്നെ അയച്ചവന്റെ വേല തികയ്ക്കുക, അതിൻ്റെ ആഹാരം. ആ വേല തികഞ്ഞത് എവിടെയാ? കാൽവയുടെ കൊലമരത്തിലാണ്. സകലതും പൂർത്തിയായി, സകലതും തികഞ്ഞു, സകലതും നിവർത്തിച്ചു. സകലതും പൂർത്തിയായി, വേല തികച്ചു. ഞാൻ സാധാരണ പൊതുയോഗങ്ങളിൽ പറയുന്ന ഒരു പ്രയോഗമാണ്. അവിടെ ഒരു പുതിയ ചിന്തയാണ്. യേശു ക്രൂശിൽ കിടന്നു പറയുന്ന 6-ാം മൊഴിയാണ് സകലതും പൂർത്തിയായി. ആ മൊഴിയിൽ ഗ്രീക്കിൽ പറയുന്ന പേര് ടെലസ്റ്റായി. അതിൻ്റെ അർത്ഥം സകലതും പൂർത്തിയായി, തീർത്തിരിക്കുന്നു. ഇത് അന്നത്തെ കാലത്ത് ഈ കൊടുക്കവാങ്ങൽ ഒക്കെ നടത്തുമ്പോൾ ഏർപ്പാട് തീർന്നതിൻ്റെ ഭാഗമായി ഈ രസീതിൻ്റെ താഴെ എഴുതുന്ന പേരാണ് ടെറ്റലസ്റ്റായി. പണമിടപാട് തീർന്നു, ടെറ്റലസ്റ്റായി എന്നെഴുതി താഴെ ഒപ്പുവെക്കും. അതിൻ്റെ അർത്ഥം ക്ലോസ്ഡ്. ഇനി ഈ ഫയൽ ഓപ്പൺ ചെയ്യണ്ട, ക്ലോസ്ഡ്. അവൻ്റെ മുഴുവൻ കടവും ഞാൻ ഇതിനാൽ കൊടുത്തിരിക്കുന്നു. വേല തികച്ചിരിക്കുന്നു, പ്രവൃത്തി തികച്ചിരിക്കുന്നു. ശമരിയ ജനതയെ ദൈവം ആത്മാവാകുന്നുവെന്ന് നിന്നെ പഠിപ്പിച്ചവൻ പ്രാണൻ കൊടുത്തതിന്റെ ആത്മാവിനെ ആ പിതാവിന്റെ മക്കളെ കേൾപ്പിക്കാൻ തുടങ്ങും മുമ്പ് ഉലകത്തോട് മുഴുവൻ പറഞ്ഞു, ഞാൻ സകലം പൂർത്തീകരിച്ചിരിക്കുന്നു. പിതാവേ, എന്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. തന്റെ ആത്മാവിനെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക വഴി യേശു ആരാധനയുടെ ഒരു പുതിയ ലോകം തുറന്നു. അതിന്റെ ആരാധനയുടെ പുതിയ ലോകം ക്രൂശീകരണം എന്ന് പറയാൻ കാരണം അപ്പോൾ നമുക്ക് നിർത്താം ഒരു നിമിഷം. ഈ ക്രൂശ് ഒരു സുപ്രധാന സ്ഥലമാണ്. അതിൻ്റെ ചുണ്ട് അതിൽ പലപ്പോഴും ഈ ക്രൂശും അനുബന്ധ കാര്യങ്ങളുമൊക്കെ നമ്മൾ ഈ കർമ്മശിവൊക്കെ പറയും, ക്രൂശീകരണമൊക്കെ പ്രസംഗിക്കും. ഈ ക്രൂശീകരണമൊക്കെ പറയുന്ന ഇടത്ത് നമുക്കത് കേട്ടിരിക്കുമ്പോൾ തന്നെ സങ്കടവും ഭാരമൊക്കെ വരും. മഷിയ ചരിത്ര ഫിലിമൊക്കെ കാണിക്കുമ്പോൾ ആൾക്ക് കരച്ചിലും ദുഃഖമൊക്കെ വരും. ചിലപ്പോൾ അത് ഒത്തിരി റിയാലിറ്റിയിൽ നിന്ന് ഒത്തിരി വഴുതി മാറിയൊക്കെ ചിലത് കാണിക്കുന്നു. വല്ലാതെ യേശുവിനെ പീഡിപ്പിക്കുക, ഉള്ളവരൊന്നും അല്ലത്. നമ്മളെ സൈക്കോളജിക്കലായിട്ട് വിഷമിപ്പിക്കുക. പക്ഷെ ക്രൂശീകരണത്തെക്കുറിച്ച് ഓർമ്മ വരുമ്പോൾ കരയുന്നതല്ല പ്രധാനം. പിന്നെ എന്ത് ചെയ്യണം? സന്തോഷിക്കണം. സന്തോഷിക്കാൻ പറ്റുമോ? ഭർത്താവ് ക്രൂശിക്കപ്പെട്ടു എന്നുള്ള സന്തോഷമുള്ള എത്ര പേരുണ്ട്? സന്തോഷിക്കാനുള്ള മാറ്റമാണ്, ദുഃഖിക്കാനുള്ളതല്ല. മിക്കവാറും പാസ്റ്റർമാര് പത്തുമേശ നടത്തുമ്പോഴല്ല അവിടെ കരഞ്ഞോണ്ടാ പറയും. കരയല്ല, ഈ കരയുന്ന പോലെ ഒരു ടോൺ ഉണ്ടാക്കുക. നമ്മൾ ഭർത്താവിനെ അടിച്ചു, ശബ്ദം കൊണ്ട് പറഞ്ഞിരുന്നു, പാടുകൾ സഹിച്ചു. അത് ശബ്ദത്തെ പിടിച്ചിരിക്കുന്ന, അല്ലാതെ ആത്മാർത്ഥതയോട് കരച്ചിലൊന്നുമല്ല. ഈശ്വരൻ ക്രമീകരിച്ച് ആ ഫീലം ചെയ്ത് അങ്ങനെ ആയിപ്പോന്ന ആ സമയം ആ പാട്ട് ഓണായി പോകും. അതുകൊണ്ട് അത് ഗൗരവത്തിലെടുക്കണ്ട. പക്ഷെ അതിൻ്റെ അർത്ഥം മറ്റൊന്നാണ്. യോഹന്നാൻ ക്രൂശിൻ്റെ ചുവട്ടി നിൽക്കുക, മറിയ അപ്പുറത്തേക്കുക, രണ്ടുപേരേ ഉള്ളൂ. ഈ മറിയ എന്തൊക്കെ ചിന്തിച്ചു? പൗൽ പറഞ്ഞ കൃപ ലഭിച്ച മറിയ ആജീവനാന്തം കണ്ടത് മുഴുവൻ കഷ്ടതയുടെ കഠിനയാതനകളുടെ ഒരു ലോകം. യേശുവിന് ജന്മം കൊടുത്ത വഴി പീഡ അനുഭവിച്ച ഒരു സ്ത്രീയോടെ നിൽക്കുക. ഒടുവിലിതാ എല്ലാവരെയും രക്ഷിക്കുമെന്ന് പറയുന്നവൻ ക്രൂശിൽ മരിക്കുന്ന കാഴ്ച അവൾ കണ്ടു. ഒരമ്മ അതൊക്കെ കണ്ടു നിൽക്കുന്ന രംഗമൂർത്തി. പക്ഷെ എനിക്ക് മനസ്സിലാകുന്നത് അതവൾക്ക് സഹിക്കാൻ കഴിഞ്ഞ തന്നെ ആ ശിശു അവൾക്ക് നൽകപ്പെട്ടത് ദിവ്യാത്മാവിനാലാണെന്നുള്ള ബോധം കൊണ്ടാണ്. അതിലും അവൾ ദൈവഹിതം ദർശിക്കുക, അതുകൊണ്ട് അതിജീവിക്കാൻ പറ്റി. അപ്പുറത്ത് യോഹന്നാൻ നിൽക്കുക, അവിടെ വിട്ടു പോകുന്നില്ല. ഒരു കൊച്ചുകുട്ടിയായി യേശുവിൻ്റെ കൂടെ കൂട്ടിയവന് പ്രാണൻ പിരിക്കുന്ന യേശുവിനെ വേദനയോടെ നോക്കി നിൽക്കുമ്പോൾ യേശു പറയുക, സഹോദര, ഇതാ നിന്റെ അമ്മ. സഹോദരി, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. തനിക്ക് വേറെ ദൗത്യം നിർവഹിക്കാനുണ്ട്. പിതാവേ, എൻ്റെ ആത്മാവിതാ നിനക്ക് തരുന്നു. ഉലകത്തിനൊരു ക്രമീകരണം, ഒരു നിരപ്പ്. താനും പിതാവും തമ്മിൽ ഒരു നിരപ്പ്. പ്രപഞ്ചത്തെ മുഴുവൻ നിരത്തി ഒന്നാക്കി മറ്റൊന്ന് അത്ഭുത പ്രവൃത്തി ഈ ക്രൂശിൽ നടക്കുമ്പോൾ ഈ ക്രൂശിൻ്റെ അർത്ഥം മനസ്സിലായ ഒരാളേ ഉള്ളൂ. അത് പൗലോസാണ്. പൗലോസ് ശ്ലീഹ ഈ ക്രൂശിൻ്റെ ചുവട്ടിൽ അന്നില്ല.
പക്ഷെ അദ്ദേഹം ഈ ക്രൂശ് കണ്ടിട്ട് വിളിച്ചു പറയാ, സഹോദരേ, എന്താണ് ഈ ക്രൂശിൽ നടക്കുന്നതെന്ന് അറിയണ്ടേ? ക്രൂശ് റോമൻ ശിക്ഷാ നിയമം അനുസരിച്ച് കിട്ടിയ കേവലം ഒരു വധശിക്ഷയല്ല. അകച്ചവന്റെ പ്രവൃത്തി തികയ്ക്കുന്ന, ആഹാരം പോലെ അയച്ചവന്റെ പ്രവൃത്തിയെ എന്നേക്കും നിവർത്തിക്കുന്ന അത്ഭുത അടയാളമെങ്കിൽ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്ന ദൈവപുത്രന്റെ സമർപ്പണമാ ക്രൂശ്. അതുകൊണ്ട് പൗലോസ്ലീഹ പറയുക, അവൻ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു കീഴടക്കി, സാത്താന്റെ സൈന്യത്തെ മുഴുവൻ തോൽപ്പിച്ച് അവരെ പരസ്യമായ കാഴ്ചയാക്കി, ക്രൂശിൽ അവരെ തോൽപ്പിച്ച് നടുവിൽ നിന്ന് നീക്കി ജയോത്സവം കൊണ്ടാടുന്ന അത്ഭുത പ്രക്രിയ ക്രൂശാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമെങ്കിൽ ക്രൂശോട് ചേരുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ആരാധന. ക്രൂശ് ജയോത്സവത്തിന്റെ ചിഹ്നം, ക്രൂശ് ശക്തമായ ആരാധനയുടെ ചിഹ്നം, ക്രൂശ് പാപപരിഹാരത്തിന്റെ ചിഹ്നം, സാത്താന്യ ശക്തിയുടെ തല തകർന്ന പ്രപഞ്ചത്തിലെ ഏറ്റവും പരിശുദ്ധമായ പ്രവൃത്തി. ഇന്ന് രാത്രി ആ ക്രൂശ് നമുക്ക് അഭിമാനമാകട്ടെ. ആ ക്രൂശോട് ചേർന്ന് പുതുജീവിതം നയിപ്പാൻ കടന്നു വന്ന ഏവർക്കും സംഗതിയാകട്ടെ. കണ്ണുടയ്ക്കാം, എല്ലാവർക്കും പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് ഉറപ്പാക്കുക, അയച്ചവന്റെ വേല തികയ്ക്കൽ, എന്റെ ദൈവത്തിന്റെ പദ്ധതിയോട് ചേർന്ന് നടക്കൽ, സത്യസന്ധമായ ആരാധനയ്ക്ക് എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക വഴി ശമരിയ പട്ടണത്തിന്റെ മുഴുവൻ 700 വർഷങ്ങളുടെ ശാപം പരിഹരിച്ച് അവരെ ആരാധന പുതിയ തലത്തിലേക്ക് ഉയർത്തിയ നല്ല കർത്താവിന്റെ പാതാരബന്ധങ്ങൾ ഒരു ജയം പ്രതീക്ഷിച്ചു.